കാലത്തെ നമ്മുടെ വേദവിചിന്തനത്തിനായി വിശുദ്ധ തിരുവെഴുത്തിൽ നമുക്കെല്ലാവർക്കും സുഹൃതമായ ഒരു വേദഭാഗം മത്തായി എഴുതിയ സുവിശേഷം അതിൻ്റെ 16-ാം അധ്യായം 18-ാം വാക്യം. Gospel of Matthew chapter 16 verse 18. നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങളെ ജയിക്കയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു. മതി, നമ്മുടെ കണ്ണുകളൊക്കെ ദിവസത്തേക്ക്. ഞങ്ങളുടെ നല്ല കർത്താവെ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഈ മനോഹര പകൽക്കാലത്തിനായി ഞങ്ങൾ അങ്ങ് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അങ്ങയുടെ സ്ഥലമായിരിക്കുന്ന എല്ലാ അഭിഷക്ത വൃന്ദങ്ങൾക്കായി, ഇവിടെ ആയിരിക്കുന്ന എല്ലാ വിലപ്പെട്ട ദൈവമക്കൾക്കായി ഞങ്ങൾ അങ്ങ് സ്തോത്രം ചെയ്യുന്നു. ഒരു പ്രാർത്ഥന നിർഭരമായ അന്തരീക്ഷത്തിൽ കൃപാസനത്തിനടുത്ത് വരുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കുന്നതോർത്ത് സ്തോത്രം. കർത്താവെ, വിശേഷാൽ തന്ന വചനത്തിനായി സ്തോത്രം. പരിശുദ്ധാത്മാവാ ദൈവം ഞങ്ങളോട് സംസാരിക്കുന്നതുകൊണ്ട് സ്തോത്രം. ദൈവോത്തരനെ ഞങ്ങളുടെ മധ്യ മഹത്വപ്പെടുത്തും. പ്രാർത്ഥന കേട്ടല്ലോ, യേശുവിന്റെ നാമത്തിൽ തന്നെ. എല്ലാവരും കരങ്ങളെ കർത്താവിന് സ്തോത്രം ചെയ്താണ്. ദൈവത്തിന്റെ അതിപരിശുദ്ധമാവുന്ന ദൈവ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദിവസമായിരിക്കാൻ സർവശക്തനായ ഒരുക്കുന്ന എല്ലാ മുഖാന്തരങ്ങളെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്ത് മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന കർത്താവിൽ ബഹുമാന്യ കർത്തൃദാസൻ, കർത്താവിദാസൻ പാസ്റ്റർ രാജഗോപാലവരുകൾ, അതുപോലെ ഇവിടെ അയക്കുന്ന പി കെ തോമാശാൻ, ഇവിടെ ഈ ടീമിനോട് വർക്ക് ചെയ്യുന്ന എല്ലാ വിലപ്പെട്ട ദൈവദാസന്മാർക്ക്, എല്ലാ വലിയ ദൈവജനത്തിൽ ഏവർക്കും കർത്താവായ യേശു ക്രിസ്തു നാമത്തെ സ്നേഹ വന്ദനത്തെ അറിയിക്കും. ഈ പകൽക്കാലം നിങ്ങളുടെ മധ്യത്തിൽ യുവജനമായിട്ടായിരിക്കാൻ ഭൂമിയുടെ വരപ്പിൽ കർത്താവ് നൽകിയ നല്ല സാവകാശത്തെ ഓർക്കാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് ഈ ദിവസങ്ങളിൽ നടക്കുന്ന മീറ്റിങ്ങുകളെ ഓർത്ത്. യഥാർത്ഥത്തിൽ പലപ്പോഴും ഞാൻ ദൈവവചനം പങ്കുവയ്ക്കുമ്പോൾ ഞാൻ പറയാറുണ്ട്, ഒരു മീറ്റിങ്ങിനകത്ത് ദൈവം സംസാരിച്ചോ എന്നുള്ളത് ഇരിക്കുന്ന ജനത്തിന് മനസ്സിലായില്ലേലും പ്രസംഗിച്ച ദൈവദാസന് മനസ്സിലാകും. ആശയം നിങ്ങൾക്ക് പിടികിട്ടിയില്ല. ഒന്നും കൂടെ ഞാൻ ആവർത്തിക്കാം വാക്ക്. ഇരിക്കുന്ന ജനത്തിന് ദൈവം സംസാരിച്ചു എന്ന് മനസ്സിലാകണമെന്ന് ഇല്ല, പക്ഷെ പ്രസംഗിച്ച ദൈവദാസന് മനസ്സിലാകും ദൈവം സംസാരിച്ചോ. പറയാനുള്ള കാരണം ഇന്നത്തെ മെസ്സേജാണ്. യഥാർത്ഥത്തിൽ ഞാനൊരു ഓർഡറിലാണ് മെസ്സേജ് കൊണ്ടുവന്നെങ്കിലും ഇന്ന് രാവിലെ ഞാൻ എൻ്റെ ബെഡിൽ നിന്ന് എഴുന്നേറ്റപ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞ ഒരു ദൈവശബ്ദം, അതൊരു സഭയുടെ പണിയെക്കുറിച്ച്. നമ്മൾ സ്ഥിരം കേൾക്കുന്ന ഒരു പ്രസംഗ വിഷയം. എന്നോട് ഇന്ന് ഒരു നിർബന്ധമായ ദൈവാത്മാവ് പറഞ്ഞു, ഇന്ന് അത് പ്രസംഗിച്ചാൽ മതി ഈ രാവിലത്തെ സെഷനിൽ. ഇതുവരെ നമ്മൾ അല്പസമയം ആത്മാവ് ജാഗരിച്ചത് മൊത്തം പട്ടണങ്ങളിലും രാജ്യങ്ങളിലും വൻകരകളിലും കർത്താവ് തന്റെ സഭയെ പണിയാൻ പ്രാർത്ഥന ലീഡ് ചെയ്ത കർത്താവിന്റെ ഒരു ദാസന അതിലേക്ക് നയിച്ചപ്പോൾ പെട്ടെന്ന് എനിക്ക് ഒത്തിരി സന്തോഷം തോന്നിയത്, പലപ്പോഴും നമ്മൾ പ്രാർത്ഥിച്ച് കഴിയുമ്പോഴാണ് ദൈവം നമ്മോട് തിരിച്ചുത്തരം പറയുന്നത്. പക്ഷെ നമ്മൾ പ്രാർത്ഥിക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അതിരാവിലെ എൻ്റെ കിടക്കയിൽ വെച്ച് തന്നെ നമ്മൾ ഇതുവരെ പ്രാർത്ഥിച്ച വിഷയത്തിന് ദൈവാത്മാവ് ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. സന്തോഷമുള്ള എല്ലാവരും കൊണ്ട് കരമുയർത്തി സ്തോത്രം പറഞ്ഞാണ്. അതുകൊണ്ട് നമ്മൾ വളരെ പ്രാർത്ഥനയോടെ ദിവസമല്ലായിരിക്കുക. ശ്രോതം നമുക്ക് സ്ഥിരം അറിയാം, എനിക്കറിയാം. പക്ഷെ ഞാൻ ഉറപ്പിച്ചതുപോലെ ശക്തന്മാരായ ഈടുറ്റ കരയേറ്റ അഭിഷക്ത ബന്ധങ്ങൾ ഇരിക്കുന്ന ഒരു വേദിയിലാണ് ഞാൻ പ്രസംഗിക്കുന്നത്. ദൈവസഭാ പണി എന്ന് പറയുന്നത് ഒക്കെ നമ്മൾ സ്ഥിരമായി കേൾക്കുന്ന പ്രസംഗ വിഷയങ്ങളാണ്. അതേ വിഷയത്തിൽ തന്നെയാണ് ഞാനും ചിന്തിക്കാൻ കർത്താവ് എന്നെ ചില ദൂതുകൾ ഏൽപ്പിച്ചിരിക്കുന്നത്. നമുക്കറിയാം, പ്രസംഗ പ്രഭുവായ CS സ്പർജൻ ഒരിക്കൽ താൻ പ്രസംഗം കഴിഞ്ഞ് CS സ്പർജനെ പ്രസംഗയുടെ പ്രഭു എന്ന് വിളിക്കുന്നതിന് ഒത്തിരി കാരണമുണ്ട്. അതിലൊക്കെ ഞാൻ പോകുന്നില്ല, നമുക്ക് സമയം ഒട്ടുമില്ല. ഈ സ്പർജൻ പ്രസംഗം കഴിഞ്ഞ് വേദിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു വിശ്വാസി എന്ന് സ്പർജനോട് ചോദിച്ചു, അല്ലയോ സ്പർജന്, ഇത്രത്തോളം പ്രസംഗങ്ങൾ നിനക്ക് എവിടുന്ന് കിട്ടുന്നു? ഉടനെ സ്പർജൻ തിരിച്ചു പറഞ്ഞൊരു മറുപടി ഇതാ, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത, ലോകത്തിലെ ഒരു ഭക്തന്മാരും കണ്ടിട്ടില്ലാത്ത ദശലക്ഷക്കണക്കിന് മെസ്സേജുകൾ ഇനിയും ഈ ബൈബിളിൽ ദൈവം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. വിശ്വസിക്കുന്നവരൊക്കെ ഒന്ന് സ്തോത്രം പറഞ്ഞാട്ട്. എന്ന് പറഞ്ഞാൽ ഈ 66 പുസ്തകത്തിൽ 1189 അധ്യായത്തിൽ 31,173 വാക്യങ്ങളിൽ ഈ 20 നൂറ്റാണ്ടായിട്ടും കാണാത്ത മഹത്തായ മെസ്സേജുകൾ ഒളിപ്പിച്ചു വെച്ച ഒരു വലിയ സാഗരത്തിന് മുമ്പിലാണ് നമ്മൾ ഇരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നവരൊക്കെ ഒന്ന് കരമുയർത്തി കർത്താവിന്റെ സ്തോത്രം പറഞ്ഞാണ്. അതുകൊണ്ട് മൂറുകളൊന്നും പറഞ്ഞാൽ സമയക്കാലം ഇതിന് നമ്മുടെ വിഷയം ഒരു സഭാപണി. നമ്മൾ വായിച്ച വാക്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ആ വാക്യം ഒന്നുകൂടെ വായിച്ചാട്ടെ. എന്നൊരു ബൈബിൾ അടച്ചാലും കുഴപ്പമില്ല. പെട്ടെന്ന് മാത്യു ചാപ്റ്റർ 16:18. ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ
അതിനെ ജയിക്കയില്ല എന്ന് ഞാൻ ഇന്ന് നിന്നോട്. രാവിലത്തെ സെഷൻ നമ്മൾ പ്രധാനമായി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, ദൈവാത്മാവ് കോൺസെൻട്രേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് സഭാ പണി എന്നൊരു വിഷയമാണ്. എത്ര പേർക്ക് സന്തോഷമുണ്ട്? അങ്ങനെയാണെങ്കിൽ ഈ സന്ദേശത്തിന്റെ അവസാനം നമ്മൾ അല്പസമയം ദേശത്തിൽ ഒന്നും കൂടെ ഒന്ന് പ്രാർത്ഥിക്കും. ഒന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. മുമ്പേ ദൈവശബ്ദത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചു. ഇനി നമ്മുടെ ദൈവശബ്ദം കേട്ടതുകൊണ്ട് നമ്മളൊന്നും കൂടെ പ്രാർത്ഥിക്കും. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. ഞാൻ പെട്ടെന്ന് ഈ വാക്യത്തിലേക്ക് ഓടിക്കയറുകയാണ്. കാരണം ഇവിടെ കിടക്കുന്ന വാക്യം, ഞാൻ എന്റെ സഭയെ ഞാൻ എന്റെ സഭയെ പണിയും. പണിയാൻ നോക്കുമെന്നല്ല പറഞ്ഞത്, പണിയും. എല്ലാവരും ഉറക്കം പറഞ്ഞിട്ട് പണിയുമെന്ന്. കാരണം കർത്താവ് പറഞ്ഞത് പണിയുമെന്ന്. അതിന് മാറ്റമില്ല. നമുക്ക് എല്ലാവർക്കും അറിയാം. ചിലർക്കൊക്കെ തോന്നുന്നത് കർത്താവ് ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ്. ശ്രദ്ധിക്കണല്ലേ? ചിലർക്കൊക്കെ തോന്നുന്ന കർത്താവിന് എല്ലാ രോഗങ്ങളും മാറ്റുന്ന ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റല്. കർത്താവ് ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ആകാൻ വേണ്ടി വന്നൊന്നുമല്ല. കർത്താവ് ഒരു ബാങ്കർ ആകാനും വന്നതല്ല. ആണോ? ലോകം കണ്ട ഏറ്റവും വലിയൊരു മൾട്ടിനാഷണൽ ബാങ്ക് ആകാൻ വന്നതാണ് കർത്താവ്. അല്ല, ഇതിനൊന്നും വന്നല്ല. പിന്നെ കർത്താവ് ഇതൊക്കെ ചെയ്യുന്നതേ ഉള്ളൂ. ഈ ലോകത്തിലേക്ക് കർത്താവ് വന്നതിന്റെ, അഥവാ യേശു പറഞ്ഞ 7 അവകാശവാദങ്ങളിൽ ഒരവകാശമാണ് തന്റെ ജനത്തിനു വേണ്ടി ഒരു പ്രവൃത്തി വെളിപ്പെടുത്താനാണ് കർത്താവ് വന്നിരിക്കുന്നത്. ഒന്ന് കരമുയർത്തി സ്തോത്രം പറയാനായിട്ട് ഒന്നുകൂടെ പറയാം. ഒരു സഭാ പണിക്കാണ് കർത്താവ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ അല്പം ശാന്തമായി പെട്ടെന്ന് ചില ചിന്തകൾ പറഞ്ഞ് ഈ വാക്യത്തിലേക്ക് നമ്മൾ ഓടിക്കയറാൻ ആഗ്രഹിക്കുകയാണ്. യഥാർത്ഥത്തിൽ നിങ്ങൾക്കൊന്ന് ഇത് ധ്യാനിച്ചു കൊടുത്തപ്പോ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞ 1-2 ചിന്ത ഇവിടെ ചേർത്ത് പറഞ്ഞപ്പോൾ ഈ വാക്യത്തിലേക്ക് വരും. എന്ന് പറഞ്ഞാൽ ഈ പണി എന്ന വാക്കാണ് നമ്മൾ പ്രധാനമായി എടുക്കുന്നത്. അത് പണി എന്നൊരു വാക്കാണ് ചിന്തിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ സഭാപണി മാത്രമല്ല നമ്മുടെ കർത്താവ് ചെയ്യുന്നത്. വേദപുസ്തകം പഠിച്ചാൽ ദൈവത്താൽ മാത്രം പണിയുന്ന പല കാര്യങ്ങളുണ്ട്. നമുക്കൊന്ന് അതൊന്നും അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ഇതിനകത്ത് ഒരു ബലം എന്നാന്ന് അറിയാൻ പറ്റൂ. ഈ സഭാപണിയുടെ ബലം ദൈവത്താൽ മാത്രം. ഉലകത്തിൽ ഒരു മനുഷ്യനെ കൊണ്ട് കഴിയാത്തതും നമ്മുടെ ത്രിയേക ദൈവത്താൽ മാത്രം കഴിയുന്നതുമായ ചില പണികളുണ്ട്. പെട്ടെന്ന് എഴുതിയെടുക്കാൻ പറ്റുമെങ്കിൽ എഴുതിയെടുക്കുക, ഇല്ലെങ്കിൽ ഞാനത് പറഞ്ഞു വിടുകയാണ്. കാരണം നമ്മുടെ വിഷയം അതല്ല. നമുക്ക് സഭാപണി എന്ന വിഷയത്തിലേക്ക് കാരണം. അതുകൊണ്ട് ദൈവത്താൽ പണിയുന്ന ചില കാര്യങ്ങൾ വചനത്തിൽ ഓർപ്പിച്ചതിലേക്ക് ഓടി വരാം. ഒന്ന്, ദൈവത്താൽ പണിയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കുന്നു, ദൈവത്താൽ മാത്രം പണിയുന്ന ഒന്നാമത്തെ കാര്യം അത് യെരൂശലേമിനെയാണ്. എന്തിനാണ്? യെരൂശലേമിനെ. വാക്യം നമുക്ക് കാണാപ്പാടമാണ്. 51-ാം സങ്കീർത്തനത്തിന്റെ 17-18 വാക്യങ്ങളിലും 147-ാം സങ്കീർത്തനം 2-ാം വാക്യത്തിലും കിടക്കുന്നത്. 51-ാം സങ്കീർത്തനത്തിൽ ദാവീദ് രാജാവ് പറഞ്ഞൊരു വാക്കുണ്ട്, നിന്റെ പ്രസാദ പ്രകാരം സിയോനോട് നീ നന്മ ചെയ്യണം, യെരൂശലേമിന്റെ മതിലുകളെ പണിയണം. അല്ലേ? നമ്മൾ വായിക്കുന്ന സങ്കീർത്തനമാണ് 51-ാം സങ്കീർത്തനം. അവിടെ കിടക്കുന്ന യെരൂശലേം ദാവീദിന്റെ പ്രാർത്ഥനയാണ്. അത് യഥാർത്ഥത്തിൽ ഒരു ലിറ്ററൽ പണിയല്ല. ഞാൻ പറഞ്ഞല്ലോ, അല്പം ഞാനിവിടെ സ്പീഡിൽ എടുത്തത് അവസാനം നമുക്ക് ഈ വാക്യത്തിൽ ഒന്നിക്കാൻ വേണ്ടിയാണ്. പെട്ടെന്ന് ഇതൊക്കെ പറഞ്ഞാൽ മനസ്സിലാകുന്ന കാര്യം ഓടിച്ചു വിടുക. അപ്പൊ ദാവീദ് പറഞ്ഞു ഒരു ലിറ്ററലായിട്ട് ഒരു വാൾ പണിയണമെന്നല്ല. യഥാർത്ഥത്തിൽ 51-ാം സങ്കീർത്തനത്തിന്റെ പശ്ചാത്തലം പഠിച്ചാൽ ഇവിടുത്തെ വാളെന്ന് പറയുന്നത്, ഇവിടുത്തെ മതിലെന്ന് പറഞ്ഞാൽ ദാവീദ് തന്നെയാണ്. 51-ാം സങ്കീർത്തനത്തിന്റെ പശ്ചാത്തലം ഞാൻ വിവരിക്കേണ്ട കാര്യമില്ലല്ലോ. ജീവിതത്തിന്റെ മേഖലകളിൽ മൂല്യച്യുതികൾ സംഭവിച്ചു പോയ ഭക്തൻ ദൈവത്തോട് പറഞ്ഞ, സർവശക്തനെ, അല്ല വനാന്തരത്തിൽ കിടന്ന് എന്നെ നീ രാജത്വത്തിന്റെ അഭിഷേകം പകർന്ന് ഈ മട്ടുപ്പാവിലേക്ക് കൈപിടിച്ച് കയറ്റിയത് കേവലം ഒരു രാജാവായിരിക്കാനല്ല, ഈ ജനത്തിന്റെ ഒരു മതിലായിരിക്കാനാ. പക്ഷെ ജീവിതത്തിന്റെ കുത്തൊഴുക്കിനകത്ത് എവിടൊക്കെയോ എനിക്ക് തകർച്ച സംഭവിച്ചത് കൊണ്ട് ഈ മതിലുകൾ എന്ത് ചെയ്തു? തകർക്കപ്പെട്ടു പോയി. അതുകൊണ്ട് യെരൂശലേമിന്റെ മതിലുകൾ എന്ത് ചെയ്യണം? പണിയാനിടയായിത്തീരണം. അതിന്റെ തൊട്ട് 10 മുതലുള്ള വാക്യം വായിച്ചാലേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. അവിടെ കിടക്കുന്നത് ഹല്ലേലൂയ, നിന്റെ രക്ഷ എടുത്തു കളയരുത്, രക്ഷയുടെ സന്തോഷം എന്നിൽ എടുത്തു കളയരുത്. നിന്റെ പരിശുദ്ധാത്മാവിനെ എന്ന് പറഞ്ഞ മൊത്തത്തിൽ തകർന്നു കിടക്കുക. രക്ഷയുടെ സന്തോഷം പോയി, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം പോയി, പരിശുദ്ധാത്മാവിന്റെ നിയോഗങ്ങൾ നഷ്ടപ്പെട്ടു. അങ്ങനെ പറയുക എന്നെ പണിയണം. പക്ഷേ ഇത് തന്റെ വ്യക്തിപരമായ കാര്യമാണെങ്കിലും 147-ാം സങ്കീർത്തനത്തിനകത്ത് ദൈവം ഉത്തരം പറഞ്ഞു, യെരൂശലേമിനെ യഹോവ പണിയുന്നു. ഒന്ന് കരമുയർത്തി ഒന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. ഇത് ഒത്തുവാക്യം ഞാൻ പറയല്ല, നമ്മുടെ പണിയുടെ ശ്രേഷ്ഠത എന്നാന്ന് അറിയാൻ വേണ്ടിയാണ്. അപ്പൊ നിങ്ങൾ നോക്കിയാൽ ഒന്നാമത് ദൈവം പണിയുന്നത് യെരൂശലേമിനെയാണ്. അതങ്ങനെയല്ല ദൈവമക്കളെ. ഈ ലോകം നിങ്ങൾ ശ്രദ്ധിക്കണേ, ഈ ലോകത്തിന്റെ സാമ്രാജ്യങ്ങളെ തിരിച്ചു പഠിപ്പിക്കുന്നത് 1 തിയോക്രസി, 2 ഓട്ടോക്രസി, 3 ബ്യൂറോക്രസി, 4 ഡെമോക്രസി, 5 കോസ്മോക്രസി. അതായത് ലോക ഭരണ സംവിധാനങ്ങളെ 5ആയി തിരിച്ചാണ് പഠിപ്പിക്കുന്നത്. ഒന്നാമത്തത് തിയോക്രസിയാണ്. തിയോസ് എന്ന് പറഞ്ഞാൽ ദൈവം, തിയോക്രസി എന്ന് പറഞ്ഞാൽ ദൈവാധിപത്യ ഭരണം. തിയോക്രാറ്റിക് നേഷൻ എന്ന് പറഞ്ഞാൽ ദൈവാധിപത്യ ഭരണം. ഞാൻ അവിടെ നിൽക്കുക, എന്തോ കർത്താവ് ഒരു വചന വെളിപ്പാടുകളിലേക്ക് എന്നെ കൊണ്ടുപോകുന്നു. അതിലേക്ക് നമുക്ക് പിന്നെ വരാം. അപ്പൊ 1 തിയോക്രാറ്റിക് നേഷനാണ്, അത് 1 തിയോക്രസി. രണ്ടാമത് ഓട്ടോക്രസിയാണ്. ഓട്ടോക്രസി എന്ന് പറഞ്ഞാൽ സ്വച്ഛാധിപത്യ ഭരണം എന്ന് പറഞ്ഞാൽ രാജഭരണങ്ങൾക്ക് പറയുന്ന വാക്കാണത് ഓട്ടോക്രസി. മൂന്നാമത്തത് ബ്യൂറോക്രസി, ബ്യൂറോക്രാറ്റിക് നേഷൻ എന്ന് പറഞ്ഞാൽ ഉദ്യോഗസ്ഥ ഭരണങ്ങളാണ്, ഉദ്യോഗസ്ഥ ഭരണങ്ങൾ. നാലാമത്തെ നമുക്ക് കാണാപ്പാടമാണ് ഫോർ ദ പീപ്പിൾ ബൈ ദ പീപ്പിൾ എന്ന് പറയുന്ന
ജനാധിപത്യ ഭരണം, ഡെമോക്രസി. എന്നാൽ നമ്മൾ ആരും കണ്ടിട്ടില്ലാത്തൊരു ഭരണം വരാൻ പോവുകയാണ്. അതിന്റെ പേര് കോസ്മോക്രസി എന്നാണ്. അല്ലെങ്കിൽ വൺ വേൾഡ് ഗവൺമെന്റ്, അല്ലെങ്കിൽ ആന്റി ക്രൈസ്റ്റിന്റെ ഭാഷ. അതായത് ലോക ഭരണ സംവിധാനങ്ങൾ ഇത്രമേറിയില്ല. ഇതൊക്കെ പറയുമ്പോൾ യഥാർത്ഥത്തിൽ യെരൂശലേമിനെ നമ്മളത് പഠിച്ചല്ല, ഇസ്രായേൽ എന്ന് പറയുന്ന ജാതിയെ നമ്മളത് പഠിച്ചു നോക്കിയേ. ഈ ഭരണ സംവിധാനങ്ങൾക്കൂടൊക്കെ കടന്നു പോകേണ്ട ജാതിയാണേത്. അവർ ഓൾറെഡി 4 കഴിഞ്ഞു, ഇനി 5ാമത്തത് കാണാൻ പോവുകയാണ്. അവർ ഒന്നാമത്തെ ശ്രദ്ധിക്കണം, ഭൂത ഒന്ന് ആവർത്തിക്കുന്നു. ആത്മീയ ശുശ്രൂഷ ആയതുകൊണ്ട്, ഉപവാസ പ്രാർത്ഥന ആയതുകൊണ്ട്. ഒന്നാമത് അവര് തിയോക്രാറ്റിക് നേഷൻ ആയിരുന്നു. എന്തായിരുന്നു തിയോക്രാറ്റിക് നേഷൻ? നമുക്കറിയാമല്ലോ, അവരുടെ രാജാവെന്ന് പറയുന്നത് ദൈവമായിരുന്നു അല്ലേ. ഇസ്രായേലിന്റെ രാജാവ് ആരാണ്? ഉറക്കെ പറ. ഇസ്രായേലിന്റെ രാജാവ് ആരാണ്? ദൈവമാണ്. ഒരു ദൂത കർത്താവിനെ നിർബന്ധിക്കുന്നത് പറഞ്ഞിട്ട് ഞാൻ വരാൻ വേണ്ടിയാ. അവരുടെ രാജാവ് ദൈവമാണ്. നോക്കിയ നമ്മള് മോശയെ കൂടെ, അബ്രഹാം തൊട്ടെടുക്കാൻ സമയമില്ല, മോശയെ കൂടെ വന്നപ്പോ മോശ ജനനായകനാണെങ്കിലും മോശ ജനനായകനായി വന്ന മോശ 40 വർഷം ഇസ്രായേൽ ജനത്തെ നടത്തി. അവസാന ആവർത്തന പുസ്തകം അവസാന ഭാഗത്ത് താൻ പാട്ട് പാടുമ്പോ അവൻ കല്ലരിയ മോശ പറഞ്ഞൊരു വാക്യങ്ങളുണ്ട്. കാരണം ഈ ആവർത്തന പുസ്തകം അവസാനമായപ്പോൾ ഈ പിള്ളാര് ഭൂരിപക്ഷം മരുഭൂമി ജനിച്ചതാ. എവിടെ ജനിച്ചതാ? ഉറക്കെ പറഞ്ഞ് മരുഭൂമി ജനിച്ചതാ. കാരണം ഇറങ്ങി തിരിച്ചതിൽ എണ്ണപ്പെട്ടവരെല്ലാം എന്ത് ചെയ്തു? 2 ഒഴിച്ച് ബാക്കിയല്ല, 3 ഒഴിച്ച് ബാക്കിയെല്ലാം പോയി. മോശയും കാലേബും യോശുവയും ഒഴിച്ച് ബാക്കിയെല്ലാം എന്ത് ചെയ്തു? പട്ടുപോയി. പിന്നെ ജനിച്ചതൊക്കെ എവിടത്തെയാണ്? മരുഭൂമിയിലെ പിള്ളേരാ. അപ്പൊ അവര് നോക്കുമ്പോ ജനനായകനായ മോശ വടി ഉയർത്തുമ്പോ ചെങ്കടൽ ഉണ്ടാകുന്നു, വടി കൊണ്ട് അടിക്കുമ്പോ പാറ വിളരുന്നു. ഇവർ നോക്കുമ്പോ അപ്പച്ചനും പടകനെ കൊളോക്കില, അപ്പച്ചനും അപ്പച്ചന്റെ വടി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? അപ്പൊ പിള്ളേര് ചിന്തിച്ചത് ഈ അപ്പച്ചനാ ഞങ്ങളെ എന്ത് ചെയ്യുന്നത്? ശ്രദ്ധിക്കരുതല്ലേ, അപ്പച്ചനാണ് ഞങ്ങൾ എന്ത് ചെയ്തത്? നമ്മുടെ നാട്ടിലൊക്കെ വന്നവരല്ലേ, അതുകൊണ്ട് അപ്പച്ചനൊക്കെ വാക്കുന്നല്ല, അപ്പച്ചനാണ്. കാരണം അന്ന് 120 വയസ്സാകിയ അപ്പച്ചനാണ് ഞങ്ങളെ നടത്തിയത്. മോശയ്ക്ക് കാര്യം മനസ്സിലായി. ഈ പോക്ക് പോയാൽ ദൈവിക ദർശനം വിട്ട് പിള്ളേരെന്ത് ചെയ്യും? ജനനായകനിലേക്ക് തിരിവെന്നറിഞ്ഞുകൊണ്ട് മോശ തന്റെ വിടവാങ്ങൽ പാട്ട് പാടുമ്പോ അവിടെ പറഞ്ഞൊരു വാക്കിങ്ങനെയാണ്: ഹല്ലേലൂയ, യെശൂരൂന്റെ ദൈവത്തെ പോലെ മറ്റൊരുവനുമില്ല, അവൻ മേഘാരൂഢനായി ഇറങ്ങി വരുന്നെന്ന് പറഞ്ഞിട്ട് പുരാതന ദൈവം നിന്റെ സങ്കേതം കീഴെ ശാശ്വത ഭുജങ്ങളുണ്ട്. ഒന്ന് ശ്രോത്രം പറയാൻ പറ്റുന്നതിന് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ നമ്മുടെ ചിന്ത എന്താണെന്നറിയാമോ? സഭാ പണിയാണ്. ഒന്ന് കരമുയർത്തി ശ്രോത്രം പറ. നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കല്ല. ഇന്ന് കർത്താവ് എന്തെങ്കിലും ഇതിനകത്തെന്ന് പറഞ്ഞാൽ, ഞാൻ എന്റെ യേശുവിന്റെ ക്രൂശിൽ മറഞ്ഞാ നിൽക്കുന്നത്, എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ അത് അല്ലെങ്കിൽ കർത്താവ് പറയേണ്ടതേ പറയൂ. ഒന്ന് ശ്രോത്രം പറഞ്ഞാട്ടതിന് എന്ന് പറഞ്ഞാൽ അപ്പച്ചൻ പറഞ്ഞ വാക്കെന്നാന്നറിയാമോ? എന്റെ കുഞ്ഞുങ്ങളെ ഞാനല്ല നിങ്ങളെ നടത്തിയത്. നിങ്ങൾ നോക്കിയപ്പോ ഞാൻ വടി ഉയർത്തി, ഞാൻ വടി താത്തു, ഇതൊക്കെ ചെയ്തതേ കണ്ടുള്ളൂ. പക്ഷെ നിങ്ങളെ നടത്തിയത് ആരല്ല? ഞാനല്ല, നിങ്ങളെ നടത്തിയവനാണ് പുരാതനായ ദൈവം. നിങ്ങളുടെ സങ്കേതം കീഴെ ശാശ്വത ഭുജങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ ഈ 40 വർഷത്തെ മരുഭൂവാസത്തില് നിങ്ങളെ നടത്തിയത് ഒരു മോശ എന്ന് പറയുന്ന ജനനായകനല്ല, അഹരോൻ എന്ന് പറയുന്ന മഹാപുരോഹിതനല്ല, മിരിയാം എന്ന് പറയുന്ന പ്രവാചകിയല്ല, അതിനപ്പുറത്ത് യോശുവ എന്ന് പറയുന്ന സൈന്യാധിപനല്ല നടത്തിയത്. പുരാതനായ ദൈവമാണ് നിങ്ങളെ നടത്തിയത്. ഒന്ന് കരമുയർത്തി ഒന്ന് ശ്രോത്രം പറയാൻ പറ്റുമോ? എത്ര പേർക്ക് പറയാൻ പറ്റും? ഈ പട്ടണത്തിൽ നമ്മെ നടത്തിയത് ഒരു പാസ്റ്ററല്ല, ഒരു പ്രവാചകനല്ല, ഒരു അപ്പോസ്തലനല്ല. നമ്മെ നടത്തിയത് നമ്മുടെ ദൈവം തന്നെയാണ്. എത്ര പേർക്കൊന്ന് കരമുയർത്തി ഒന്ന് ശ്രോതത്ത്. ഞാൻ അല്ലെ സമയത്തിന്റെ പരിമിതി കൊണ്ടും എന്നെക്കാൾ അനുഭവമുള്ള കർത്തൃത്വന്മാരുള്ളതുകൊണ്ട് ഞാൻ വിവരിക്കാൻ താല്പര്യപ്പെടുന്നില്ല. എന്തുകൊണ്ടോ ആ ഗോഡ് ഓറിയന്റഡ് ലൈഫിൽ നിന്ന് ഏതൊക്കെയോ അല്ലെങ്കിൽ പേഴ്സണൽ ഓറിയന്റഡ് ലൈഫിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക? തെറ്റിദ്ധരിക്കല്ലേ? ഗോഡ് ഓറിയന്റഡ് ലൈഫിൽ നിന്ന് ഒരു പേഴ്സണൽ ഓറിയന്റഡ് ലൈഫിലേക്ക് നമ്മൾ എന്തുകൊണ്ടിരിക്കുക? നമ്മൾ മാറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒന്ന് പറ. കർത്താവ് മുമ്പേ കർത്താവിന്റെ വലിയ ദാസനോട് പ്രാർത്ഥിച്ചത് കേട്ടൂടെ വന്നത്? ഞങ്ങൾ നിങ്ങളിലേക്ക് ഒന്ന് മടങ്ങി വരേണ്ടതിന്, ഞങ്ങളെ നിങ്ങളിലേക്ക് ഒന്ന് മടങ്ങി വരുത്തണമേ. പണ്ടത്തെ പോലെ ഒരു നല്ല കാലം, ഒന്ന് ശ്രോത്രം പറയാൻ പറ്റുമോ? പണ്ടത്തെ പോലെ ഒരു നല്ല കാലം. ഞാൻ മടങ്ങി വരാൻ നമുക്ക് കഴിയില്ല കേട്ടോ. അല്ല, മടങ്ങി വരാൻ നമുക്ക് കഴിയില്ല. തമ്പുരാൻ വിചാരിക്കണം മടക്കി വരുത്തണമെങ്കിൽ. ആശയം മനസ്സിലായില്ല? നമ്മൾ ദൈവം മാറിപ്പോയാൽ, എന്റെ വിഷയമല്ലെങ്കിൽ ദൈവം മാറി നിന്നാൽ നമ്മൾ എത്ര വിചാരിച്ചാലും മടങ്ങി വരാൻ കഴിയില്ല. പട്ടന്റെ പ്രാർത്ഥന ശ്രദ്ധിച്ചു നോക്കിയേ. ഞങ്ങൾ നിങ്ങളിലേക്ക് ഒന്ന് മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ നിങ്ങളിലേക്ക് ഒന്ന് മടക്കി വരുത്തണമേ. കാരണം തമ്പുരാനെ, നീ ഒന്ന് അല്ലെ മടക്കി വരുത്താൻ വിചാരിച്ചാലേ ഞങ്ങൾക്ക് മടങ്ങി വരാൻ കഴിയത്തുള്ളൂ. ഒരു ദൂത കരയുന്നവർക്ക് വേണ്ടി പറയാം, ഇന്ന് ഈ 2025 ദൈവം മടക്കി വരുത്തണമെന്ന് തീരുമാനിച്ചാൽ തടയാൻ കരുത്തുള്ള ഒരു
വരവ് ആഗ്രഹിക്കുന്ന, പണ്ടത്തെ പോലൊരു നല്ല കാലം ആഗ്രഹിക്കുന്ന, ഒരു പുരാതന കാലം ആഗ്രഹിക്കുന്ന, പിതാക്കന്മാരുടെ കാലം ആഗ്രഹിക്കുന്ന, ഭക്തന്മാരോട് കരയുന്നവരോട് പരിശുദ്ധാത്മാവ് ആവർത്തിക്കുക. ദൈവം മടക്കി വരുത്തണം ചിന്തിച്ചാൽ, നിന്റെ തലമുറയെ മടക്കി വരുത്തണം ചിന്തിച്ചാൽ, നിന്റെ കുടുംബത്തെ മടക്കി വരുത്തണം ചിന്തിച്ചാൽ, നിന്റെ ദേശത്തെ മടക്കി വരുത്തണം ചിന്തിച്ചാൽ, ഈ പട്ടണത്തെ മടക്കി വരുത്തണം ചിന്തിച്ചാൽ, തടുക്കാൻ കരുത്തുള്ള ഒരു ശക്തിയുണ്ട്. അത് ഒരിക്കൽ സമയമില്ല. കർത്താവിനെ ഏൽപ്പിച്ച ദൂതല്ല, നമ്മൾ തുടങ്ങി വെക്കുന്നത് നമ്മുടെ ഒത്തിരി ചിന്തകളുണ്ട്. അപ്പൊ പറയാവുന്ന വാക്ക്, അപ്പോ ഇങ്ങനെ എന്തെങ്കിലും മോശ തൊട്ട് പിന്നെ യോശുവയുടെ കാലമായപ്പോൾ ന്യായാധിപ കാലഘട്ടം ആരംഭിച്ചു. ആ ന്യായാധിപ കാലഘട്ടം ശമൂവേൽ വരെ വന്നു. അവരൊക്കെ ന്യായാധിപന്മാരാണെങ്കിലും രാജാവാരായിരുന്നു. ഉറക്കെ പറ, ഒരു നല്ല സ്തോത്രം പറ ദൈവമക്കളെ, ബഹുമാനത്തോടെ അല്ല പറ, ഞങ്ങളുടെ രാജാവ് ഞങ്ങളുടെ ദൈവം തന്നെയാണ്. അതെന്ന് വരെ നമ്മൾ സമ്മതിക്കുന്നില്ല, അന്ന് വരെ തമ്പുരാൻ മാറി തന്നെ നിൽക്കും. ഒന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. അല്ലെങ്കിൽ ശ്രദ്ധിക്കണേ വന്നു. എന്നാൽ ശമൂവേലിന്റെ കാലം വന്നപ്പോ എനിക്ക് സമയത്തിന്റെ കർത്താവിനെ ഏൽപ്പിച്ച ദൂത് പറയാനാ. അല്ല, ശമൂവേലിന്റെ കാലം വന്നപ്പോഴത്തേക്ക് ജനം പറഞ്ഞു, ജാതികൾക്ക് രാജാവ്, കാണാൻ പാടാ ഹിസ്റ്ററിയാ, ജാതികൾക്ക് രാജാവ് ഉള്ളത് പറഞ്ഞ് ഞങ്ങൾക്ക് ആരെ വേണം? രാജാവിനെ വേണം. ഉടനെ ശമൂവേൽ മുഷിഞ്ഞു. അറിയാത്തവർക്ക് വേണ്ടിയാ കേട്ടോ ഭാഗം, അറിയുന്ന എല്ലാവരും ഒരു ഭൂരിപക്ഷക്കാർക്കും അറിയാം. അല്ലെ, ശമൂവേൽ മുഷിഞ്ഞു. കോപിച്ചപ്പോൾ ദൈവം ചോദിച്ച ചോദ്യം, ശമൂവേൽ നീ എന്തിനാ മുഷിഞ്ഞേ? നിന്നെ വേണ്ടെന്നല്ലോ പറഞ്ഞത്, എന്നെ വേണ്ടെന്നല്ലേ പറഞ്ഞു. സത്യം പറഞ്ഞ അലറി കരയേണ്ട വാക്കാണ് ഈ വാക്ക്. ജനം പറഞ്ഞപ്പോ അല്ലെങ്കിൽ ദൈവമാ കോപിക്കേണ്ടത്. സത്യം പറഞ്ഞ അപ്പന്റെ ഉൾത്തടം ഇടനെഞ്ച് പൊട്ടിയ ചവർന്നത്. നിന്നെ വേണ്ടെന്നല്ലോ പറഞ്ഞേ. അവർക്ക് പ്രവാചകനെ വേണം, ആരെ വേണ്ട? ഒന്ന് കരവിലത്തിന് ശ്രോത്രം പറഞ്ഞ ഞാന് ഒന്ന് കട്ട് ചെയ്തോട്ടെ, ഉപവാസ പ്രാർത്ഥന ആയതുകൊണ്ട്. അല്ലെങ്കിൽ ആ സ്വരം ഒന്ന് കട്ട് ചെയ്ത് ഞാൻ ഈ കഴിഞ്ഞ ദിവസം ചിന്തിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞു. ദൈവം നിലവിളിച്ചൊരു സങ്കീർത്തനമുണ്ട് കേട്ടോ. ദൈവം നിലവിളിച്ചത് അത് ടോപ്പിക്ക് വിട്ടുപോകല്ല, ഇവിടെ ദൈവത്തിന്റെ നിലവിളി വന്നതുകൊണ്ടാ. ദൈവം നിലവിളിച്ചൊരു സങ്കീർത്തനമുണ്ട്. ഏത് സങ്കീർത്തനം അറിയാമോ? 81 സങ്കീർത്തനമാണ്. അവിടെ പറഞ്ഞൊരു വാക്ക് എടുക്കണ്ട. അല്ല, ഇങ്ങനെയാണ്, അയ്യോ എന്റെ ജനം, അയ്യോ എന്റെ ജനം. വിളി കണ്ടില്ലേ? അയ്യോ എന്റെ ജനം എന്റെ വാക്ക് കേൾക്കുകയും ഇസ്രായേൽ എന്റെ വഴികളിൽ നടക്കുകയും ചെയ്തുവെങ്കിൽ കൊള്ളായിരുന്നു. ദൈവത്തിന്റെ നിലവിളി കേട്ടോ. ഇതൊക്കെ പറഞ്ഞിട്ട് ഞെട്ടിപ്പോകുന്ന ഒരു കാര്യം ഇതാണ്. അങ്ങനെയെങ്കിൽ പല കാര്യങ്ങൾ പറഞ്ഞിട്ട് അവർ ശത്രുക്കളെ ഞാൻ കീഴ്പ്പെടുത്തുവാന്ന് പറഞ്ഞ അവസാനം പറയുന്നത്, അങ്ങനെയെങ്കിൽ ഞാൻ മേൽത്തരമായ കോതമ്പ് കൊണ്ട് അവരെ പോഷിപ്പിക്കുമായിരുന്നു, പാറയിൽ നിന്നുള്ള തേൻ കൊടുത്ത് അവരെ തൃപ്തിപ്പെടുത്തുമായിരുന്നു. എന്തോ ഒരു പ്രൊവിഷൻ ദൈവാത്മാവിടപെടുന്നു. എന്താ പറഞ്ഞത്? എന്റെ ജനം എന്റെ വാക്ക് കേൾക്കുകയും ഇസ്രായേൽ എന്റെ വഴികൾ നടക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ ഞാൻ മേത്തരമായ കോതമ്പ് കൊടുത്ത് അവരെ പോഷിപ്പിക്കും. പാറയിൽ നിന്നുള്ള ഇസ്രായേൽ ജനത്തിന് മരുവാസമായ വിഷയം കേട്ടോ. അങ്ങനെയാണെങ്കിൽ മന്ന പറഞ്ഞ് സന്തോഷിക്കുന്ന, പാറയിലെ വെള്ളം പറഞ്ഞ് സന്തോഷിക്കുന്ന ഇസ്രായേല് യഥാർത്ഥത്തിലെ ദൈവത്തിന്റെ പ്രൊവിഷൻ ഇതല്ലായിരുന്നു. നിങ്ങൾ എന്നോട് പണങ്ങല്ലേ, എല്ലാവരും ബഹുമാനിച്ചോണ്ട. യഥാർത്ഥത്തിൽ പ്രൊവിഷൻ ഇതല്ലായിരുന്നു, അനുസരണം കെട്ടവന്റെ പ്രൊവിഷൻ ആയിരുന്നത് അല്ലേ? ആ മകന വെളിപ്പാട് വെച്ചതല്ലേ? അനുസരണം കെട്ടവന്റെ പ്രൊവിഷൻ ആയിരുന്നു പാറയിലെ വെള്ളവും മന്നയും. അങ്ങനാണെങ്കിൽ അനുസരിച്ചായിരുന്നെങ്കിലോ, അനുസരിച്ചായിരുന്നെങ്കിലോ അല്ലെങ്കിൽ തേൻ നിനക്ക് ദൈവം തരുമായിരുന്നു. ഇതിനേക്കാൾ മെച്ചമായത് സംശയിക്കല്ലേ? ഈ വെള്ളം കൊടുക്കാൻ കഴിയുന്നവന് തേനും പാറയിൽ നിന്ന് കൊടുക്കാൻ കഴിയും. എത്ര പേർക്ക് ശ്രോത്രം പറയാൻ പറ്റും? ഹല്ലേലൂയ. ഇതിനകത്ത് നമ്മുടെ ഉപവാസ പ്രാർത്ഥനയുടെ അല്ലെങ്കിൽ ഈ പകൽക്കാലം അസാധാരണമായ ചില സ്പിരിച്വൽ പോർഷനുകൾ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ ഇതുവരെ പ്രാപിച്ച അഭിഷേകമല്ല, ഇതുവരെ പ്രാപിച്ച നിയോഗമല്ല, ഇതുവരെ പ്രാപിച്ച വചന വെളിപ്പാടല്ല, ഇതുവരെ പ്രാപിച്ച ദൈവകൃപയല്ല, അതിനപ്പുറം തരാൻ കരുത്തുള്ള ദൈവത്തെ സേവിക്കുന്നത് വിശ്വാസ സ്തോത്രം പറഞ്ഞു. ശ്രദ്ധിക്കണം. ഞാന് ഈ ഇടയ്ക്കൊരു വാക്ക് സ്വരം ഈ ഇന്നത്തെ കാലഘട്ടത്തിലൊക്കെ പ്രസംഗിക്കുമ്പോൾ നമ്മൾ സൂക്ഷിച്ച് പ്രസംഗിക്കണം. അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം ഞാൻ വലിയൊരു മീറ്റിംഗ് കടന്നുപോയി. സ്വതം ഇത് റെക്കോർഡ് ചെയ്ത് ലൈവ് പോകുന്നെങ്കിലും പറയുക. സ്വതം വലിയൊരു മീറ്റിംഗിൽ കടന്നു പോയപ്പോൾ വലിയൊരു CMC-യിൽ അവിടുത്തെ ഒരു ഡോക്ടറിന്റെ ഹസ്ബൻഡ്, അദ്ദേഹം ഒരു മറൈൻ എഞ്ചിനീയറാണ്, അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്തും കൂടെ. സ്വതം അന്ന് ഞാൻ അവിടുത്തെ മീറ്റിംഗ് കഴിഞ്ഞിട്ട് വൈകിട്ട് അവിടെ വിശ്രമിച്ചിട്ട് അന്ന് രാത്രി ഞാൻ വിജയവാഡയ്ക്ക് പോവുക. സ്വതം ഇപ്പൊ രാത്രി 2 o'clock എനിക്ക് നൈറ്റ് 2 o'clock എനിക്ക് ട്രെയിന്. സോ അന്ന് രാത്രി അപ്പോൾ ഉറങ്ങാതിരിക്കാൻ വേണ്ടി ഞങ്ങളിങ്ങനെ ഞാനും ആ മറൈൻ എഞ്ചിനീയറും കൂടെ പല കാര്യങ്ങളും സംസാരിച്ചു. അദ്ദേഹം അടുത്ത സുഹൃത്താണ്, എൻ്റെ പഴയ വിശ്വാസിയാണ്. അപ്പൊ ഞങ്ങളിങ്ങനെ സംസാരിച്ചപ്പോൾ അദ്ദേഹം മറൈൻ എഞ്ചിനീയറാണ്. സോ അപ്പൊ അദ്ദേഹത്തിന്റെ ഇതിൽ നിന്ന് അദ്ദേഹം ചോദിച്ചൊരു ചോദ്യം ഇതാ,
അല്ലെ ഈ രാവിലെ ഒരു പ്രൊവിഷൻ ആഗ്രഹിക്കുന്ന ഒരു ശ്ലോകം പറ, ഒരു ഡിവൈൻ പ്രൊവിഷൻ ആഗ്രഹിക്കുന്ന ഒരു ശ്ലോകം പറ. എന്റെ മെസ്സേജ് എന്റെ ഇത് പോയി. എന്നാൽ ഇതൊക്കെ സഭാപണിക്കകത്തുള്ള കാര്യങ്ങളാണ്. ഇതൊക്കെ അവസാനം മനസ്സിലാകും. ഇതുവരെ പ്രാപിച്ച ഒരു അഭിഷേകം എനിക്ക് പോരാ. ഇതുവരെ പ്രാപിച്ച, ഞാൻ ഭൗതികമൊന്നുമല്ല പറഞ്ഞത് കേട്ടോ, ആത്മീയതയാണ്. അവരെ അനുഗമിച്ച ആത്മീയപാറയിൽ അവർ കുടിച്ചല്ലോ. ആ പാറ ക്രിസ്തുവാണ്, ആത്മനദിയ സ്വരം. അങ്ങനെ ഇന്ന് രാവിലെ വന്ന പ്രിയപ്പെട്ടവരെ, കർത്താവ് ഇതുവരെ പകരാത്തൊരു അഭിഷേകം, ഇതുവരെ പകരാത്തൊരു നിയോഗം, ഇതുവരെ പകരാത്തൊരു ആത്മമണ്ഡലം ഇന്ന് രാവിലെ ഈ സന്ദേശത്തിൽ പകരുമെന്ന് വിശ്വസിക്കുന്നവർ ഒന്ന് കരമടിച്ച് കർത്താവിന് സ്തോത്രം കൊടുക്കട്ടെ. ദൈവാത്മാവ് ശക്തമായിട്ട് ഇടപെടുക. ഇതുവരെ നീ പ്രാപിച്ചിട്ടില്ലാത്ത, ഇതുവരെ നീ കണ്ടിട്ടില്ലാത്ത ഒരാത്മമണ്ഡലത്തെ കർത്താവ് തുറക്കാൻ ആഗ്രഹിക്കുക. ഒരു വെളിപ്പാടിന്റെ മേഖലയെ കർത്താവ് തുറക്കാൻ ആഗ്രഹിക്കുക. പറയുന്ന വാക്ക് അതിനോട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് ഓടിക്കയറണം. ഒരു ചിന്തയിലാണ് ഞാൻ നിൽക്കുന്നത്. അത് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ യഥാർത്ഥത്തിൽ ദൈവത്താൽ പണിയുന്ന 7 കാര്യങ്ങളുണ്ട്. എത്രയുണ്ട്? ദൈവത്താൽ മാത്രം പണിയുന്ന. അതിൽ ഒന്നാമത്തെ കാര്യത്തിൽ നമ്മൾ എത്തിയിട്ടുള്ളൂ. ആ 7 കാര്യം പറഞ്ഞിട്ട് വേണം. അതിനകത്ത് ഒരു കാര്യമാണത്, ഞാൻ എൻ്റെ പണി. അത് അതിനകത്താണ് വരേണ്ടത്. അപ്പൊ ഇത്രയും കയറി വന്ന് വേണം നമുക്ക് സന്ദേശം നിർത്താൻ. മാക്സിമം വരില്ലെങ്കിൽ ഞാൻ ഇടയ്ക്ക് കട്ട് ചെയ്ത് വാക്യത്തിലേക്ക് കയറും. പറയാൻ വന്ന ഇദ്ദേഹം എന്നോട് ചോദിച്ചു, ഭാഷ എനിക്കൊരു സംശയം, നല്ലൊരു ആത്മീയന പ്രാർത്ഥനാ മനുഷ്യനാണ്, കർത്താവിന് വേണ്ടി എന്നും ട്രാക്ടർ കൊടുക്കുന്ന ദൈവദാസനാണ്. അദ്ദേഹം പറഞ്ഞൊരു വാക്ക്, ഭാഷ എനിക്കൊരു സംശയമുണ്ട്. ഞാൻ എന്നാ ചോദിച്ചു, ഭാഷ ജനം എത്ര ഉണ്ട്? ഇസ്രായേൽ ജനം മരുഭൂവാസത്തിൽ എത്ര ഉണ്ട്? 30 ലക്ഷത്തോളം നമ്മുടെ കണക്കനുസരിച്ച് അല്ലേ, ഏകദേശം 30 ലക്ഷം ജനം. ആ 30 ലക്ഷം ജനത്തിന് കുറഞ്ഞ പക്ഷെ ഒരു 60 ലക്ഷം കന്നുകാലിയില്ലേ? നമ്മൾ ജനം കുടിച്ച കാര്യമേ എന്ത് ചെയ്തുള്ളൂ? നിങ്ങൾക്ക് മനസ്സിലായില്ല? ഒന്ന് ചിന്തിക്കാൻ വേണ്ടിയാ. നമ്മളെപ്പം പറഞ്ഞാലും ജനം കുടിച്ച കാര്യം പറഞ്ഞുള്ളൂ. ജനം മാത്രമല്ല കുടിച്ച, കന്നുകാലി പട്ടിണിയായിരുന്നു. ഈ സകല കന്നുകാലി കുറഞ്ഞത് ഒരു 60 ലക്ഷം കന്നുകാലി ഉണ്ടെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ നമ്മൾ കുടിച്ച കൂടി വന്ന 2 ലിറ്റർ, കന്നുകാലി കുടിക്കുന്ന 2 ലിറ്ററാണ്. അത് മരുഭൂമി. ഒന്ന് ഇത് ചിന്തിക്കാൻ വേണ്ടിയാണ്. അപ്പൊ അദ്ദേഹം എന്നോട് ചോദിച്ചത്, ഞാൻ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി. ആ ഒരു വെളിപ്പാട് ഗോത്രം നമ്മൾ പ്രസംഗിക്കുമ്പോൾ ജനങ്ങൾ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നമ്മൾ കുടിച്ചാൽ കൂടി വന്നാൽ അത് മരുഭൂമിയിലെ യാത്രയല്ലേ, 2 അത് കൂടുതൽ കുടിക്കും. അപ്പൊ 2 ലിറ്റർ ഉണ്ട്. അപ്പൊ 30 ഗുണം സമയമില്ല. 30 ഗുണം 2 60 ലക്ഷം ലിറ്റർ വെള്ളം ജനത്തിന് മാത്രം കുറഞ്ഞത്. കന്നുകാലിയുടെ കണക്ക് നോക്കിയതുപോലെ കുടിക്കുകയല്ലേ. ഇത്രയും വെള്ളം ഒരു പാറയ്ക്കകത്ത് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടോ? മനസ്സിലായി? ഹോരേബ് എന്ന് പറയുന്ന ഒരു തീക്കൽ പാറയ്ക്കകത്ത് ഇത്രയും, എന്താ പറയുക, ഒരു ദിവസത്തെ ഇത്രയും വേണ്ടേ? ഇവര് കുടിച്ച കണക്ക് പഠിച്ച വർഷങ്ങൾ കുടിച്ച ഇതിനകത്തുനിന്ന്, ഒരു ദിവസം കുടിച്ചത് വർഷങ്ങൾ കുടിച്ചു. അതൊക്കെ കുടിക്കാൻ സമയമില്ല. അതിന്റെ വർഷങ്ങൾ കുടിച്ചു. പിന്നെ ഇവരെത്തപ്പെട്ട സ്ഥലം വന്നപ്പോ വർഷങ്ങൾ കഴിഞ്ഞിട്ട് അടുത്ത സ്ഥലത്ത് ഇരുന്നത് വെള്ളത്തിന്റെ പ്രവേശം വെളിപ്പെടുന്നത്. നിങ്ങൾക്കാർക്ക് ഒരു സന്തോഷമില്ലല്ലോ. അല്ലെങ്കിൽ ഭാഷ എടുത്ത വാക്യത്തിൽ വരുന്നു, അല്ലെ കർത്താവ് ഉപവാസ പ്രാർത്ഥനയാ, അല്ലെ ഞങ്ങളൊന്നും പ്രസംഗിച്ച് ഒത്തുവാക്യം പറഞ്ഞാൽ പോകാൻ പറ്റുകയില്ല. കർത്താവ് മുമ്പോട്ട് കൊണ്ടുപോകാനേ പറ്റത്തുള്ളൂ. ഒന്ന് സ്വോത്രം പറഞ്ഞതിന്. അങ്ങനെയെങ്കിൽ ഇന്ന് രാവിലെ ഒരു ആത്മമണ്ഡലത്തിന്റെ പ്രവേശം വെളിപ്പെടുമെന്ന് വിശ്വസിച്ചുകൊണ്ട് സ്വോത്രം പറ. ഒത്തിരി വെള്ളം തന്നെ ഒരു വലിയ പ്രസംഗ വിഷയമാണ്, മരുഭൂമിയിലെ വെള്ളം. ഞാൻ അതിലേക്ക് വരുന്നു. ഒരു വാക്ക് അപ്പോ ഇദ്ദേഹത്തോട് ഞാൻ പറഞ്ഞൊരു വാക്ക്, എന്റെ പൊന്നു സഹോദരൻ, ഇതൊരു കൊച്ചു പാറയല്ല ഇത്. ഇവരപ്പോൾ നിൽക്കുന്ന സീനായ് പെൻസുലയിലാണ്. എന്താ? സീനായ് പെൻസുല. അതിന്റെ ഒരു ഭാഗമാണ് ഹോരേബ്. എന്റെ മെസ്സേജ് എന്റെ പോയി കേട്ടോ, അല്ലെ അതിന്റെ ഒരു ഭാഗമാണ് എന്ത്? എന്താ? സീനായ് ഉപദ്വീപാണിത്. ആ സീനായ് ഉപദ്വീപിന് ഒരു പ്രത്യേകതയുണ്ട്. അത് മൊത്തം സീനായ് പർവ്വത ശൃംഖലയാണ്. സഹ്യപർവ്വതം പോലെ എന്ന് പറഞ്ഞാൽ നമ്മുടെ തിരുവനന്തപുരത്തിന് അപ്പുറത്ത് നാഗർകോവിൽ തുടങ്ങുന്ന സഹ്യപർവ്വത ശൃംഖല, അത് അവസാനം വെസ്റ്റേൺ ഘാട്ടിന്റെ ഒരു ഭാഗം അവസാനിക്കുന്ന പാലക്കാട്. അവിടെ തീർന്നില്ല, പിന്നെ അങ്ങോട്ട് പോകുന്നുണ്ട്. അത് അത്ര എന്ന് പറഞ്ഞതുപോലെ ഇതൊരു പർവ്വത ശൃംഖലയാണ്. അതിന്റെ ഒരു ഭാഗമായി ഹോരേബ് എന്ന് പറയുന്നത്. അടിച്ചത് അവിടെയാണെങ്കിലും തമ്പുരാൻ തന്റെ ജനം വരുമെന്ന് അറിഞ്ഞുകൊണ്ട് ഈ തീക്കൽ പാറയ്ക്കകത്ത് ജലതടാകത്തെ ഒരുക്കി വെച്ച് അത് ഫില്ല് ചെയ്തിട്ട ദൈവത്തെയാണ്. ഒന്ന് കരമുയർത്തി ഒന്ന് സ്തോത്രം പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ വെറുതെ അല്ല വിളിച്ചടയ്ക്കത്. അല്ലെങ്കിൽ ഒരു പർവ്വത ശൃംഖലയ്ക്കകത്ത്, നമ്മുടെ ഭാഷ പറഞ്ഞാൽ ഒരു ഡാം അതിനകത്ത് കെട്ടി വെള്ളം നിറച്ചിട്ട് തന്റെ ജനത്തിന് വേണ്ടതൊക്കെ കരുതാൻ കരുത്തുള്ള ദൈവത്തെ സേവിക്കുന്നെങ്കിൽ ഒന്ന് പറ. എന്തോ ദൈവാത്മാവിന്റെ വെളിപ്പാടിടപെടുന്നു. തലമുറകളുടെ ചില ഭാവിയോട്, ചില ജോലികളോടുള്ള ബന്ധത്തിൽ ഭാരപ്പെടുന്നതിനകത്തുണ്ട്. നിങ്ങളുടെ ജോലിയല്ല, തലമുറകളുടെ ജോലി. ദൈവാത്മാവ് ഇടപെടുന്നു. അതിന്മേലൊരു പ്രൊവിഷൻ വെളിപ്പെടുമെന്ന് വിശ്വസിച്ചുകൊണ്ട് കരമുയർത്തി കർത്താവിന് സ്തോത്രം പറയുന്നു. നമ്മുടെ വിഷയത്തിലേക്ക് നമ്മൾ ഓടിക്കേറുക. അതിനകത്ത് ഒത്തിരി
ചിന്തയുണ്ട് കേട്ടോ. നമ്മുടെ ഒരു വാക്കൂടെ നിങ്ങൾക്ക് ഒരു പരമ്പരയുണ്ട്. പ്രൊഫഷന്റെ രണ്ടാമത്തെ നമ്മുടെ ഒരു ഭാഗം ഈ മാറയിലെ വെള്ളത്തിനൊരു പ്രശ്നമാണ് എന്നാ പറ, കയ്പ. ദൈവം മോശ അവിടെ വന്നപ്പോൾ നിലവിളിച്ചു. നിങ്ങളൊന്ന് ബലപ്പെട്ടിട്ട് അടുത്ത ചിന്തയിലേക്ക് വരാം. മോശ അവിടെ വന്നപ്പോൾ നിലവിളിച്ച് പറഞ്ഞു, കർത്താവേ വെള്ളം ഇഷ്ടം പോലുണ്ട്, പക്ഷെ എന്നാ കയ്പ. ദൈവം പറഞ്ഞു അതിനെന്നാ പ്രശ്നം. അതിന്റെ അടുത്തൊരു മരവും കൂടെ ഞാൻ ചെയ്തിട്ടുണ്ട്, പറ, വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ആ മരത്തിന്റെ ഒരു കൊമ്പ് വെട്ടി അതിനകത്തിട്ട് വെള്ളം മധുരമാവും. അങ്ങനെ മരത്തിന്റെ കൊമ്പ് വെട്ടിയിട്ട് വെള്ളം എന്തായി? അപ്പോ ഈ വെള്ളം കയ്പാന്ന് അറിഞ്ഞുകൊണ്ട് ദൈവം ഒരു മരം അവിടെ നേരത്തെ എന്ത് ചെയ്തു? ഇതൊക്കെ നമ്മൾ സ്ഥിരം കേൾക്കുന്ന കാര്യമാണ്. അല്ല, മരം ദൈവം വെച്ച് പിടിപ്പിച്ചു. അങ്ങനെ നമ്മുടെ ദൈവത്തോട് നമുക്കൊന്ന് ചോദിക്കാം, എന്റെ കർത്താവ് ആ മരം വെച്ച് പിടിപ്പിച്ച സ്ഥാനത്ത് ഈ വെള്ളം അങ്ങ് മധുരമാക്കിയ പോലെ. നിനക്ക് മനസ്സിലായി? ഈ മരം വെച്ച് പിടിപ്പിച്ച സ്ഥാനത്ത് വെള്ളം കയ്പാന്നറിഞ്ഞ് ആ മരുഭൂമി ദൈവം എന്ത് ചെയ്തു? ഒരു മരം വെച്ച് പിടിപ്പിച്ചു. ആ മരം വെച്ച് പിടിപ്പിച്ച ദൈവമേ, ആ മരം വെച്ച സ്ഥാനത്ത് വെള്ളം മധുരമാക്കിയ പോലെ. ദൈവം പറഞ്ഞ വാക്കണ്ട അറിയാമോ? ഞാൻ ഈ വെള്ളത്തെ മധുരമാക്കിയാലേ ഈ മരുഭൂമിയിലെ മരുമൃഗങ്ങൾ ഇഷ്ടംപോലുണ്ട്. മരുഭൂമിയിൽ ഈ മൃഗങ്ങളെല്ലാം കൂടെ ഒന്ന് മാറി വന്ന് കുടിക്കും. കുടിക്കുന്നതിനൊന്ന് കുളിക്കണമെന്ന് തോന്നും. കാരണം മരുഭൂമിയല്ലേ. അല്ല, മൃഗത്തിന് കണ്ണോ കാലമല്ലോ ഉണ്ട്. വേറെ അതെന്ത് ചെയ്യും? കുടിക്കും, അത് കുളിക്കും. അപ്പോ എന്റെ ജനം വരുമ്പോ മൃഗം കുടിച്ചതും മൃഗം കുളിച്ചതുമായതിനകത്ത് എന്റെ ജനം എന്ത് ചെയ്യേണ്ടി വരും? നിങ്ങളാരും ഒരു സ്വപ്നം മരുഭൂമിയിലെ മൃഗം കുടിച്ചതും കുളിച്ചതുമായ വെള്ളം എന്റെ ജനം കുടിക്കേണ്ടി വരും. അതുകൊണ്ട് അത് വേണ്ട, വെള്ളവനും കുടിച്ചത് കൊടുക്കാനല്ല ഞാൻ ജനത്തെ വിളിച്ചത്. നമ്മുടെ ദൈവത്തെ ഒരു സ്വപ്നം പറയുന്നത് അല്ല, വല്ല മൃഗം കുടിച്ചതും വല്ല മൃഗം കുളിച്ചത് കൊടുക്കാനല്ല, എന്റെ ജനത്തിന് ഫ്രഷ് വാട്ടർ കൊടുക്കണം എനിക്ക്. അതുകൊണ്ട് മൃഗം വന്നതൊക്കെ കൈപ്പാതുകൊണ്ട് വന്നതൊക്കെ പോയി. പക്ഷെ അതിനകത്ത് ആരോടൊക്കെ ദൈവാത്മാവ് ഇടപെടുന്നു? മറ്റൊരുവന് വേണ്ടി ഒരിക്കലല്ല, ഒരു സംതിങ് സ്പെഷ്യൽ ഒരിക്കൽ ദൈവം വിശ്വസ്തനാകുന്നു കേട്ടോ. നമ്മൾ ഒന്നാമത്തെ ചിന്തയിലേക്ക് വരിക. അപ്പൊ പറഞ്ഞു വന്നത്, അപ്പൊ മോശയ്ക്ക് കാര്യം മനസ്സിലായി. മോശ ജനത്തിന് താക്കീത് കൊടുത്തു. ഇങ്ങനെ ശമൂവേലിന്റെ കാലം പറഞ്ഞ വാക്കെന്നാണ്. കാരണം ഇത് പല സഭകൾ, ഈ പട്ടണത്തിലെ ദൈവസഭകൾ എല്ലാം കൂടെ നടക്കുന്ന ഒരു മീറ്റിംഗ് ആയതുകൊണ്ട് എവിടൊക്കെ ഒരു ദൂത് കർത്താവിന് കൈമാറാനുള്ളതുകൊണ്ട് ശ്രദ്ധിക്കണേ. അവസാനം പറഞ്ഞ ശമൂവേലെ, നിന്നെ വേണ്ടെന്നല്ലല്ലോ പറഞ്ഞ എന്നെ. അതുകൊണ്ടാണ് പറഞ്ഞത് അല്ലെങ്കിൽ ദൈവത്തിന്റെ നിലവിളി. വേറെ സ്വത്തിൽ പണത്തിന് നമ്മുടെ സർവശക്ത നിലവിളി. ദൈവം തന്നെ നിലവിളിച്ചു. കാരണം ജനം നിങ്ങളാരും വേണ്ടിയില്ലല്ലോ. ഒരു കരവിധത്തിൽ സ്വോത്രം പറ, ഞാൻ വരുന്നു. കാരണം അതുകൊണ്ടാണ് ആക്ട്സ് ചാപ്റ്റർ 30 ഒരു വാക്കുണ്ട്. ദൈവം തന്നെ പറയുന്ന ഒരു വാക്ക്, ഞാൻ 40 വർഷം അവരുടെ സ്വഭാവം സഹിച്ചു. വെരി ഗുഡ്. ആരാ പറഞ്ഞു? 40 വർഷം അവരുടെ സ്വഭാവം സഹിച്ചു. സ്വഭാവം ദൈവം തന്നെ വിളിച്ചു. സമയമില്ല, നിങ്ങളെ പഠിപ്പിക്കുന്നില്ല. അതോടെ പറയാൻ വന്ന വാക്കിലാണ്. നിന്നെ വേണ്ടെന്നല്ല, എന്നെ വേണ്ടെന്ന. അപ്പോൾ ദൈവം പറഞ്ഞൊരു വാക്ക്, അവർക്ക് എന്ത് കൊടുക്കണം? ഒരു രാജാവിനെ കൊടുക്കണം. ദൈവമായതല്ലേ, ഞാനൊരു വാക്ക് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, അല്ലെങ്കിൽ ഞാൻ 2 ദിവസം 2 സെക്ഷനിൽ പറഞ്ഞു. ഞാൻ ജനിക്കുന്നതിന് മുമ്പ് പ്രസംഗം തുടങ്ങിയ അഭിഷിക്തന്മാരുടെ മധ്യത്തിലാണ് ഞാൻ നിൽക്കുന്നത്. അവരെ ബഹുമാനിച്ചുകൊണ്ടൊരു വാക്ക് ഞാൻ പറയട്ടെ. അല്ല, ദൈവം എന്ന പേര് വന്നതിന്റെ കാരണം എന്നറിയാമോ? ദൈവത്തിന്റെ നിലപാടിൽ ഒരു നെല്ലട മാറത്തില്ല. ഒന്ന് കരവിയത്തിന് ശ്രോത്രം പറഞ്ഞോട്ടെ. അങ്ങനെ മാറിയാൽ പിന്നെ ദൈവത്തെ ദൈവം എന്ന് വിളിക്കാൻ പറ്റില്ല. നമ്മളിനി 40 ദിവസം ഇരുന്നാലും അല്ലെങ്കിൽ 40 പ്രാവശ്യം ഇരുന്നാലും ദൈവത്തിന്റെ പ്രൊജക്ട് ഇത് മാറത്തില്ല. മാറേണ്ടത് ദൈവമല്ല, മാറേണ്ടത് നമ്മളാണ്. ഉപവാസം ദൈവത്തെ മാറ്റാനല്ല, ഉപവാസം ദൈവത്തിന്റെ ചിന്ത മാറ്റാനല്ല, ഉപവാസം നമുക്ക് മാറ്റം വരാൻ വേണ്ടിയാ. ഒന്ന് കരവിയത്തിന് ശ്രോത്രം പറയാൻ പറ്റുമോ? അങ്ങനാണെങ്കിൽ ചിന്ത ശ്രദ്ധിക്ക്. പറയാൻ വന്ന വാക്ക് ഉടനെ ദൈവം അവർക്ക് രാജാവിനെ കൊടുത്തു. നമ്മുടെ ചിന്ത പറക്കല്, ഞാൻ യെരൂശലേമിനെ പണിയുമെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു തിയോക്രാറ്റിക് നേഷനിൽ നിന്ന് അവർ ഓട്ടോക്രാറ്റിക് നേഷനിലേക്ക് മാറി. അല്ലെ, ശൗല് തൊട്ടുള്ള രാജാക്കന്മാർ ഇനി അവിടെ ഒന്നും തൊടുന്നില്ല, സഭയില്ല. അത് ഓട്ടോക്രാറ്റിക് നേഷനിലേക്ക് മാറി. അതിനുശേഷം WHS ആന്റണിയുടെ നേതൃത്വത്തിൽ ആ ഭരണത്തിൽ പല കാര്യങ്ങൾ വന്നപ്പോ അത് ഒരു ബ്യൂറോക്രാറ്റിക് നേഷനായി മാറി. എന്നാൽ ഇന്ന് ആ രാജ്യം എന്താണ്? ഒരു ഡെമോക്രാറ്റിക് നേഷനാണ്. ഇനി അടുത്ത സംഭവിക്കാൻ പോകുന്നത് അതൊരു കോസ്മോക്രസിയിലേക്ക് ചെയ്യും. അത് പോകാനാണ്. ചുരുക്കി പറഞ്ഞാൽ രാജ്യങ്ങളും സാമ്രാജ്യങ്ങളും പലതും മാറിയെങ്കിലും പല ഭരണ സംവിധാനങ്ങളിൽ കൂടെ പോയെങ്കിലും ലോകൈക്യ സാമ്രാജ്യങ്ങൾ 4 എണ്ണത്തിനകത്ത് അവർ കടന്നുപോയെങ്കിലും ഒരു കാര്യം ഉറപ്പാ, മെയൂന്യനെ ഇന്ന് കാണാൻ കഴിയില്ല, അമാലേക്കനെ ഇന്ന് കാണാൻ കഴിയില്ല, അത് ലോക ജാതികളെ കാണാൻ കഴിയില്ല. പക്ഷെ ഇസ്രായേൽ എന്ന ആ പുരാതന ജാതി ഇന്നുമുണ്ട്. കാരണം അവനെ പണിതത് അവന്റെ ദൈവം തന്നെയാണ്. ഒന്ന് കരവിയത്തൊരു ശ്രോത്രം പറയാൻ പറ്റുമോ? ഒന്നുകൂടെ മനസ്സിലാകാൻ പറയാം. മെയൂന്യനെ ഒന്ന് കാണിച്ചു തരാമോ? ഇപ്പോ അമാലേക്കനെ ഒന്ന് കാണിച്ചു തരാമോ? ഇങ്ങനത്തെ ഫലസ്തീനെ കാണിക്കാൻ ആ മാനസി പണ്ടത്തെ ഫലസ്തീന, ഇപ്പോഴത്തെ
കാരണം അവനെ ഇങ്ങനെ നിർത്തിയിരിക്കുക. പോട്ടെ, സമയമില്ല സാറോ. ബാക്കിയുള്ള ജാതികൾ പറഞ്ഞുകൊണ്ട് കേട്ടോ, ആ ജാതികളൊക്കെ ഇന്ന് കാണാൻ കഴിയുന്നില്ല. പക്ഷെ അന്നത്തെ പുരാതന ജാതി ഇന്നും ലോകത്തിലുണ്ട്. കാരണം അവനെ പണിതത്, അതാ പറഞ്ഞു ഞാൻ യെരൂശലേമിനെ പണിയുന്നു. ഒന്ന് കരമുയർത്തുന്ന ശ്രോത്രം പറയാൻ പറ്റുമോ? എന്തിനാ പണിതെന്നറിയാമോ? യഹൂദ നല്ലവനായതുകൊണ്ടല്ല, ഇസ്രായേൽ നല്ലതായതുകൊണ്ടല്ല. തന്റെ പുത്രനോട് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിന്നെ ജാതികൾക്ക് രാജാവാക്കി മാറ്റും. അത് ലോകത്തെ ഭരിക്കാൻ, ആ പുത്രനോടൊരു വാക്ക് പാലിക്കാൻ ആ ദേശത്തെ നിർത്തിയിരിക്കുന്നെങ്കിൽ ഒന്നാമത് ദൈവം പണിയുന്നത് യെരൂശലേമിനെയാണ്. ശ്രോത്രം പറയാൻ പറ്റുമോ? സമയമില്ല, ഞാൻ അതുകൊണ്ട് ബാക്കി ഭാഗങ്ങൾ ഓടി നമുക്ക് ഈ വാക്യത്തിലേക്ക് വന്നാൽ അരമണിക്കൂറെങ്കിൽ ഈ ചിന്തയിലേക്ക് വരണം. അപ്പൊ ഒന്നാമത്തെ യെരൂശലേമിനെ പണിതു. രണ്ടാമത് ദൈവം പണിയുന്നത് ആക്ട്സ് ചാപ്റ്റർ 15:16 അവിടെ ഇങ്ങനെ കിടക്കുന്ന അനന്തരം ഞാൻ ദാവീദിന്റെ വീട് പോയ കൂടാരത്തെ പണിയുന്നല്ല, വീണ്ടും പണി, റീബിൽഡിംഗ് ആവുന്നത്. ഞാൻ വീണ്ടും, എനിക്ക് അവർക്ക് നിന്ന് ചിന്തിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അത് ശ്രദ്ധിക്കണേ. അനന്തരം ഞാൻ ദാവീദിന്റെ ആക്ട്സ് ചാപ്റ്റർ 15 നമുക്ക് എല്ലാവർക്കും അറിയാം. അത് യെരൂശലേം കൗൺസിലിന്റെ ഒരു പ്രശ്നം അല്ലേ. യെരൂശലേം കൗൺസിലിന്റെ ചർച്ച വന്നു കഴിഞ്ഞപ്പോ ഫസ്റ്റ് ക്രിസ്ത്യൻ കൗൺസിൽ നടക്കുമ്പോ അവിടെ വന്ന ചർച്ചയ്ക്കകത്ത് വന്ന വാക്കാണ് അനന്തരം ഞാൻ ദാവീദിന്റെ വീട് പോയ കൂടാരത്തെ വീണ്ടും പണി. ഒരിക്കൽ പണിതതാ. നിങ്ങൾ ശ്രദ്ധിച്ചേ, ഒരിക്കൽ പണിതതാ. ചില സമയത്തൊക്കെ ഞങ്ങള് കർത്താവിന്റെ സ്ഥാനാവധികളായി നിന്ന് ചിലപ്പോ പറയേണ്ടി വരും. ഒരിക്കൽ പണിതതാ, പക്ഷെ ആ കൂടാരം പൊളിഞ്ഞു. നിങ്ങൾക്ക് മനസ്സിലായി? ആ കൂടാരം എന്ത് ചെയ്തു? പൊളിഞ്ഞു. തമ്പുരാൻ വിടത്തില്ല, വീണ്ടും പണിയും. ഒന്ന് ദൈവാത്മാവ് നിർബന്ധിക്കുന്നുണ്ടൊരു ഒരു അഭിഷക്ത തലത്തിൽ നിന്നും ചോദിക്കട്ടെ, എന്നോടും കൂടെ, നമ്മളെല്ലാവരോടും കൂടെ, നമ്മൾ ഇറങ്ങിയ കാലത്തെ ആ നിയോഗം ഇന്ന് നമ്മുടെ മേലുണ്ടോ? ആ അഭിഷേകം നമ്മുടെ മേലുണ്ടോ? ആ അന്യഭാഷ നമ്മുടെ മേലുണ്ടോ? ആ കാഴ്ചപ്പാട് നമ്മുടെ മേലുണ്ടോ? ഉപവാസ പ്രാർത്ഥനയല്ലേ? ഒന്ന് പറ, കർത്താവേ ഒരു പണി ഞങ്ങൾ ആത്മാവിൽ ആഗ്രഹിക്കുക. അത് ശ്രദ്ധിക്കണേ. ഈ വീണ്ടും പണി എന്നുള്ള വിഷയത്തോടുള്ള ബന്ധത്തിൽ വേറെ പലത്ത് വാക്യമുണ്ട്. അത് ഒരു വാക്ക് മാത്രം ധ്യാനിച്ചപ്പോ ദൈവാത്മാ പറഞ്ഞ വാക്ക് പറഞ്ഞുവിടാം. നമുക്കറിയാം യിരെമ്യാവിന്റെ ദൈവം കുശവന്റെ വീട്ടിലേക്ക് വിട്ടു. എവിടെ? കുശവന്റെ വീട്ടിൽ. എല്ലാം വിവരിക്കുന്നില്ല, അത് മാത്രം പറഞ്ഞുവിടുക. കുശവന്റെ വീട്ടിൽ ചെന്നു. അവിടെ നോക്കിയപ്പോ കുശവന്റെ ഒരു പാത്രം വരുന്നു. ആ കുശവന്റെ കയ്യിൽ ആ പാത്രം എന്ത് ചെയ്തു? ഉടഞ്ഞു അല്ലേ? ഉടനെ ദൈവം യിരെമ്യാവിനോട് ചോദിച്ചു, ഈ കുശവൻ എന്തോ ചെയ്യും? ഉടനെ അല്ല, യിരെമ്യാവ് ഉണ്ടായിരിക്കും. ദൈവം തന്നെ പറഞ്ഞു, അവൻ അതിനെ ഇനി ഒന്നുകൂടെ ചെയ്യും. ഉറക്കെ പറ, പണി. ഒരു ചിന്ത പറയാം, സമയമില്ല, നിന്ന് നിൽക്കേണ്ട ഭാഗമാണ് സാർ. ഒരു ചിന്ത പറയാം. കുശവന്റെ കയ്യിൽ ഉടഞ്ഞാൽ വീണ്ടും പണിയാം. ചൂളയെ വെച്ചാൽ പണിയാൻ പറ്റുകയല്ല. നിങ്ങളാരും ഒരു സ്വോത്രം പറഞ്ഞില്ല. ഒന്നും കൂടെ ഞാൻ പറയാം. ഈ പാത്രം കുശവന്റെ മൂശ വെച്ചുടഞ്ഞാൽ പണിയാം. എന്നാൽ ചൂളയെ വെച്ചിട്ട് പുറത്തെടുത്താൽ ഒരു കുശവനും എന്ത് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നാട്ടിൽ വരുമ്പോൾ നോക്കണം. നമ്മുടെ വീടിന്റെ പുറത്ത് ഇഷ്ടംപോലെ മൺപാത്രങ്ങൾ പൊട്ടിക്കിടപ്പുണ്ട്. പണ്ടത്തെ ചട്ടി അല്ലെ, നമ്മുടെ മീൻചട്ടിയൊക്കെ അല്ലെ, ഈ ഗൃഹാതരത്തൊന്നും വന്നേക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ മീൻചട്ടി, നമ്മുടെ മൺകലമൊക്കെ പൊട്ടി പുറത്തിറപ്പുണ്ട്. അതിനൊക്കെ നമ്മള് നാട്ടിൽ ഇപ്പോഴത്തെ പരിപാടി അതിനകത്തൊക്കെ കൊണ്ടുവന്ന് ചെടിയൊക്കെ വെച്ച് പിടിപ്പിച്ചേക്കുന്നത്. കാരണം ഇത് ഉടഞ്ഞു പോയത് പിന്നെ എന്ത് ചെയ്യാൻ പറ്റിയല്ല. ഒന്ന് കരം ഉയർത്തിപ്പറ, കർത്താവേ തമ്പുരാന്റെ കരത്തിലാണ് വീണ്ടും പണിയാ. പക്ഷെ ഞാൻ ചൂളയെ വെച്ച നാർക്കൊരു തോന്നിപ്പോയാ. എനിക്ക് ആശയം മനസ്സിലാകുന്നവരൊക്കെ ഒന്ന് സ്വോത്രം പറഞ്ഞാട്ടെ. എന്ന് പറഞ്ഞാൽ ഒരു വാക്ക് എല്ലാവരും ഇവിടുത്തെ ആ സ്വോത്രമൊക്കെ അങ്ങ് പോയല്ലോ. ഒന്ന് ശ്രദ്ധിക്കണേ. അല്ലെ ചൂളെ വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റുകയല്ല. പറ, അല്ലെങ്കിൽ തികഞ്ഞുവെന്ന് നമുക്ക് തോന്നിപ്പോയാൽ ഈ ലോകത്തിൽ ആർക്കും പണിയാൻ പറ്റില്ല. ഒന്ന് കരമുയർത്തി പറക്കട്ടെ, എന്നെ ഒന്ന് പണിയണമേ, ഞാൻ ഒന്നും ആയിട്ടില്ലെന്ന് അല്ലെങ്കിൽ ഒന്ന് സമ്മതിച്ചുകൊണ്ട് ശ്രോത്രം പറഞ്ഞാട്ടില്ലേ. പോട്ടെ, അതൊക്കെ നിന്ന് ചിന്തിക്കേണ്ട കാര്യമാണ്. അപ്പൊ പെട്ടെന്ന് അല്ലെ എഴുതുന്നവർക്ക് വേണ്ടി മാത്രം ഒന്നാമത്തെ ദൈവത്തിന്റെ പണി യെരൂശലേമിനെ പണിയുന്നു. രണ്ടാമത്തെ ദൈവത്തിന്റെ പണി ദാവീദിന്റെ വീട് പോയ കൂടാരത്തെ പണിയുന്നു. മൂന്നാമത്തെ ദൈവത്തിന്റെ പണി അത് നമുക്ക് 126 സങ്കീർത്തനം 1-ാം വാക്യം, യഹോവ വീട് പണിയാതിരുന്നാൽ. അപ്പൊ ദൈവമാണ് എന്ത് ചെയ്യുന്നത്? ഉറക്കെ പറ, വീട് പണി. ഞാൻ ഒത്തുവാക്യം പറയുന്നത് പെട്ടെന്ന് പറഞ്ഞ നമ്മുടെ വാക്യത്തിലേക്ക് കയറാനാ. വീട് പണിയുന്ന ദൈവമാണ്. നാലാമത്തെ പണി പറയുന്നത് കർത്താവിന്റെ ശരീരം എന്ന പണിയാണ് അല്ലേ. കർത്താവ് പറഞ്ഞു, ഈ മന്ദിരം പൊളിക്ക് 3-ാം ദിവസം ഞാൻ പണിയും. ഇന്ന് രാത്രി 3-ാം ദിവസം പണി. നാലാമത്തെ പണി എന്ന് പറയുന്നത് എഫെസ്യ ലേഖനം 2-ന്റെ വാക്യത്തിൽ കിടക്കുന്നു, ആത്മാവിനാലുള്ള പണി. ഉറക്കെ പറഞ്ഞിട്ട് നമ്മുടെ അകത്തെ മനുഷ്യനെ എന്ത് ചെയ്യുന്നു? ആത്മാവ് പണിയുന്നു. ഇത് ധ്യാനിച്ചപ്പോ കർത്താവിനോട് പറഞ്ഞൊരു വാക്ക് പറയാം. നമ്മള് ചിലപ്പോ പറഞ്ഞൊരു വാക്ക്, സഭയുടെ കാര്യമൊക്കെ പറയും, ചൂള വെച്ച് കുറവ് തീർത്ത കല്ലുകൊണ്ട്, അല്ല സോറി, ഈ വെട്ടുകുഴി വെച്ച് കുറവ് തീർത്ത കല്ലുകൊണ്ട് ആലയം പണിതാൽ തട്ടുമുട്ടു ചെയ്തല്ലോ. അപ്പൊ ഈ വെട്ടുകുഴി ഏതാ? നിങ്ങൾക്കെല്ലാം എല്ലാവർക്കും മനസ്സിലാകുന്നത് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. വെട്ടുകുഴി വെച്ച് കുറവ് തീർത്ത കല്ലുകൊണ്ട് ആലയം പണിതാൽ ആലയത്തിനകത്ത് ഒന്നും കിട്ടില്ല.
പറ. തട്ടുമുട്ടൊന്നും കേട്ടില്ല. അപ്പൊ ഇന്ന് ആലയത്തിനകത്ത് എന്തോ കേൾക്കുന്നുണ്ട്? ഇന്ന് ആലയത്തിനകത്ത് എന്തുണ്ട്? തട്ട്. ഞാൻ പറഞ്ഞില്ല, നിങ്ങളാ പറഞ്ഞത്. കാരണം നാട്ടിൽ നോക്കി ഞാൻ പറഞ്ഞത് ശരിയല്ല. തട്ടുമുട്ടി കേൾക്കുന്നുണ്ട്. അപ്പൊ വെട്ടുകുഴി വെച്ച് എന്ത് വന്നിട്ടില്ല? അപ്പൊ വെട്ടുകുഴി ഏതാ? യഥാർത്ഥത്തിൽ വെട്ടുകുഴി പുറത്തല്ല, വെട്ടുകുഴി ആലയത്തിനകത്താ. ഇതാ വെട്ടുകുഴി. ഒന്ന് ശ്രോത്രം പറഞ്ഞിട്ടില്ലേ? നിങ്ങൾ കയ്യിൽ ഒരു ശ്രോത്രം ഇല്ലേ? അല്ലെ, ഇതാണ് വെട്ടുകുഴി. യഥാർത്ഥത്തിൽ തട്ടുമുട്ട് കേൾക്കാത്ത അവിടെയാ. നിങ്ങളാരും മിണ്ടുന്നില്ല. ഈ സഭ ഒന്ന് അവിടെ നിന്നേ പറ്റും. ഈ സഭ എന്തിനാക്കി വെച്ച്, പാസ്റ്റർ എന്തിനാക്കി വെച്ച്? നമ്മുടെ കുറവ്. കാരണം മേളിലോട്ട് ചെല്ലുമ്പോ അവിടെ എന്ത് ചെയ്തത്? അവിടെ കേൾക്കാല. നിങ്ങളെന്നെ ഉണ്ടെങ്കിൽ ഒന്ന് സ്വന്തം അവിടെ എത്തിയത്തില്ല. കേൾക്കുന്ന ഒന്നും അവിടേക്ക് വരത്തില്ല. തെളിവ് തരാം. സങ്കീർത്തനം 65 ഒരു വാക്കെടുപ്പുണ്ട്. എടുക്കണം, ഞാൻ തന്നെ പറഞ്ഞു, നമ്മുടെ വിഷയമല്ല. പെട്ടെന്ന് നിങ്ങളെ മടുപ്പിക്കത്തില്ല. നമ്മുടെ ഗുരുവാക്യത്തിൽ കയറി ഇതിനകത്തൊരു വിടുതലുണ്ട്, ദൈവശബ്ദം അതിലേക്ക് വരിക. എങ്കിലും ഒരു 65 സങ്കീർത്തനത്തിൽ പറയുന്നത് ദൈവം ഭൂമിയെ സന്ദർശിക്കുന്ന എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ കിടക്കുന്ന വാക്ക് അവൻ കട്ട ഉടച്ച് ബാക്കിയല്ല കട്ട. അപ്പൊ യഥാർത്ഥത്തിൽ ഒരു വയലിനകത്ത് കട്ട മാത്രമാണ്, കല്ലില്ലേ. അവൻ കട്ട ഉടച്ച് നിരത്തുന്നു. കല്ലിന്റെ കാര്യം എന്ത് ചെയ്തില്ല? ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നു? കല്ലിന് മനസ്സിലാകുന്നവർക്ക് കല്ല് ഒരു വയലിനകത്ത് കട്ട മാത്രമല്ലല്ലോ, കല്ലില്ലേ ഉണ്ട്. എന്നെ കല്ലിന്റെ കാര്യം പറയാത്തവിടെ. കട്ടയാണെങ്കിൽ എന്ത് ചെയ്യും? കട്ടയാണെങ്കിൽ എന്ത് ചെയ്യും? കല്ലാണേലോ എടുത്ത് മാറ്റി കളയും. തമ്പുരാനോട് പറ, തമ്പുരാനെ എത്രയായാലും കട്ടയാകാവൂ, ഒരിക്കലും ഞാൻ കല്ലാകരുത്. ഒന്ന് കരം ഉയർത്തി ശ്രോത്രം പറയാൻ പറ്റുമോ? ഈ വയലിനകത്ത് ഒരിക്കലും ഞാൻ എന്താകരുത്? ഉറക്കപ്പറ. ഹല്ലേലൂയ. പല സഭകളും നമ്മൾ പല ദൈവമക്കളായതുകൊണ്ട് എന്റെ ആലയത്തിനകത്ത്, എന്റെ ചർച്ചയാകട്ടെ, അതിനകത്ത് ഒരിക്കലും ഞാൻ അല്ല നിന്റെ കയ്യിലെ കളിമണ്ണാകണം, അല്ല പൂർണ്ണനാരുമില്ല, കട്ടയാകാവൂ, കല്ലാകരുത്. ഒന്ന് കരം ഉയർത്തി പറ, കർത്താവേ, മാറ്റം സംഭവിക്കുന്നത് പട്ടണത്തെക്കാളുപരി ഞങ്ങളുടെ ആലയങ്ങൾക്കാണ് മാറ്റം വരുന്നത്. മുമ്പേ അഭിഷേകം പറഞ്ഞു, എന്റെ നാമം വിളിക്കപ്പെട്ട എന്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി എന്റെ മുഖം അന്വേഷിച്ചാൽ ഞാൻ ദേശത്തിന് സൗഖ്യം വരുത്തും. ഒന്ന് ശ്രോത്രം പറഞ്ഞാട്ടെ. മാറേണ്ടത് ദേശമല്ല, മാറേണ്ടത് നമ്മളാണ്. നമുക്കൊരു മാറ്റം വന്നാൽ ദേശത്ത് സൗഖ്യം വരപ്പോ. അതെല്ലാം കട്ടിയെ നമ്മുടെ വാക്യത്തിലേക്ക് കാണാൻ പോകുക കേട്ടോ. എങ്കിലും ഒരു വാക്ക് പറയാം. ഈ കേരളത്തെ പ്രാന്താലയം എന്ന് വിളിച്ചൊരു മനുഷ്യനുണ്ട്. RSSകാർ എവിടെ ആയതുകൊണ്ട് പറയാം. RSSകാരുടെ അല്ലെങ്കിൽ ആ സ്ഥാപകൻ എന്ന് പറയുന്ന സ്വാമി വിവേകാനന്ദൻ കേരളത്തെ മൊത്തം നോക്കി പറഞ്ഞ പ്രാന്താലയം എന്ന് പറഞ്ഞ മനുഷ്യൻ, ആ വ്യക്തി പറഞ്ഞ സ്വാമി വിവേകാനന്ദൻ പറഞ്ഞ വാക്കെന്നറിയാമോ? ഈ ലോകത്തിലെ സകല ക്രിസ്ത്യാനികളും ക്രിസ്തുവിനെ പോലെ ആയിരുന്നെങ്കിൽ എന്നേ ഈ ലോകം മൊത്തം ക്രിസ്ത്യാനിയായേനെ. നിങ്ങൾക്ക് മനസ്സിലായില്ല? അദ്ദേഹത്തിന്റെ സാഹിത്യത്തിൽ പറഞ്ഞ വാക്കാണ്, ഈ ലോകത്തിലെ സകല ക്രിസ്ത്യാനികളും ക്രിസ്തുവിനെ പോലായിരുന്നെങ്കിൽ ഇന്ന് ഈ ലോകം എന്ന് എന്തായാലും. അപ്പൊ ലോകം ക്രൈസ്തവ മാർഗത്തിലേക്ക് വരാത്തത് അതിന്റെ കാരണം നമ്മളാണെന്ന് സമ്മതിച്ച് ഒരു മാറ്റം ആഗ്രഹിക്കുന്ന ഒരു കർത്താവേ, എന്നെ ഒന്ന് മാറ്റണം, അല്ലെങ്കിൽ എന്നെ ഒന്ന് മാറ്റണം. ഞാൻ ആയിരിക്കുന്ന മേഖലകളിൽ അസാധാരണമായ ദൈവപ്രവൃത്തി വെളിപ്പെടാൻ ആഗ്രഹിച്ചുകൊണ്ടെന്ന് ശ്രോത്രം പറഞ്ഞിട്ടില്ലേ? അപ്പോ അല്ലെങ്കിൽ ഒരു പോയിന്റ് കൂടെ പറഞ്ഞു വിടുക. ഇനി ഒരു പണിയും കൂടെ ഉണ്ട്, നിത്യക്കൂടാരത്തിന്റെ പണി. യോഹന്നാൻ 14 കിടപ്പുള്ളത് അല്ലേ? നിങ്ങളുടെ കലയ്ക്ക് പോകരുത്. എന്റെ പിതാവ് വിശ്വസിപ്പിൻ. എന്റെ പിതാവിന്റെ സ്ഥലത്ത് അനേക വാസനകൾ ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്കായി ഉറക്കെ പറ, സ്ഥലമല്ല മാൻഷൻ എന്ന വാക്ക്, കൊട്ടാരം പണിയാൻ പോകുന്ന. അങ്ങനെ വേദപുസ്തകത്തിൽ ദൈവത്താൽ മാത്രം പണിയുന്ന 7 പണികളുണ്ട്. ഒന്ന് കരമുയർത്തി ഒന്ന് ശ്രോത്രം പറഞ്ഞേ. ഇനി എന്റെ മുമ്പില് ഞാൻ ഇത്ര ഓടി വന്ന് തെറ്റിദ്ധരിക്കല്. ഇനി എന്റെ മുമ്പുള്ള സമയം എന്ന് പറഞ്ഞാൽ 40 മിനിറ്റ്. ഇനി നമുക്ക് നമ്മുടെ വാക്യത്തിൽ കയറാം. ഇങ്ങനെ പണിയുന്ന ഒന്നും കൂടെ പറയാം. യെരൂശലേമിനെ പണിയുന്ന, ദാവീദിന്റെ വീട് പോയ കൂടാരത്തെ പണിയുന്ന, ഭവനത്തെ പണിയുന്ന, സഭയെ അല്ലെങ്കിൽ അകത്തെ മനുഷ്യനെ പണിയുന്ന, ക്രിസ്തുവിന്റെ ശരീരത്തെ പണിത, നിത്യ കൂടാരത്തെ പണിത ദൈവം. ആ ദൈവം തന്നെ കഥ പറഞ്ഞു, ഞാൻ എന്റെ സഭയെ. നിങ്ങൾക്കൊരു സ്വോത്രം പറയാൻ തോന്നില്ലേ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പറയാം. ഇത്രയും കാര്യം പൊളിക്കാൻ ഉലകത്തിൽ ആർക്കും കഴിയില്ലേ? സഭയെ പൊളിക്കാനും ആർക്കും പറ്റിയത്തില്ല. നിങ്ങൾക്കൊരു ജീവനില്ല പറ. സഭയെ പൊളിക്കാനും ഒരു ശക്തിക്കും കഴിയില്ല. നമ്മൾ ആ വാക്യത്തിലേക്ക് കയറുക. ആ വാക്യം ഒന്നും കൂടെ വായിച്ച് ബൈബിൾ അടച്ചു, അല്ല 1-2 വാക്യം കൂടെ വായിച്ച് സഹായിക്കണം. പെട്ടെന്ന് ആ വാക്യം ഒന്നും കൂടെ വായിച്ചാട്ടെ. ഇതറിയണമെങ്കിൽ ഇനി ശ്രദ്ധിക്കണേ, നമ്മൾ ഇനിയുള്ള സമയത്തേക്ക് ഇതറിയണമെങ്കിൽ നിങ്ങൾ ആ 13-ാം വാക്യം എന്നുള്ളത് വായിച്ച 13-ാം വാക്യം
13-ാം വാക്യം. യേശു ഫിലിപ്പിന്റെ കൈസരുടെ പ്രദേശത്തെത്തിയ ശേഷം തന്റെ ശിഷ്യന്മാരോട് ജനങ്ങൾ മനുഷ്യപുത്രനെ ആരെന്ന് പറയുന്നുവെന്ന് ചോദിച്ചു. ചിലർ യോഹന്നാൻ സ്നാപകൻ എന്നും മറ്റു ചിലർ ഏലിയാവെന്നും വേറെ ചിലർ ഇർമ്യാവോ പ്രവാചകന്മാരൊരുത്തനോ എന്ന് പറയുന്നു എന്നവർ പറഞ്ഞു. ശ്രദ്ധിക്കണം, നമ്മുടെ വിഷയത്തിലേക്ക് ഓടി വരിക. നമ്മൾ ഇനി അല്പസമയം നിൽക്കാൻ പോകുന്ന പണി. എല്ലാവരും കരകയർത്തി സ്വതന്ത്രം പറഞ്ഞു. നല്ലപോലെ സ്വതന്ത്രം പറഞ്ഞിട്ട് അന്തരീക്ഷം കളയരുത്. ഒന്ന് കരകയർത്തി പറ. തമ്പുരാൻ എവിടെയായാലും കർത്താവിന് സംസാരിക്കാനുള്ളത് കർത്താവ് സംസാരിച്ചുകൊണ്ടിരിക്കും. ഒന്ന് സ്തോത്രം പറഞ്ഞോട്ടെ. മുമ്പേ നമ്മൾ യെരൂശലേമിനെ പണിതൊക്കെ പറഞ്ഞുകൊണ്ട് സ്തോത്രം പറഞ്ഞു. എവിടെ നമ്മുടെ സ്തോത്രത്തിന്റെ അളവ് കുറഞ്ഞെന്നറിയാമോ? തമ്പുരാൻ വെട്ടുകുഴി വെച്ച് കുറവ് തീർത്ത് അതിന്റെ കാര്യം പറഞ്ഞപ്പോഴും അതിനപ്പുറത്ത് അല്ലെങ്കിൽ ഈ ലോകത്തിലെ സകല നേതാക്കന്മാരെക്കാൾ രാജാവ് ദൈവമാണെന്ന് പറയുമ്പോഴും അറിയാതെ നമ്മുടെ സ്തോത്രം പോകും. ഒന്ന് ശ്രദ്ധിക്കണേ. എന്ന് നമ്മൾ അതിലേക്ക് മടങ്ങി വരുന്നില്ല. അത് ഞാനായാലും നിങ്ങളായാലും അതിന് അമേരിക്ക ആണെങ്കിലും കേരളമാണേലും എന്ന് വരെ നമ്മൾ മടങ്ങി വരുന്നില്ല. അന്ന് വരെ തമ്പുരാൻ ഇരിക്കേണ്ടത് പോയിരിക്കും. ഒന്ന് സ്തോത്രം പറഞ്ഞോട്ടെ. എന്ന് നമ്മുടെ രാജത്വ ഇവിടെ നോക്കി നമ്മുടെ കുറിവാക്യം തന്നെ, ഞാൻ എന്റെ സഭയാണേതാ സഭ ഉറക്കപ്പുറ കർത്താവിന്റെയാണെന്ന് ഈ ലോകത്തിൽ ആരെങ്കിലും ഒക്കെ അവകാശം പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരിക്കൽ എന്റെ അനുഭവം പറയാം. ഞാൻ ഒരു രാജ്യത്ത് പോയി 9 മാസം കൊണ്ട് ചിറക്കിനകത്ത് അറിയാം. ഒരു രാജ്യത്ത് പോയി ഒരു ബൈബിൾ ക്ലാസ്സിന് വേണ്ടി പോയതാ. അവിടെ ചെന്ന് തൊട്ടടുത്ത രാജ്യം തന്നെയാ. അവിടെ ചെന്ന് ബൈബിൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. അവിടെ ഒരു സഭ സ്ഥാപിച്ചു. ആ സഭയിൽ 2 സഭയായി. രണ്ടായതല്ല, 2 സഭയായി. 2 സഭയായി. ഞാൻ 1.5 വർഷത്തോളം അവിടെ ഉണ്ടായിരുന്നു ആ സഭയില്. അത് കഴിഞ്ഞിട്ട് ആ സഭയുടെ എല്ലാ വർക്കും കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചെന്റെ നാട്ടിൽ പോയി. ഇടയ്ക്കൊക്കെ ഞാന് നാട്ടിൽ ചെന്നിട്ട് ജനത്തൊക്കെ പറയും ഇന്നടത്ത് ഞാൻ സഭ സ്ഥാപിച്ചത്. ഒരിക്കൽ പരിശുദ്ധാത്മാവിനോട് ചോദിച്ചു, സഭ നിന്റേതാണോ എന്റേതാണോ? എന്നോട് ചോദിച്ചു മതിയാ, സഭ നിന്റേതാണോ എന്റേതാണോ? ഞാൻ പറഞ്ഞ തമ്പുരാനെ അബദ്ധം പറ്റിപ്പോയി, സഭ നിന്റേതാ. അന്ന് ഞാൻ പിന്നെ വാക്ക് നിർത്തി. ഒന്ന് പറയാൻ പറ്റുമോ? നമ്മെ കൊണ്ട് കർത്താവ് ചെയ്യിക്കുന്നത് എന്തായാലും അത് കർത്താവിന്റേതാ. ഒന്ന് ശ്രോത പറയാൻ പറ്റും. ഒരു വാക്കൂടെ പറയാം. അപ്പോസ്തലനായ പൗലോസിനോട് ചോദിച്ചേ, ഏറ്റവും കൂടുതൽ സഭകൾ ആ കാലഘട്ടത്തിൽ സ്ഥാപിച്ച ആ ഭട്ടം പറഞ്ഞ വാക്കിതാണ്, ഞാനാകുന്നത് ഉറക്കെ പറ, ഞാനാകുന്നത് ദൈവകൃപയാലാകുന്നു. എനിക്ക് ലഭിച്ച കൃപ അത് വ്യർത്ഥമായി പോയില്ല. നമ്മൾ എന്തെങ്കിലും ഒന്ന് ചെയ്തെങ്കിൽ, എന്തെങ്കിലും ഒന്ന് ചെയ്യുന്നെങ്കിൽ അത് കർത്താവിന്റെ കൃപയാണെന്ന് നമ്മളല്ല ചെയ്യുന്നത്, കൃപയാ ചെയ്യുന്നത് വിശ്വസിച്ചുകൊണ്ട് ആത്മാവിനൊന്ന് ശ്രോത്രം പറഞ്ഞാൽ തീർന്നേ. ഇനി ശ്രദ്ധിക്കണേ, നമ്മുടെ സഭാപണി എന്ന വിഷയത്തിലേക്ക് കയറുക. അതറിയണമെങ്കിൽ 16-13 വാക്യം ഇനി നിങ്ങളെല്ലാം ശ്രദ്ധിച്ചേ. 16-13 വാക്യം നമ്മൾ വായിച്ചാലേ പറ്റൂ. ഒന്നുകൂടെ വായിച്ചാൽ ദൈവദാസന്മാർ എടുക്കുന്ന വിഷയം തന്നെയാണ്. പെട്ടെന്ന് കൈസരുടെ പ്രദേശത്തെത്തിയ ശേഷം ഇനി നിങ്ങളെല്ലാം ശ്രദ്ധിച്ചാൽ നമ്മൾ ഈ അല്പസമയത്തിനകത്തേക്ക് യഥാർത്ഥ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് തന്റെ ശിഷ്യഗണവുമായിട്ട് ഈ ഭാഗത്ത് തന്നെ ഒന്ന് കരകയർത്തി സ്വപ്നം പറഞ്ഞേ. ഇതൊരു നമ്മുടെ സ്പിരിച്വൽ വാർത്തകളിലോട്ട് കയറാൻ പോവാ. ഒരാത്മിക യുദ്ധം. നിങ്ങൾക്ക് അതിന് ഒരു സ്വത്രമില്ല. ഒരു വാർഫെയറിലേക്ക് കയറാൻ പോവുക. അത് വചനത്തിന്റെ വെളിപ്പാടി കയറി വരുമ്പോൾ മനസ്സിലാകും. കർത്താവ് ശിഷ്യഗണവുമായിട്ട് എങ്ങോട്ട് പോയി? ഫിലിപ്പിന്റെ കൈസരിയെ പോയി. എവിടെ പോയി? ഫിലിപ്പിന്റെ കൈസരിയെ എന്ന് പറഞ്ഞാൽ വേറെപ്പെട്ടാക്കേണ്ട അഭിപ്രായത്തിൽ കർത്താവ് അതിന് മുമ്പ് നിന്ന സ്ഥലത്തു നിന്ന് 30 കിലോമീറ്റർ കർത്താവ് യാത്ര ചെയ്തു. എത്രയാണെന്നോ എന്ന് പറഞ്ഞാൽ കർത്താവ് ആ സമയത്ത് ഗലീല പ്രൊവിൻസിലാണ് നിൽക്കുന്നത്. ഗലീല പ്രൊവിൻസിൽ നിന്ന് 30 കിലോമീറ്റർ കർത്താവ് യാത്ര ചെയ്ത് ലബനോൻ ഹെർമോൻ പർവ്വതങ്ങളുടെ അടിവാരത്തുള്ള ഫിലിപ്പിന്റെ കൈസരിയ എന്ന് പറഞ്ഞാൽ ആ സ്ഥലം നിങ്ങൾ ശ്രദ്ധിച്ച എല്ലാവരും ബൈബിളൊക്കെ അടച്ചു. ഇനി ഞാൻ തന്നെ പറഞ്ഞു വിട്ടോളാം. അല്ലെങ്കിൽ ഫിലിപ്പിന്റെ കൈസരിയുടെ ആദ്യത്തെ പേര് ഓൾഡ് ടെസ്റ്റമെന്റ് നെയിം എന്ന് പറഞ്ഞാൽ ലായിഷ. ഏതാണ്? ഉറക്കെ പറ, ലായിഷ്. വേറെ പറയുന്നത് ലായിഷ് ദേശമാണ്. അതായത് യോശുവയുടെ പുസ്തകത്തിൽ ആ പേര് കിടക്കുന്നു, ലായിഷ് ദേശം. അത് ലബാനോൻ ഹെർമോൻ പർവ്വതങ്ങളുടെ അടിവാരത്തില ലായിഷ് ദേശം. ആ സ്ഥലത്തിന്റെ പേര് പിന്നെ മാറ്റി അതിന്റെ പേര് പാനിയാസ് എന്നായി. പാനിയാസ്. പാൻ ദേവന്റെ ഒരു ക്ഷേത്രം വന്നപ്പോ, പിന്നീട് അവളേക്ക് വരും, പാൻ ദേവന്റെ ഒരു ക്ഷേത്രം വന്നപ്പോ അതിന്റെ പേര് പാനിയാസ് എന്നായി. പിന്നെ ആ പേര് ബാനിയാസ് എന്നായി. പേര് മാറി വന്നു, ബാനിയാസ് എന്നായി. എന്നാൽ ഹെരോദ രാജാവ് തന്റെ സഹോദരനായ ഫിലിപ്പിനോടുള്ള സ്നേഹം കൊണ്ട് ആ സ്ഥലത്ത് ഒരു പട്ടണം പണിത് അതിന് ഫിലിപ്പിന്റെ കൈസരി എന്ന് പേര് കൊടുത്തു. മനസ്സിലായോ? അപ്പൊ ഇതിന്റെ പഴയ നിയമത്തിന്റെ പേരാ ലായിഷ്. ഉറക്കെ പറഞ്ഞ വാക്ക് ലായിഷ്. ഒരു സന്തോഷത്തിന്റെ വാക്ക് പറയാം. വേദപഠിതാക്കൾ വിശ്വസിക്കുന്നത് ഈ രക്തസ്രാവക്കാരി സ്ത്രീ യേശുവിന്റെ അടുക്ക വന്നത് അവിടെ നിന്നാ വന്നത് എന്ന് പറഞ്ഞാൽ യേശു നിൽക്കുന്നിടത്തിലൂടെ വന്നപ്പോ 30 കിലോമീറ്റർ യാത്ര ചെയ്തു. ആ യാത്ര ചെയ്ത് വന്ന യാത്ര അവൾക്ക് വൃഥാവായില്ല. ആരെ തേടി വന്നത്? ഒരു തികഞ്ഞ യഹൂദനെ, ഒരു തികഞ്ഞ യഹൂദ പുരുഷനെ കാണാൻ, ഒരു തികഞ്ഞ പ്രവാചകനെ കാണാൻ വന്ന അവളുടെ കല്ലിൽ യാത്ര തെറ്റി
തെറ്റിയില്ലെങ്കിൽ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് ഈ മഴയുടെ ഈ പ്രതിസന്ധി ഉണ്ടെങ്കിലും നമ്മുടെ യാത്ര തെറ്റില്ല? നമ്മൾ വന്നത് ഒരു തികഞ്ഞ യേശുവിനെ കാണാൻ, യേശുവിന്റെ സ്നേഹം അറിയാനാണെങ്കിൽ ഇന്ന് രാവിലെ ഒരു വിടുതൽ നയിക്കാൻ എന്റെ ദൈവം വിശ്വാസന. അല്ല ലൈവ് ആരെങ്കിലും ഒക്കെ കാണാൻ അവരും പഴങ്ങാതിരിക്കാനാ. ഇന്ന് രാവിലെ നല്ല മഴ കണ്ടു കഴിഞ്ഞപ്പോ ഞാൻ എന്റെ കർത്താവിനോട് ചോദിച്ചു, എന്റെ കർത്താവ് നല്ല ഇടയ്ക്കൊരു കൂതാണ് ഉപവാസമായതുകൊണ്ട് ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവ് ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും പ്രാർത്ഥിച്ചൊക്കെ ചെയ്തിട്ട് മഴ, കർത്താവ് പറഞ്ഞു എനിക്ക് എന്റെ സെലക്ഷൻ ഒന്ന് അറിയണോ? നിങ്ങളാരും ഒരു സ്വോത്രം പറഞ്ഞില്ലല്ലോ. എനിക്ക് എന്റെ മഴയായാലും പണങ്ങിയാലും കുഴപ്പമില്ല, നിങ്ങൾ പണങ്ങത്തില്ലെന്ന് എനിക്കറിയാം. അല്ലെങ്കിൽ കർത്താവിനോട് ഞാൻ ഇതൊന്ന് പ്രാർത്ഥിച്ചു, കർത്താവ് നല്ല മഴയാണല്ലോ, നല്ല ഇടിയുണ്ട് കർത്താവ്, ഈ മഴയൊന്ന് മാറ്റി തരാൻ പറഞ്ഞപ്പോൾ കർത്താവിനോട് പറഞ്ഞത് എന്തായാലും മീറ്റിംഗ് തീരാൻ പോവല്ലേ, എനിക്ക് എന്റെ സെലക്ഷൻ ഒന്നാ. കാരണം മഴയായാൽ ജോലിക്ക് പോവോ? ഉറക്കെ പറ. നിങ്ങൾക്ക് ധൈര്യത്തോടെ പറഞ്ഞോ, ബാക്കിയുള്ള പ്രശ്നം. അത് ജോലിക്ക് പോവോ? പോകും. എന്താ വേണ്ടാന്ന് വെച്ചേ? അപ്പൊ കർത്താവിനൊന്ന് അറിയണം. നിങ്ങൾ അതിനൊരു സ്വന്തം നിങ്ങൾ പറയുന്നത് കർത്താവിനൊന്ന് അറിയണം. കാരണം അല്ല, ഇത്ര ശ്രേഷ്ഠമായ ഒരു ആത്മിക വിരുദ്ധ ഇവിടെ ഒരുക്കപ്പെട്ടിരിക്കുമ്പോ, ഇത്ര ശക്തമായ ഒരു കൂട്ടായ്മ നടക്കുമ്പോ മഴയുടെ പേരും അങ്ങനെയാണെങ്കിൽ ഞാൻ ഉറപ്പായി പറയാം, വെറുതെ അല്ല കർത്താവിന്റെ വീരദാസന് നിയോഗം നൽകി നമ്മളെ കൊണ്ട് പ്രാർത്ഥിച്ചത്. നമ്മൾ ഇവിടുന്ന് പ്രാർത്ഥിച്ചപ്പോഴല്ലോ ഇതുവരെ വെളിപ്പെടാത്ത ചില അല്ല തലങ്ങളെ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ടെന്ന്, നമ്മുടെ വിഷയങ്ങൾ എന്റെ കർത്താവ് കൈവച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നവരൊക്കെ സ്തോത്രം പറഞ്ഞാട്ട് അവരാർക്ക് കടക്കാനല്ല കേട്ടോ. അങ്ങനെ സാഹചര്യങ്ങൾ അവസ്ഥകൾ പ്രതികൂലമാണെങ്കിലും നമ്മൾ വന്നെങ്കിൽ ഒരു വിടുതൽ ഉറപ്പാണ്. ഞാൻ വിഷയത്തിലെ കോടിക്കറിയ ലായിസ് ദേശത്തെ കുറിച്ച് പറഞ്ഞത്. അപ്പൊ പണ്ടത്തെ ലായിസ് ദേശമാണ് വേർപെടുത്താക്കൾ പറയുന്നു. കാരണം എന്താണ് ആ ജിയോഗ്രഫിയിൽ ആ ഭാഗമാണ്. ആ സ്ഥലം ഇപ്പൊ എന്തായി? ഫിലിപ്പിന്റെ കൈസരിയ. നിങ്ങൾ എന്റെ കൂടെ നിൽക്കണേ. ഫിലിപ്പിന്റെ കൈസരിയ. കർത്താവ് തന്നെ ശിഷ്യന്മാരുമായി ഈ ഗലീലിയൻ പ്രൊവിൻസിൽ നിന്ന് കർത്താവ് എവിടെ ചെന്നറിയാമോ? ഫിലിപ്പിന്റെ കൈസരിയയിലേക്ക് പോയി. അതായത് ഞാൻ ഇന്നലെ രാത്രി എപ്പോഴും പറഞ്ഞതുപോലെ കർത്താവ് നടന്നാ പോകുന്നത്. ഉറക്കെ പറ. നിൽക്കുന്നില്ല, ബുദ്ധിമുട്ടിക്കുന്നില്ല. കർത്താവ് എങ്ങനെയാ പോയെ? നടന്നാ പോയെ. കർത്താവിനോട് നമുക്കൊരു ചോദ്യം ചോദിക്കാം. അത് പിന്നെ നമുക്ക് ആ ചോദ്യത്തിലേക്ക് വരാം. അവിടെ വന്നു കഴിഞ്ഞ് വായിക്കേണ്ട വാക്യമുണ്ട്, ഞാൻ വായിപ്പിക്കുന്നില്ല. അവിടെ ചെന്നിട്ട് കർത്താവ് ഈ നടന്നു പോകുന്ന വഴി നിങ്ങൾ നോക്കിയേ. ഈ കർത്താവ് മുമ്പിൽ നടക്കുന്ന പത്രോസ് യോഹന്നാനും ഒക്കെ പുറകെ നടന്നു. ബൈബിളില്ല ഭാവനയാ. ഈ നടന്നു പോകുമ്പോ ഈ പത്രോസ് ഇടയ്ക്കൊക്കെ ഈ യോഹന്നാനോട് ചോദിച്ചു കാണും, എവിടെ പോവാ? നമ്മൾ ചോദിക്കുന്നു എവിടെ പോവാ? ഇങ്ങനെ ചോദിച്ചപ്പോ ഹല്ലേലൂയ പത്രോസിനോട് യോഹന്നാൻ ചോദിക്കാൻ പറഞ്ഞു. ആരോടാ? ഉറങ്ങാതിരിക്കാൻ. ആരോട്? കർത്താവിനോട്. ഉടനെ പത്രോസ് പറഞ്ഞു, ഞാൻ എപ്പോ ചോദിച്ചാലും മഴ കുറപ്പാ. കാരണം മഴക്ക് കേൾക്കാത്ത ഒറ്റ വ്യക്തി ആരാ? എന്റെ ഒരു കുഞ്ഞ നീയാ. കാരണം ഈ വേറെ ഇപ്പുറത്ത് 12 പേരിൽ ഏറ്റവും പ്രായക്കുറവുള്ളവൻ ആരാ? യോഹന്നാനാ. 30 വയസ്സേ ഉള്ളൂ. അതുകൊണ്ട് കർത്താവിന് അല്ലെങ്കിൽ ഒരു അനിയന്റെ ബന്ധമാ. അതുകൊണ്ട് മക്കളെ നീ ചോദിച്ചാൽ വഴക്ക് കേൾക്കില്ല. ചോദിക്കുക. യോഹന്നാൻ പറഞ്ഞു പോക്കണ്ട് ചോദിക്കണ്ട. ഒന്ന് ഉറക്കെ പറ. മുമ്പോട്ടുള്ള പോക്ക് കണ്ടു കഴിഞ്ഞാൽ തമ്പുരാന്റെ രാജത്വത്തെ, ഇന്നത്തെ മെസ്സേജിന്റെ ഒരു ഭാഗമാണ്. തമ്പുരാന്റെ രാജത്വത്തെ ചോദ്യം ചെയ്യരുത്. അതിന് ഏത് രാജ്യത്തായാലും ഒന്ന് കരമുയർത്തി. ഇത് പലപ്പോഴും അതിനെ വെളിപ്പാട് മനസ്സിലാക്കുന്നവർക്കറിയാം. നമ്മൾ ഇന്ന് രാവിലെ തൊട്ട് മുഴങ്ങി കേൾക്കുന്നത് ദൈവത്തിന്റെ രാജത്വത്തെ, കർത്താവിന്റെ സുപ്രീമസിയെ, കർത്താവിന്റെ അതോറിറ്റിയെ ചോദ്യം ചെയ്യാൻ ഉലകത്തിൽ ആർക്കും അധികാരമില്ല. ഒന്ന് കരമുയർത്തി ശ്രോത്രം പറഞ്ഞാട്ടില്ലേ. അപ്പൊ ശ്രദ്ധിക്കണം, നമ്മൾ പറയാൻ വന്നത് കർത്താവ് അങ്ങനെ ഫിലിപ്പിന്റെ അതുവരെ സ്പീഡിൽ പോയ കർത്താവ് ഫിലിപ്പിന്റെ കൈസരിയിൽ ചെന്ന് കർത്താവ് തിരിഞ്ഞു. ഇതിന്റെ പശ്ചാത്തലം ഞാൻ ഒരു ഭാവന എടുത്ത് പറയുക. തിരിഞ്ഞു എന്ന് വെച്ച് കർത്താവിനോട് ഇങ്ങനെ ചോദിച്ചു, അവരോട് ചോദിച്ചു, ലോകം എന്നെ ആരെന്ന് ഇതൊക്കെ നമുക്ക് സ്ഥിരം അറിയാം. എങ്കിലും എന്റെ ചിന്ത പറഞ്ഞു വരിക, ലോകം എന്നെ ആരെന്ന് പറയുന്നു. ഉടനെ ഒരാൾ പറഞ്ഞു, കർത്താവ് നീ ഇടയ്ക്കൊക്കെ കരയുന്നത് കൊണ്ട് നീ കണ്ണീരിന്റെ പ്രവാചകനായ ഇരമ്യാവാണെന്ന് പറയുന്നു. അപ്പൊ ഇടയ്ക്കൊക്കെ കർത്താവ് എന്ത് ചെയ്യുന്നുണ്ട്? കരയുന്നുണ്ട്. അതുകൊണ്ട് കണ്ണീരിന്റെ പ്രവാചകനായ ഇരമ്യാവെന്ന് പറയുന്നു. വേറൊരാൾ പറഞ്ഞു, കർത്താവേ അതല്ല ഞാൻ കേട്ടത്, നീ ഇടയ്ക്കൊക്കെ അത്ഭുതങ്ങൾ ചെയ്തത് കൊണ്ട് അത്ഭുതങ്ങളുടെ പ്രവാചകനായ ഏലിയാവാണെന്ന് പറഞ്ഞു കേട്ടു. ഉടനെ വേറൊരാൾ പറഞ്ഞു, ശിഷ്യന്മാർക്ക് അഭിപ്രായം പറഞ്ഞില്ലേ, അല്ലെ ചോദിച്ചു. അല്ല വേറൊരാൾ പറഞ്ഞു, കർത്താവേ ഹേരോദാവ് പറയുന്നത് കേട്ടു, നീ യോഹന്നാൻ സ്നാപകനാണ്. കാരണം അത് തല വെട്ടിക്കഴിഞ്ഞപ്പോ പിന്നെ നീ തിരിച്ചു അല്ലെ യോഹന്നാൻ സ്നാപകൻ തിരിച്ചു വന്നാണ് പറഞ്ഞത്. അത് ഹേരോദാവ് പറഞ്ഞ ഞാൻ കേട്ടു. ഇതൊക്കെ പറഞ്ഞപ്പോ കർത്താവ് പറഞ്ഞ ചോദ്യം ഇതാ, ലോകം എന്നെ എന്ന് പറയട്ടെ, നിങ്ങൾ പറഞ്ഞാൽ ആരാ? ഇനിയാണ് നമ്മൾ ആത്മീയ യുദ്ധത്തിലേക്ക് കയറാൻ പോകുന്നത്. ശ്രദ്ധിക്കണേ. അല്ല ഇനിയാണ് നമ്മുടെ സ്പിരിച്വൽ വാർഫെയറിലേക്ക് കയറാൻ പോകുന്നത്. അപ്പൊ ശ്രദ്ധിക്കണം, നിങ്ങൾ പറ ഞാനാരാ?
നമ്മളാണ് തിരിച്ചൊരു കൗണ്ടർ ക്വസ്റ്റ്യൻ ചോദിക്കും. ആ ചോദിക്കുക, നമ്മൾ ചോദിക്കുന്ന പണിയൊന്നുമില്ലോ. അല്ല ചോദിക്കും, കർത്താവേ ഇത് ചോദിക്കാനാണോ ഇവിടെ വരെ വന്നേ? നമ്മുടെ സഭാപണി എന്നുള്ളത് ഇവിടെ തുടങ്ങിയാലേ പറ്റൂ. ഇത് ചോദിക്കാൻ. കാരണം ഞങ്ങൾ ഈ 30 കിലോമീറ്റർ അപ്പുറത്തില്ലായിരുന്നു. ഉണ്ടോ? ഉണ്ടായിരുന്നു. ചോദ്യകർത്താവും അവിടെ ഉണ്ടായിരുന്നു, ഉത്തരം പറയേണ്ടവരും അവിടെ ഉണ്ടായിരുന്നു. അവിടെ വെച്ച് ചോദിച്ചാ പോരെ, എന്തിനാ ഞങ്ങളെ ഇവിടെ വരെ നടത്തിയത്? ഈ ചോദ്യം ചോദിക്കാനാണെങ്കിൽ അവിടെ ചോദിക്കുക. ശ്രദ്ധിക്കാതിലേക്ക് വരാം. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു മർമ്മം മനസ്സിലാകും. ചോദ്യകർത്താവും അവിടെ ഉണ്ടായിരുന്നു, ഉത്തരം പറയേണ്ടവരും അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ഉള്ള ചിലർ അവിടെ ഇല്ലായിരുന്നു. എന്റെ കൂടെ ഉണ്ടോ? ഒന്നും കൂടെ ആവർത്തിക്ക്, എല്ലാവർക്കും മനസ്സിലാകാൻ. ചോദ്യകർത്താവ് അവിടെ ഇല്ലായിരുന്നു, 30 കിലോമീറ്റർ ബാക്കിൽ ഉണ്ടായിരുന്നു. ഉത്തരം പറയേണ്ടവരും അവിടെ ഇല്ലായിരുന്നു, ഉണ്ടായിരുന്നു. എന്നാൽ ഇവിടെ ഉള്ള ചിലര് അവിടെ ഇല്ല. യഥാർത്ഥത്തിൽ ഈ ചോദ്യത്തിന്റെ ഉത്തരം കേൾക്കേണ്ടവർ അവിടെ അല്ല, ഇവിടെയാ. ഒന്ന് കരമുയർത്തി ശ്രോത്രം പറയാൻ പറ്റും. ശ്രോത്രം നമ്മൾ അറിയാതെ ആത്മമണ്ഡലത്തിൽ ചിലതിനൊക്കെ വെട്ടാൻ കരുത്തുള്ളവനാ നമ്മുടെ കർത്താവെന്ന് വിശ്വസിക്കുന്നവരൊക്കെ ശ്രോത്രം പറയാം. ഞാൻ ഇടയ്ക്കൊരു വാക്ക് പറയട്ടെ. സ്പിരിച്വൽ വാർഫെയറിന്റെ ആത്മീയ യുദ്ധത്തിന്റെ കറക്റ്റ് അതിന്റെ പാറ്റേൺ പറഞ്ഞത് കർത്താവ് കേട്ടോ. കർത്താവ് പറഞ്ഞ പാറ്റേൺ എന്നറിയാമോ? ആദ്യം കർത്താവ് പറഞ്ഞത് കെട്ടണം, കടക്കണം, കൈവശമാക്കണം. അല്ലേ? അവിടെ ആ വാക്കല്ലേ കർത്താവ് ചോദിച്ചത്. പാറ്റേൺ പറഞ്ഞ അങ്ങനെ പറഞ്ഞ എങ്ങനെ ചെയ്യണം? മുമ്പേ കർത്താവിന് ഒരു ദാസം പറഞ്ഞ സ്വന്തം പനിയും തലവേരെ മാറാൻ വേണ്ടി വന്നവരൊക്കെ ഇത് അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അല്പം ബുദ്ധിമുട്ടാണ്. ഇന്ന് നമ്മള് സഭയോടുള്ള ബന്ധത്തിലെ കാര്യം പറഞ്ഞു. ഒന്ന് സ്വന്തം പറഞ്ഞ കർത്താവ് പറഞ്ഞാ അല്ലെങ്കിൽ കർത്താവ് പറഞ്ഞ വാക്കിക്കരെയാണ്. ബലവാൻ തന്റെ അരമന കെട്ടിയിരിക്കുമ്പോ എന്ത് ചെയ്യും? അവൻ തന്നിലും ബലവാനായുള്ളവൻ വന്ന് അവനെ എന്ത് ചെയ്യണം? അടക്കി അവനെ കെട്ടി അവന്റെ അകത്ത് കടന്ന് അതിനെ കൈവശമാക്കണം. ഒന്ന് ശ്രോത്രം പറഞ്ഞിട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നലെ ആ വിഷയം രാവിലെ തൊട്ടു എവിടെയെങ്കിലും ശത്രു കൊണ്ടൊരു കീ വെക്കും. ഒരു കീ വെച്ച് കഴിഞ്ഞാൽ ആ കീയിലാണ് അവന്റെ പ്രവൃത്തി വെളിപ്പെടുന്നത്. അതുപോലെ കർത്താവ് തിരിച്ചു അങ്ങനെയാണ്. കർത്താവ് ഒരു കീടും, അതൊരു വേടാകാം, ഒരു തലമാകാം, അതിലാണ് കർത്താവിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നത്. ഒന്ന് ശ്രോത്രം പറയാൻ പറ്റുമോ? ഈ ഹൂസ്റ്റൺ പട്ടണത്തിന് അന്ധകാര മണ്ഡലങ്ങളുടെ ഒരു കീ അവൻ കൊണ്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ താലയെ വെട്ടുന്ന അഭിഷേകം തന്റെ ജനത്തിന്റെ പകരം കരുത്തുള്ള ദൈവത്തെ സേവിക്കുന്നത് വിശ്വസിക്കുന്നവർ ശ്രോത്രം പറഞ്ഞു. ഗുരുദാസൻ രാജപാർഷക്കറിയാം. ഞാൻ തിരുവനന്തപുരത്തിരുന്ന അല്ലെ സഭകള് അതിലൊന്നാണ് സ്വിമ്മിംഗ് പൂൾ ചർച്ച. സാറ് അല്ലെരിയ ഞാനിരിക്കുമ്പോ പാപ്പച്ചാനൊക്കെ ഉണ്ട്. അല്ലെരിയ സാർ അവർക്കറിയാവുന്ന കാര്യ അല്ലെങ്കിൽ ദൈവദാസന്മാരുടെ വേറൊന്നും പറഞ്ഞില്ല. ഞാൻ യഥാർത്ഥത്തിൽ എന്നെ കാക്കുന്നത് അറിയാവുന്ന പാപ്പച്ചാന. സാറ് അല്ലെ ശ്രദ്ധിക്കണേ. അല്ലെ ഞാൻ 4 വർഷം അവിടുത്തെ പാർഷ ഞാനിരിക്കുമ്പോ 165 കുടുംബമുണ്ട്. ദാസന്മാർക്ക് പറ്റ 165 കുടുംബം, 600 പേരെന്ന ആ സഭയിൽ ആരാധിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ പാപ്പച്ചാനൊക്കെ നല്ലവണ്ണം അറിയാം. ആദ്യമൊക്കെ 30 പേര് 30 കുടുംബമൊക്കെ അല്ല ഉള്ളായിരുന്നു. അല്ല 30 കുടുംബമൊക്കെ ഉള്ളായിരുന്നു ആദ്യം. അല്ലേ? ആദ്യമൊക്കെ 30 കുടുംബം ഉള്ളായിരുന്നു. എന്നാൽ ഇത് ഒരു 21 ദിവസം സ്വിമ്മിംഗ് പൂൾ നടക്കുമ്പോ ഒരഭിഷക്തം വന്ന് ആത്മാവിൽ പട്ടണത്തിന്റെ അന്ധകാരത്തെ ആത്മാവിൽ വെട്ടി. അതോടുകൂടെ ഒറ്റ വർഷം കഴിയുമ്പോ സഭയുടെ നിലവാരം മാറി. ഒന്ന് ശ്രോത്രം പറഞ്ഞിരുന്നില്ലേ? അല്ലെങ്കിൽ നമ്മളീ കാണുന്ന ഒന്നുമല്ല കേട്ടോ ആത്മമണ്ഡലം. അല്ലെങ്കിൽ എന്നെക്കാൾ അറിയാവുന്ന കർത്തൃത്വന്മാരുടെ മധ്യത്തില സഭയുടെ കാര്യം പറഞ്ഞത്. അല്ലെങ്കിൽ 30 നേരെ 100 കയറി കുടുംബങ്ങള്. അല്ല ഇന്ന് ആ ലെവല് ആ ഗ്രേഡ് താഴെ വരാൻ ദൈവം സമ്മതിച്ചില്ല. മേലോട്ട് കയറിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഒന്ന് കരം ഉയർത്തി പറ. ദേശത്ത് ജനത്തെ വിടാതെ, സഭകളെ പണിയാതെ, ആത്മമണ്ഡലങ്ങളെ തുറക്കാതെ വ്യാപരിക്കുന്ന അന്ധകാരത്തിന്റെ മണ്ഡലങ്ങളെ വെട്ടാൻ കരുത്തുള്ള കർത്താവ് ഇന്ന് രാവിലെ വിശ്വസിക്കുന്നവർ ചുമ്മാ അല്ല. ഇന്ന് ഈ അവസ്ഥ വന്നത് ഈ മഴക്കകത്ത് ദൈവം തന്നെ കൊണ്ടുവന്നത് ആത്മീയ യുദ്ധത്തിന് കരുത്തുള്ളവരാണ്. ആത്മാവിനൊന്ന് ശ്വാസം പറഞ്ഞാട്ടെ. ഒരു സഭാ പണിയുടെ ആത്മമണ്ഡലത്തിൽ അസാധാരണമായ ഒരു ദൈവകരത്തിന്റെ യഥാർത്ഥത്തില് ഇടയ്ക്കൊരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങൾക്കൊരു പരമ്പര ഈ യെരിഹോ ചുറ്റാൻ ദൈവം ആരോടാ പറഞ്ഞത്? പറഞ്ഞു യെരിഹോ ചുറ്റാൻ. ഞാൻ യഥാർത്ഥത്തിൽ പ്രസംഗ ശൈലി കിട്ടും. മുമ്പേ 7 പോയിന്റൊക്കെ ആയിരുന്നു പ്രസംഗ ശൈലി. ഇപ്പൊ നമ്മളൊരു വാർഫെയർ ആയത് നമ്മൾ ഒന്നിച്ച യുദ്ധം ചെയ്തു. ആ യെരിഹോ ചുറ്റാൻ ആരോടാ പറഞ്ഞത്? യോശുവയോടാണോ?
യോശുവയിൽ കൂടെ അല്ലേ പറഞ്ഞേ? ആര് ചുറ്റണമെന്നാ പറഞ്ഞേ? അങ്ങനെയാണോ? അല്ല. ആരുടെ മൂന്ന് വായിച്ച യോശുവ? പെട്ടെന്ന് അതെടുത്ത് നമുക്ക് വിശ്വസിക്കാം. കാരണം നമ്മുടെ ആത്മമണ്ഡലം മാറി. അതുകൊണ്ടൊന്ന് വായിച്ച ആരുടെ മൂന്ന് യോദ്ധാക്കളായ എല്ലാവരും ഒരു വട്ടം പട്ടണത്തെ ഇസ്രായേൽ ആരാ യോദ്ധാവ്? അഭ്യസിച്ചവനല്ല, ജയിച്ചവൻ. ഇത് ബാക്കിയുള്ളവർ നിനക്ക് വേണം ചുറ്റിയാ മതി. നിങ്ങൾക്കാർക്ക് ഒരു സന്തോഷം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? എരിയോ കോട്ട ഇടിയാൻ ദൈവം പറഞ്ഞു, നിങ്ങൾ യോദ്ധാക്കളായ എല്ലാവരും എന്ത് ചെയ്യണം? ഒരു വട്ടം പട്ടണത്തെ ചുറ്റണം എന്നാ പറഞ്ഞത് അല്ലേ? ആരാ യോദ്ധാവ്? ഇടയ്ക്കൊരു വാക്ക് പറയാം, ഇന്ത്യൻ ആർമി. എനിക്ക് എടുത്തില്ല. ഇന്ത്യൻ ആർമി സോൾജിയേഴ്സും ഉണ്ട്, വാരിയേഴ്സും ഉണ്ട്. എന്റെ പിതാവ് ഒരു പട്ടാളക്കാരനാണ്. ഞാൻ ജനിച്ചത് ജനതാ ഗവൺമെന്റ് ഹോസ്പിറ്റലാണ് ജനിച്ചത്. അതുകൊണ്ട് അല്പം എനിക്ക് ഇന്ത്യൻ ആർമിയെ കുറിച്ച് കുറച്ചറിയാം. ഇന്ത്യൻ ആർമിയിൽ സോൾജിയേഴ്സും ഉണ്ട്, വാരിയേഴ്സും ഉണ്ട്. ഇന്നലെ പട്ടാളത്തിൽ കയറിയവന് സോൾജിയർ, പക്ഷെ അവൻ ആരല്ല? വാരിയർ അല്ല. വാരിയർ എന്നൊരുവന് വേണമെങ്കിൽ അവന്റെ ഇടനെഞ്ച് നോക്കിയാൽ അറിയാം, അതിനകത്ത് തെളിയിക്കും അവൻ വാരിയർ എന്ന് പറഞ്ഞാൽ യുദ്ധം ജയിച്ചവൻ. ഒന്ന് കരം ഉയർത്തി ശ്രോത്രം പറഞ്ഞത്. ഇവിടെ കിടക്കുന്നതാണ് എല്ലാവരും ചുറ്റണമെന്ന് എനിക്ക് നിർബന്ധമില്ല. നിങ്ങളിൽ ആര് ചുറ്റണം? യോദ്ധാക്കൾ. ആരാ യോദ്ധാവ്? ഇന്നലെ 40 വർഷത്തെ മരുഭൂമിക്കകത്ത് യുദ്ധം ചെയ്ത് ജയിച്ചവൻ ആരുണ്ടോ, ആ ജയിച്ചവനെ കൊണ്ടായി കോട്ട ഞാൻ പിടിക്കാൻ പോകുന്നത്. ഒന്ന് കരവിയത്തൊന്ന് ശ്രോത്രം പറഞ്ഞ നഗരങ്ങൾ ഈ രാവിലെ ഇവിടെ വന്നത് അല്ലെങ്കിൽ ഞാൻ പറയുന്നത് സോൾജിയേഴ്സ് അല്ല, ഇവിടെ വന്നത് വാരിയേഴ്സ് വന്നത്. ഇന്നലെ മേഖലകളിൽ ആത്മാവ് യുദ്ധം ചെയ്ത അല്ല, ശരീരത്തിന് നേരെ, സഭകൾക്ക് നേരെ, ദീപകൾക്ക് നേരെ വന്ന യുദ്ധം ചെയ്ത ചില യോദ്ധാക്കള് ഇന്ന് രാവിലെ കർത്താവ് സെലക്ട് ചെയ്ത് ഇവിടെ കൊണ്ടുവന്നത്. ഇന്ന് രാവിലെ ചില മേഖലകളെ ചുറ്റാൻ ഒരു അധികാരം കൈമാറും. പോരാ അല്പസമയം ആത്മാവിൽ ആരാധിച്ചവരെ അതിന് പറയുമ്പോ ആത്മമണ്ഡലത്തിൽ ചില വിടുതലുകൾ സംഭവിക്കട്ടെ. അസാധാരണമായ ഒരു ദൈവകരത്തിന്റെ വല്ലഭത്ത്, അസാധാരണമായ ദൈവിക വിടുതലുകൾ ദൈവാത്മാവ് ചെയ്തെടുക്കുക. ഞാൻ സ്ഥലവും പേരൊന്നും പറയുന്നില്ല, പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം അറിയാം. അതുകൊണ്ടൊന്നും പറയുന്നില്ല. സ്ഥലം പറഞ്ഞു ഞാനും എന്റെ വൈഫിൽ കൂടെ ഒരു വീട്ടിൽ ചെന്നു. ആ വ്യക്തിയുടെ പേര് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം അറിയാം, എല്ലാവർക്കും അറിയാം. അവരോട് പറയുന്നത് എനിക്ക് അതുപോലെ ആത്മബന്ധമുള്ള. ഞാൻ അവിടെ ചെന്നു. അവിടെ 3 കുഞ്ഞുങ്ങൾ. ഇതറിയാവുന്ന ഒത്തിരി പേർ സ്ഥലം പറഞ്ഞു എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഇന്നത്തെ പ്രമുഖമായ അഡ്മിനിസ്ട്രേഷൻ ലെവൽ സാറോ. അവിടുത്തെ 3 കുഞ്ഞുങ്ങളാണ്. ആദ്യത്തെ 2 കുഞ്ഞുങ്ങൾക്ക് ഒരു ഫിസിക്കൽ പ്രശ്നമുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ ചെല്ലുമ്പോൾ 3ാമത്തെ കുഞ്ഞിന് അതേ പ്രശ്നമാണ്. അപ്പൊ ഞാനും എന്റെ വൈഫും കൂടി ആ കുഞ്ഞിനെ ഇങ്ങനെ ധൈര്യമായി നോക്കുന്നത് അതിന്റെ വല്യമ്മച്ചി വന്നു. വല്യമ്മച്ചൊക്കെ നമുക്കൊക്കെ അറിയാവുന്നതാണ്. വല്യമ്മച്ചി കണ്ടപ്പോൾ എന്നോട് ചോദിച്ചു, മാഷല്ല ഇങ്ങനെ ധൈര്യമായിട്ട് കുഞ്ഞിനെ നോക്കുന്നത്? കാരണം ഈ വല്യമ്മച്ചി എടുത്തേ കണ്ണ് 1 വയസ്സ് പോലും ഇല്ല. എന്നാ മാഷ ധൈര്യമായി നോക്കുന്നത്? ഞാനൊന്നും മിണ്ടിയില്ല. എന്റെ നോട്ടം കണ്ടപ്പോൾ തന്നെ അമ്മച്ചിക്ക് കാര്യം മനസ്സിലായി. അപ്പൊ എന്നോട് കുഞ്ഞിന്റെ ഈ അവസ്ഥ കണ്ടേച്ചാണ്. ഉടനെ മൂത്തവർ 2 പേരും കൂടെ അവിടെ ഓടിക്കളിച്ച് നടക്കുന്നുണ്ട്, ഒരു കുഴപ്പമില്ലാത്ത. ഉടനെ ഈ അമ്മച്ചി പറഞ്ഞ ഭാഷ ഈ 2 ഉണ്ടല്ലോ, ഇതുപോലെ തന്നെ എന്റെ കൈ കർത്താവ് തന്നെ. രോഗമോ കുടുംബമോ ഒന്നും പറയാതെ ഇതുപോലെ തന്നെ എന്റെ കർത്താവിന്റെ കൈ തന്നെ. അവരിപ്പൊ ചാടി നടക്കുന്നെങ്കിൽ എന്റെ കൈ തലവെക്കാൻ കഴിയാതിരിക്കുന്ന കുഞ്ഞ് അവനും നാളെ എഴുന്നേക്കും. എന്റെ കയ്യിലെ മെസ്സേജ് പോയി അറിയാതെ ഞാൻ ദൈവത്തിൽ കുഞ്ഞുങ്ങൾ 2 ഓടി നടക്കുന്ന പിള്ളേരെ കാണിച്ചു ചോദിച്ചു. ഇതുപോലെ തന്നെ കിട്ടിയതിനെ മാറ്റം വരുത്താൻ എന്നോട് പറഞ്ഞ അടുത്ത വാക്ക് ഇങ്ങനെയാ, ഇതുപോലെ എന്റെ കയ്യിലിട്ട് ഞാൻ അന്യഭാഷ പ്രാർത്ഥിച്ച ഈ ലെവലിൽ എന്റെ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നെങ്കിൽ ഇന്നെന്റെ ദൗത്യമായത്. അങ്ങനെങ്കിൽ ആരോടൊക്കെ ദൈവാത്മാവിടെ പറഞ്ഞു, ഇന്നത്തെ കഷ്ടത്തിനെ തകർക്കാനല്ല, ഇന്നത്തെ കഷ്ടത്തിനെ ഉടയ്ക്കാനല്ല, നമ്മുടെ അകത്ത് ഒരു യോദ്ധാവിനെ പുറത്തു കൊണ്ടുവരാനാ, ഒരു പ്രാർത്ഥന വീടിനെ പുറത്തു കൊണ്ടുവരാനാണെന്ന് വിശ്വസിച്ചുകൊണ്ട് എത്ര പേർക്കൊന്ന് ശ്വാസം പറയാൻ പറ്റും. ആ ദൈവം അറിയാതെ ഒന്നും വന്നിട്ടില്ല കേട്ടോ. ഇന്നത്തെ കഷ്ടം, ഇന്നത്തെ ഭാരം അത് നമ്മുടെ യോദ്ധാവിനെ പുറത്തു കൊണ്ടുവരാണെന്ന് വിശ്വസിച്ചുകൊണ്ട് 15 മിനിറ്റ് ഉള്ളൂ. ഒത്തിരി ഓടിക്കാനാണ് കർത്താവ് ചോദിച്ചത്. നിങ്ങൾ പറഞ്ഞ ഞാന്
ആരാ? അല്ല, ഉടനെ പത്രോസ് എല്ലായിടത്തും കയറി പറയുന്ന പത്രോസ് അപ്പോഴും പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. അത് ശ്രദ്ധിക്കണേ, യഥാർത്ഥത്തിൽ ചോദ്യം ആരാണ് ചോദിച്ചേ? ഇനി നമ്മൾ കട്ട് ചെയ്ത സമാപണി എന്ന വിഷയത്തിലേക്ക് വന്ന് പ്രാർത്ഥന കൃത്യം 1 മണിയാകുമ്പോൾ നമ്മൾ തീർത്തു. അല്ലെ, സമാപണി എന്ന് അതിലേക്ക് വരാം. അപ്പൊ പത്രോസിനോട് എല്ലാ ആരോടെ ചോദിച്ചത്? കർത്താവ് ശിഷ്യന്മാരോട്. ഉത്തരം പറഞ്ഞ ആര്? പത്രോസാണ്. കർത്താവ് ബർജോന ശിമോനെ നീ ഭാഗ്യവാൻ, ജനരക്തങ്ങൾ അത് നിനക്ക് വെളിപ്പെടുത്തിയെന്നൊക്കെ പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ ചോദിച്ചത് ശിഷ്യന്മാരോടല്ലേ? ഉത്തരം പറഞ്ഞത് ആരാ? നിങ്ങൾ ഇനി മിണ്ടത്തില്ല. നിങ്ങൾ പത്രോസ് എന്ന് പറയുമ്പോൾ പത്രോസ് അല്ല പറഞ്ഞത്. യേശു തിരിച്ചു പറഞ്ഞ വാക്ക്, ബർജോന ശിമോനെ നീ ഭാഗ്യവാൻ, ജഡരക്തം അല്ല നിനക്ക് ഇത് വെളിപ്പെടുത്തിയത്, സ്വർഗത്തിലെ എന്റെ പിതാവാ നിനക്ക് വെളിപ്പെടുത്തിയത്. അപ്പൊ ഉത്തരം പറഞ്ഞത് ആരാ? വന്നേ. അല്ലെ, ചോദ്യം ശിഷ്യന്മാരോട് ചോദിക്കുമ്പോ അപ്പൻ മേളിന്ന് പത്രോസിനോട് പറഞ്ഞു, എടാ പറ എന്റെ മോനാന്ന് പറഞ്ഞേക്കാൻ. എത്ര പേർക്ക് ആശയം മനസ്സിലാകുന്നുണ്ട്? ഇത് നീ അല്ലടാ കുഞ്ഞെ പറഞ്ഞത്, ഇത് നീ പഠിച്ച പാഠമല്ലടാ, എന്റെ അപ്പനല്ലേ നിന്റെ ആത്മാവി വെളിപ്പെടുത്തിയത്, അല്ലെങ്കിൽ ഇത് എന്റെ മോനാന്ന് പറഞ്ഞേക്കാൻ. എത്ര പേർക്കൊന്ന് ശ്രോത്രം പറയാൻ പറ്റും? അതിനകത്ത് ആരോട് ദൈവാത്മാവ് ഇടപെടുന്നു? നമ്മളെ തെളിയിക്കേണ്ടത് നമ്മളല്ല, നമ്മളെ തെളിയിക്കേണ്ടത് ഉയരത്തിലെ അപ്പനാ. അല്ലെങ്കിൽ ഭാരപ്പെടുന്ന ചെന്നോട് അല്ല ഇതിനകത്ത് തല കൈവെക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. നിന്നോട് ദൈവാത്മാവ് ഇടപെടുക. നീയാ യാഥാർത്ഥ്യമെന്ന്, നീയാ സത്യമെന്ന് അത് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം നമ്മുടേതല്ല, അത് ദൈവത്തിന്റെ ആണെന്ന് നിജമായ നിയോഗം അത് തെളിയിക്കാൻ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. ഒരു വാക്ക് എനിക്ക് പറഞ്ഞ സമയമില്ലെങ്കിലും അല്ലെങ്കിൽ പലപ്പോഴും നമ്മൾ ഈ കിടന്ന് പെടാപാട് വിടുക നമ്മുടെ ദൈവത്തെ തെളിയിക്കുക. അല്ലേ, നമ്മുടെ ഈ പെടാപ്പാട് വിടുന്നത് മൊത്തം എന്തിനാണ്? എന്നാ ഏലിയാവോട് ചോദിച്ചു, ഏലിയ പറഞ്ഞാൽ അറിയാം. എടുക്കേണ്ട വാക്ക് 1 രാജാക്കന്മാർ 18:24. ബാലാണ് ദൈവമെങ്കിൽ അവനെ നമസ്കരിക്കുക, യാഹാണ് ദൈവമെങ്കിൽ എന്ത് ചെയ്യുക? അടുത്ത വാക്ക്, തീ കൊണ്ട് ഉത്തരം പറയുന്നത് ദൈവം തന്നെ. നിങ്ങൾ ഇന്ന് നമ്മുടെ ആത്മമണ്ഡലം ഇന്ന് രാവിലെ തുറന്നു കേട്ടോ. നിങ്ങൾക്ക് എത്ര പേർക്ക് അത് ഫീൽ ചെയ്യുന്നത് എനിക്കറിയില്ല. ഞാൻ ഈ മെസ്സേജ് തുടങ്ങിയപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്, കർത്താവ് ഇടപെടുന്നുണ്ടോ എന്ന് വേദി നിൽക്കുന്ന ദൈവദാസനെ മനസ്സിലാകും. നിങ്ങളാരും സ്തോത്രം പറഞ്ഞില്ലെങ്കിൽ എനിക്ക് കുഴപ്പമില്ല, പക്ഷെ ഇന്ന് രാവിലെ സ്തോത്രം പറയണം. കാരണം ഏലിയാവിന്റെ യാഗമൊക്കെ ഇതിനകത്ത് കയറി വരുന്നുണ്ട്. അവിടെ പറഞ്ഞ വാക്കല്ലേ, ബാലാണ് ദൈവമെങ്കിൽ ബാല് തെളിയിക്കട്ടെ, യാഹാണ് ദൈവമെങ്കിൽ ആര് തെളിയിക്കണം? ഒറ്റ കണ്ടീഷൻ, തീ കൊണ്ട് ഉത്തരം തന്ന ദൈവം ആരാണോ അവനാണെന്ന് ചോയ്സ് വിട്ടുകൊടുക്ക്. തെളിയിച്ച ദൈവം അങ്ങനെ പറയും, പട്ടണത്തിൽ നമ്മുടെ കർത്താവ് അവനെ കർത്താവ് എന്ന് തെളിയിക്കപ്പെടണം. ധൈര്യത്തോടെ പറയാൻ പറ്റുമോ? ഈ പട്ടണ ശക്തികളുടെ മേൽ സത്യദൈവം ആരാണെന്ന് തെളിയിക്കാൻ കരുത്തുള്ള ഒരു ദൈവത്തെ ആശ്രയിക്കുന്നത് വിശ്വസിച്ചുകൊണ്ട് അല്പസമയം ആത്മാവിനെ ആരാധിച്ചാട്ടെ. ഒരു അസാധാരണമായ മെസ്സേജിന്റെ അടുത്ത ഭാഗത്തേക്ക് വരും. അസാധാരണമായ ഒരു ദൈവിക ഇടപെടലുകൾ ആത്മമണ്ഡലത്തിൽ കടന്നു ചെയ്യുക. നാം ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു അസാധാരണമായ വിടുതലോടെ നാളെ ഇങ്ങനെ മീറ്റിംഗ് ഇല്ല കേട്ടോ. നാളെ യൂത്ത് മീറ്റിംഗ്, ഇന്ന് ഈ മീറ്റിംഗ് ഈ മാസത്തെ അവസാനിക്കുക. കർത്താവ് ഈ 2025 എന്റെ ദൈവത്തെ തെളിയിക്കുക. ഇത് പിന്നീട് കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിൽ ഒരു അസാധാരണമായ പണി എന്റെ കർത്താവ് ചെയ്യുക. ആത്മീയത്തിന്റെ മേഖലയിലേക്ക് ഇടയ്ക്കൊരു കാര്യം പറയാം. നിങ്ങളാരും ഹല്ലേലൂയ, ഞങ്ങളൊക്കെ ഞാൻ പറഞ്ഞത് 26ാമത്തെ വർഷം കർത്താവിന്റെ പേര് 26th year 99 നമ്മളൊക്കെ ശുശ്രൂഷ സാർ 26ാമത്തെ വർഷം. ഒത്തിരി ഈ കൊച്ചു ശുശ്രൂഷ കാലഘട്ടത്തിൽ ഒത്തിരി അനുഭവമാണ് സാർ. മുമ്പേ ആ സ്വിമ്മിംഗ് പൂളിന്റെ കാര്യം പറഞ്ഞല്ലോ, അല്ല ഒന്നും കൂടെ പറയാം. ഞാൻ 2012 നിങ്ങൾക്ക് ഉറപ്പിന് വേണ്ടിയാ തെളിയിക്കുന്ന ദൈവം. 2012 ഞാൻ സ്വിമ്മിംഗ് പൂളിന്റെ ചാർജ് എടുക്കുമ്പോൾ പേടിച്ചാണ് പോകുന്നത്. കാരണം ആ സഭയുടെ പ്രശ്നം സ്വതന്ത്രം എല്ലാവർക്കും അറിയാം. അവിടുത്തെ ഏറ്റവും ടോപ്പ് ലെവലിലെ ആൾക്കാർ തന്നെ. തൊട്ടടുത്തൊരു കുടുംബമുണ്ട് സാറോ, എനിക്കത് വാർത്തനൊക്കെ അറിയാം. കുട്ടപ്പനെന്നാണ് സാറോ, എനിക്കത് ജോമാർക്ക് അറിയാം അല്ലേ? അയ്യാ, അവർക്കറിയാം കുട്ടപ്പന. കാരണം ഏത് ദൈവദാസൻ ചെന്നാലും സഭ സ്വീകരിക്കുന്നതിന് മുമ്പ് ഈ വ്യക്തിയാണെന്നില്ല പേര് പറഞ്ഞൊന്നും തെറ്റിദ്ധരിക്കല്ലേ, നിങ്ങൾക്കൊരു ബലം വരാൻ വേണ്ടി. അവർക്കൊക്കെ അറിയാവുന്നതാണ്. ഒരു ഹൈന്ദവനാണ്. അതിന്റെ പിന്നെ ഒത്തിരി ഹിസ്റ്ററിയുണ്ട്. ഞാൻ അവിടെ ചാർജ് ചെയ്തപ്പോൾ ആദ്യത്തെ ആഴ്ച എനിക്ക് മനുഷ്യനെ അവൻ വിഷു സഭായോഗത്തിനകത്ത് കയറി വരുമോ.
ആദ്യത്തെ ആഴ്ച വന്നില്ല, രണ്ടാമത്തെ ആഴ്ച വന്നില്ല. അപ്പൊ നമ്മൾ പ്രാർത്ഥിച്ചു പോസിച്ചല്ല, പുതിയ ആളെടുക്കല്ലേ. പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു പോരാട്ടം അവിടെ ഉണ്ടാകും. കാരണം അവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ആരാധന നമുക്ക് വെളിപ്പെടുമ്പോഴത്തേക്ക് ഈ മനുഷ്യൻ ചാടി സഭ വരും. സഭ വന്നിട്ട് സഭയുടെ ആരാധന കലക്കില്ല. ശ്രദ്ധിക്കണേ. അങ്ങനെ 2 ആഴ്ചയായപ്പോൾ നമ്മൾ ഇത് വരത്തിലെത്തിച്ചു. പക്ഷെ 3-ാമത്തെ ആഴ്ച 2012 ശ്രോത്രം, ഞാൻ വർഷിപ്പിൽ സങ്കീർത്തനം വായിച്ചു. ഞാൻ സ്റ്റേജിൽ നിന്ന് സങ്കീർത്തനം വായിച്ചു കുഞ്ഞുങ്ങളുടെ വർഷിപ്പ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഈ മനുഷ്യൻ, ഇദ്ദേഹത്തിന്റെ പേര് സഹിത പറഞ്ഞ ലൈവും പോകുന്നുണ്ടല്ലോ സാധാരണ, ഈ കുട്ടപ്പനും അദ്ദേഹത്തിന്റെ മോളുണ്ട്, അതൊരു 10-35 വയസ്സുള്ള പെങ്കൊച്ച്, അതിന്റെ കല്യാണം കഴിച്ചിട്ടുണ്ട്, കുഞ്ഞുങ്ങളുള്ള. ഇവർ രണ്ടും കൂടെ ചാടി സഭയ്ക്കകത്തോട്ട് കയറി വന്നു. ഇതുപോലെ ഡോറ്, ഈ ഡോറിനടുത്ത് പ്യൂരിഫയർ വാട്ടർ വെച്ചിട്ടുണ്ട്, കുടിക്കാൻ വേണ്ടി ഒരു സ്റ്റീൽ ഗ്ലാസ് വെച്ചിട്ടുണ്ട്. ആ ഗ്ലാസ് എടുത്ത് സ്റ്റേജിൽ നിന്ന് എനിക്ക് തെറിഞ്ഞു. പക്ഷെ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ വാടിയത് കൊണ്ട് എനിക്ക് ഏറ് കിട്ടില്ല, പിള്ളേർക്ക് കിട്ടി. ശ്രദ്ധിക്കണേ, ഏറ് കിട്ടി. ഞങ്ങളാരും കിട്ടി. അന്ന് ഒരു 500-600 പേര് ആരാധിക്കുന്നു. ആരും അനങ്ങിയില്ല, ആരും മിണ്ടിയില്ല. സ്വതം. കാരണം ദൈവം തെളിയിക്കണം, ദൈവമാണ്. ഈ അപ്പനും മോളും കൂടെ ബഹളം ഉണ്ടാക്കി കഴിഞ്ഞപ്പോ 600 പേരുടെ ആരാധനയ്ക്കകത്ത് കീബോർഡിന്റെ ശബ്ദത്തിനകത്ത് ആരും കേട്ടു. പക്ഷെ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കുറെ ബഹളം വെച്ച് ആരും മൈൻഡ് ചെയ്തിരുന്നത് ഇവർ ഇറങ്ങിപ്പോയി. അത് 1 മണിക്ക് സഹായം കഴിഞ്ഞ് ഞാൻ വീട്ടിൽ ചെന്നു. 4 മണിക്ക്, അന്ന് 4 മണിക്ക് അല്ലെങ്കിൽ തൊട്ടടുത്തൊരു വിശ്വാസിയുണ്ട്, അലിനഗർ തന്നെ ഒരു വിശ്വാസി എന്നെ വിളിച്ചിട്ട് ഒരു പാഷ അറിഞ്ഞു ചോദിച്ചു, എന്തുക അല്ലെങ്കിൽ സംഭവിച്ചോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല. ഉടനെ പറഞ്ഞത്, പാഷ 1 മണിക്ക് നമ്മളൊക്കെ വീട്ടിൽ പോയില്ലേ, 4 മണിയായപ്പോ മോൾക്ക് ഭ്രാന്ത് പിടിച്ചു. ന്യായവിധി പണ്ടായിരുന്നു, ഇപ്പൊ ഇല്ലെന്നല്ല, ഇപ്പോഴും ഉണ്ട്. അതൊക്കെ പറഞ്ഞു കൃപയുടെ കാലഘട്ടത്തില്. അങ്ങനാണെങ്കിൽ എന്തോ കേറി കർത്താവെന്ന് വെട്ടുന്നല്ലോ. കൃപയുടെ കാലഘട്ടത്തിൽ അങ്ങനാണെങ്കിൽ അല്ലെങ്കിൽ എബ്രായലേഖനം 12:28-29 വരത്തില്ല. 29-ാം വാക്യം അറിയാമോ? അവർ ഗോഡ് ഈസ് എ കൺസ്യൂമിംഗ് ഫയർ എന്ന്. നമ്മുടെ ദൈവം ഗോഡ് വാസ് എ കൺസ്യൂമിംഗ് ഫയർ എന്നല്ല, ഗോഡ് ഈസ് എ കൺസ്യൂമിംഗ് ഫയർ എന്ന്. നമ്മുടെ ദൈവം ആരാ? ദഹിപ്പിക്കുന്ന അഗ്നി. ഒന്ന് ശ്വാസം പറയാൻ പറ്റുന്നത് അല്ലെങ്കിൽ തമ്പുരാൻ നേരെ തന്റെ സഭയ്ക്ക് നേരെ തൊട്ടാൽ ഇടപെടാൻ കരുത്തുള്ളവൻ. അത് പഴയ നിയമത്തിലല്ല, കൃപയുടെ കാലഘട്ടത്തിലുമുണ്ട്. എറിഞ്ഞയാൾ അന്ന് 4 മണിക്ക് ഭ്രാന്ത് പിടിച്ച് നേരെ പേരുകണക്കൊണ്ട് അഡ്മിറ്റ് ചെയ്തു. ഒരാഴ്ച ഇവിടെ കിടന്ന് ആ ആഴ്ച കഴിഞ്ഞപ്പോ നേരെ ബാംഗ്ലൂരിലോട്ട് മാറി. സമയമില്ല, ചുരുക്കി പറയുക, ഞാൻ 2012 തൊട്ട് 2016 വരെ ഇരുന്നു. അതിനുശേഷമുള്ള കാലഘട്ടം ആ വീട് ദൈവം പൂട്ടി. ഒന്ന് ശ്രോത്രം പറഞ്ഞിട്ടില്ലേ? ഞാനിരുന്ന 4 വർഷം ആ വീട് സഭയെ പൂട്ടാൻ നോക്കിയവന്റെ വീട് ദൈവം പൂട്ടി. ഒന്ന് ശ്രോത്രം പറയാൻ പറ്റുമോ? അങ്ങനെയാണ് ധൈര്യത്തോടെ വിളിച്ചു പറ, ആരെകളെ പൂട്ടാൻ, ആരാധനകളെ പൂട്ടാൻ, സഭകളെ പൂട്ടാൻ ഇവിടെ ഒരു ക്രൈസ്തവ വേണ്ട എന്ന് പറഞ്ഞ്, ഒരു ദൈവമായിട്ട് വേണ്ട എന്ന് പറഞ്ഞ് യാവനിക്ക് നന്ദനാര മണ്ഡലങ്ങളെ തിരിച്ചു പൂട്ടാൻ കരുത്തുള്ള ദൈവം. സംഭവിക്കട്ടെ, ഇടപെടാൻ ദൈവം വെളിപ്പെടുത്തട്ടെ. ഇത്ര ദൈവമക്കൾ പ്രാർത്ഥിക്കുന്നെങ്കിൽ ആത്മമണ്ഡലത്തിൽ ദൈവ പ്രവൃത്തി വെളിപ്പെടുത്താൻ എന്റെ ദൈവത്തിന് ശക്തനാണ്. സമയം ഒടുക്കുന്നു. പറയാമെന്ന വാക്യതാണ്. സ്വർഗത്തിലെ അപ്പനാ പറഞ്ഞത്, പറ അതെന്റെ. അങ്ങനെയാണെന്ന് പറയാമോ? ഇതിനകത്ത് ഞരങ്ങുന്ന ആരൊക്കെ ഇതിനകത്തുണ്ടോ? ദൈവാത്മാ പറഞ്ഞത്, കർത്താവേ നീ ഒന്ന് തെളിയിക്ക് ഞാൻ ആരാണ്. ഇടയ്ക്കിടയ്ക്ക് സഭാപണികൾ വന്ന് ഒന്ന് പറയാൻ പറ്റുന്നതില്, എന്റെ ജോലി സ്ഥലത്ത്, എന്റെ കുടുംബത്തിനകത്ത്, എന്റെ രക്തബന്ധങ്ങളുടെ മധ്യേ, എന്റെ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ നീ ഒന്ന് തെളിയിക്ക് ഞാൻ ആര്. ഒരു സ്വോത്രം പറഞ്ഞതിന് അല്ലെങ്കിൽ സാറ് നിങ്ങൾക്ക് അതിന് സ്വോത്രം പറയാൻ തോന്നുന്നില്ല. ഒരു വാക്ക് പറയാം, ദാനിയേലിനെ തെളിയിച്ച ദാനിയേലാണോ ദൈവമാണോ? യഥാർത്ഥത്തിൽ ദാനിയേൽ അല്ലല്ലോ വെളിപ്പെട്ടത്, ദാനിയേലിന്റെ ദൈവമല്ലേ വെളിപ്പെട്ടു വന്നത്. അങ്ങനാണെങ്കിൽ ഒന്ന് പറ, കർത്താവേ ഈ തലമുറയിൽ എന്നെ ഒന്ന് തെളിയിക്കണേ, എന്റെ നിയോഗത്തെ ഒന്ന് തെളിയിക്കണേ, അല്ലെങ്കിൽ എന്റെ കാഴ്ചപ്പാടുകളെ ഒന്ന് തെളിയിക്കണേ, അല്ലെങ്കിൽ ഞാനൊരു ദൈവവൈദ്യനാണ് തെളിയിക്കണേ, ഞാനൊരു ദൈവദാസനാണ് തെളിയിക്കണേ. എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട് ആത്മാവിലൊന്ന് ശ്വാസം മടക്കരുക. അപ്പോ നമ്മുടെ വിഷയം അവിടെ അല്ല, നമുക്ക് അതിനകത്ത് ഒരു വാക്കിലേക്ക് കയറണ്ടേ. ഉടനെ പത്രോസ് പറഞ്ഞ വെളിപ്പാട്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. നിങ്ങൾ ശ്രദ്ധിക്കണേ, ആ ക്രിസ്തു. ഉടനെ കർത്താവ് തിരിച്ച് 5 വെളിപ്പാട് പറഞ്ഞു. പത്രോസ് ഒരു വെളിപ്പാട് പറഞ്ഞു, കർത്താവ് എത്ര പറഞ്ഞു? 5 അതിനകത്ത് ഒറ്റ വെളിപ്പാട് പറഞ്ഞു. നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്ന സമയം തീരുക. കർത്താവ് തിരിച്ചു ഞാൻ തന്നെ പറഞ്ഞിടാ, ബർയോനാ ശിമോനെ നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളാൽ നിനക്ക് വെളിപ്പെടുത്തി സ്വർഗത്തിലെ പിതാവ് വെളിപ്പെടുത്തത്. അടുത്ത വാക്ക്, നീ പത്രോസ് ആകുന്നതിനാ പറ, നീ 1-ാമത്തെ വെളിപ്പാട്. ഞാൻ പിന്നെ വരിക. 1-ാമത്തെ വെളിപ്പാട്, നീ പത്രോസ് ആകുന്നു, ഈ പാറമേൽ. അത് 2-ാമത്തെ വെളിപ്പാട്, ഞാൻ എന്റെ സഭയെ പണിയും. 3-ാമത്തെ വെളിപ്പാട്, സഭ.
നാലാമത്തത് പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. അത് നാലാമത്തെ വെളിപ്പാട്. സ്വർഗ രാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. നീ ഭൂമി കെട്ടുന്ന സ്വർഗത്തിൽ കെട്ടപ്പെടും, ഭൂമിയിൽ അടിക്കുന്ന. അതായത് അഞ്ചാമത്തെ വെളിപ്പാട്. പറയാം എല്ലാവർക്കും എഴുന്നവർക്ക് വേണ്ടി മാത്രം. ഒന്നാമത്തെ വെളിപ്പാട് പത്രോസ് എന്ന വെളിപ്പാട്. രണ്ടാമത്തെ വെളിപ്പാട് പാറ എന്ന വെളിപ്പാട്. മൂന്നാമത്തെ വെളിപ്പാട് സഭ എന്ന വെളിപ്പാട്. നാലാമത്തെ വെളിപ്പാട് പാതാള ഗോപുരങ്ങളുടെ വെളിപ്പാട്. 5 സ്വർഗ രാജ്യത്തിന്റെ താക്കോലിന്റെ വെളിപ്പാട്. ആ ഒരു വെളിപ്പാട് പറഞ്ഞപ്പോ തിരിച്ചു കർത്താവ് എത്ര പറഞ്ഞു? ഒന്ന് കരവിലെത്തി സ്വന്തം പറയട്ടെ. ഇന്ന് എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്? അല്ലെങ്കിൽ നമ്മൾ മുമ്പേ ദാസൻ അല്ലെങ്കിൽ എവിടേക്ക് ഭൂരിപക്ഷന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഞങ്ങൾ അല്പസമയം കൊണ്ട് പ്രാർത്ഥിക്കാനായി സമയം എടുക്കുക. കർത്താവ് എന്റെ ആത്മമണ്ഡലത്തിൽ, കാരണം മറ്റുള്ളവരെ നോക്കി മോനെ മോളെ വിളിക്കാനല്ല കേട്ടോ, അല്ലെങ്കിൽ ചുമ്മാ വയ്യ പോകുന്ന എന്റെ മോനെ മോളെ വിളിക്കാനൊന്നും അല്ല വെളിപ്പാട്. അല്ലെങ്കിൽ കർത്താവെ വെളിപ്പാടിന്റെ മേഖല കയറി ആത്മാവിലൊന്ന് പ്രാർത്ഥിക്കാൻ ഒരു വെളിപ്പാടിന്റെ വരം ഒരു ആഗ്രഹിക്കുന്നവരൊക്കെ ഒന്ന് ശ്രോത്രം പറഞ്ഞാട്ടെ. ഈ ഉപവാസ പ്രാർത്ഥനയല്ലേ ഒരു ഗിഫ്റ്റിന്റെ ഇംപാർട്ടേഷൻ നമ്മുടെ മധ്യത്തിൽ നടക്കാൻ. അല്ലെ പറ അല്ലെങ്കിൽ അന്യഭാഷയുടെ ആഴമാകട്ടെ, വെളിപ്പാടിന്റെ ആഴമാകട്ടെ, ഇതൊക്കെ ഒന്ന് കർത്താവ് ചെയ്യാൻ ആഗ്രഹിച്ചുകൊണ്ട് ആത്മാവിനെ ശ്രോത്രം പറഞ്ഞാട്ടെ. നമ്മൾ ഒന്ന് പറയുമ്പോഴാണ് കർത്താവ് എന്ത് ചെയ്യുന്നത്? തിരിച്ച് 5 എണ്ണം പറയുന്നത്. പറയാതിരുന്ന കർത്താവ് പറയുകയില്ല. പോട്ടെ, ആ വാക്കിനകത്ത് ഒരു വാക്കാണ് ഞാൻ എന്റെ സഭയെ പ്രാർത്ഥിക്കാൻ പോകുക. ഞാൻ ഓരോന്നും തുടരണം കേട്ടോ. അതിന് മുമ്പ് സഭയുടെ വാക്ക്, അതിന്റെ പോയിന്റ് പറഞ്ഞ് നിർത്തും. അതിന് മുമ്പ് ഒരു വാക്ക്, കർത്താവ് ഇപ്പോഴും ഞങ്ങൾക്ക് അറിയില്ല എന്തിനാണ് ഈ ഫിലിപ്പിന്റെ കൈസരിയ വന്നേ. അത് ഇനി എന്നെ ഒന്ന് ശ്രദ്ധിക്കണേ. എന്നെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. കർത്താവ് പറഞ്ഞ വാക്ക് എന്നാന്ന് പത്രോസിനെ ചൂണ്ടി പറഞ്ഞു, നീ പത്രോസ് ആകുന്നു. സ്വന്തം നെഞ്ചത്ത് ചൂണ്ടിട്ട് പറഞ്ഞു, ഈ പാറമേൽ ഞാൻ എന്റെ പറ. എന്നിട്ട് ചുറ്റും ചൂണ്ടിട്ട് പറഞ്ഞു, ഈ പാതാള ഗോപുരങ്ങളൊന്നും എന്റെ സഭയെ. അതാ കോണ്ടക്ട് വായിച്ചാലേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. കാരണം കർത്താവ് ഈ ചൂണ്ടിയപ്പോ ആദ്യം ആരെ ചൂണ്ടി? നമ്മൾ പ്രാർത്ഥിക്കാൻ പോകും. ആരെ ചൂണ്ടി? പത്രോസിനെ. കുഞ്ഞാൻ നിന്റെ അപ്പത്തിനൊക്കെ പേരിട്ട ശീമോൻ എന്നാ, ആടും ഓട എന്നാ. ഞാൻ പേര് മാറ്റാ. നീ ആരാ? നീ പാറ. ഉറക്കെ പറ എന്ന് പറഞ്ഞ നീ പാറ കഷ്ണം. പാറയല്ല, പാറ കഷ്ണം. നീ പത്രോസ് ആകുന്നു. പെട്രോസ്. നീ ആരാ? പാറ കഷ്ണം. എന്നിട്ട് പറഞ്ഞു, നീ പെട്രോസ് ആകുന്നു. ഈ പെട്രായിൽ ഞാൻ എന്റെ സഭ എന്ത് ചെയ്യും? എന്നിട്ട് ചുറ്റും ചൂണ്ടിട്ട് പറഞ്ഞു, ഈ പാത. അത് പറയുമ്പോ 4 ജാതീയ മണ്ഡലം അവിടെ ഉണ്ട്. മുമ്പേ ഞാൻ പറഞ്ഞു പാൻഡദേവന്റെ ക്ഷേത്രം, ഔഗുസ്തുസ് കൈസറിന്റെ ക്ഷേത്രം. അങ്ങനെ 4 ക്ഷേത്രങ്ങളുടെ നടുവിലാണ് ആര് നിൽക്കുന്നത്? ഈ 4 ക്ഷേത്രങ്ങളുടെ നടുവിൽ ആര് നിൽക്കുന്നത്? കർത്താവ് എന്തിനാ 30 കിലോമീറ്റർ നടത്തിയെന്നറിയാമോ? ഗലീലയിലില്ല. മനസ്സിലായില്ല? ഗലീലയിലില്ല. ഗലീല പ്രൊവിൻസിനകത്ത് ഈ സാധനം ഇല്ല. ഇതുള്ളത് ഇവിടെയാ. നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പോ അല്ലെങ്കിൽ അവിടെ ചെന്ന് ചോദിച്ചാൽ ഇവരൊന്ന് കേക്കട്ട് ഞാൻ ആരാണ്. എന്റെ ഉണ്ടെങ്കിൽ ഒന്ന് സ്വന്തം എന്റെ കുഞ്ഞു മക്കള് നിങ്ങളെ വെച്ച് അവിടെ വെച്ച് എനിക്ക് ചോദിക്കാമായിരുന്നു. അവിടെ വെച്ച് ചോദിച്ചാൽ നിങ്ങൾ തന്നെ കേൾക്കത്തുള്ളൂ. നിങ്ങളല്ല കേൾക്കേണ്ടത്, ഞാൻ ആരാന്ന് കേൾക്കേണ്ടവർ ഇവിടെയാ. അതിന്റെ ഓത്ത നടുക്കി തന്നിട്ടാ ചോദിച്ചാൽ പറ. അങ്ങനെയാണ് നമുക്ക് പറയാം. അല്ലെങ്കിൽ അന്ധകാര ശക്തി നൃത്തമാടുന്നിടത്തും തമ്പുരാന് തന്റെ ഭക്തനോട് വെളിപ്പാട് പറയാൻ കുഴപ്പമില്ല അല്ലേ? ആ വെല്ലുവിളിയുടെ മധ്യത്തിലല്ലേ അപ്പം പറഞ്ഞത്? നീ അന്നെ വിളിച്ചു പറ എന്റെ മോനാന്ന്. എത്ര പേർക്കൊന്ന് സ്തോത്രം പറയാൻ പറ്റും? ഒന്നും കൂടെ ആവർത്തിക്കാം. വെല്ലുവിളി എത്ര ശക്തമാണോ അത്രത്തോളം ആയിരിക്കും നമ്മുടെ അഭിഷേകത്തിന്റെ ആഴം. ദൈവാത്മാവ് ഒരു വെളിപ്പാട് വ്യക്തിപരമായിട്ട് ഇടപെടുക. അല്ലെ പല സ്ഥലങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ലേ? പുതിയ ചില മേഖലകളിലേക്ക് കടന്നു കയറാൻ, പുതിയ ചില മേഖലകളിലേക്ക് തമ്പുരാൻ പറയാൻ അസാധാരണമായ ഒരഭിഷേകത്തോടെ കർത്താവ് നടത്താൻ പോകുക. ഒന്ന് ശ്രോത്രം പറഞ്ഞിട്ട് കാലങ്ങളായി ആഗ്രഹിക്കുന്ന ഒരു വചന വെളിപ്പാട്. രണ്ടാമത്തെ മിശ്രയാത്രയിൽ പൗലോസ് പോകാൻ ആഗ്രഹിച്ച സ്ഥലമാണ് എഫെസോസ്. കർത്താവ് നോ പറഞ്ഞു. എന്നിട്ട് മൂന്നാമത്തെ മിശ്രയാത്ര പോകാൻ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഇന്നലെ പോകാൻ ആഗ്രഹിച്ചിട്ട് നടക്കാത്തടത്ത് ഒരു വഴി കർത്താവ് തുറക്കാൻ പോവുക. ദൈവാത്മാവ് ശക്തി ഒന്ന് ശ്രോത്രം പറ. ഒരു അസാധാരണമായ നിയോഗം വെളിപ്പെടട്ടെ. മനസ്സിലായില്ലേ? കർത്താവ് വിട്ടുപിടിച്ചത് ഇതൊന്നും എന്റെ സമയം ചെയ്യത്തില്ല. അങ്ങനെയാണെന്ന് കരവുയർത്തി പറയാൻ പറ്റുമോ? കൃപ ആവശ്യവര് പേടിയില്ലാത്തവർ പറ. ഈ ദേശത്തെ അടക്കി ഭരിക്കുന്നെന്ന് പറയുന്ന ഒരന്ത പടയല്ലേ ഞാനൊരു സ്ഥലത്ത് ഒരു സഭയെ ശുശ്രൂഷിക്കായിരുന്നു. തമിഴ്നാട് ബോർഡറിൽ ഞായറാഴ്ച സഭായത്തിനാണ് പോയി. അതിവിടെ പറയുന്നത് സഭാ പണി നമ്മളിപ്പോഴും അതിനെ കയറി
ഞായറാഴ്ച രാവിലെ ഞാൻ നിന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ ആരും വിമർശിക്കല്ല. ദൈവദാസൻ തുടങ്ങിയപ്പോൾ തൊട്ട് ദേശാധികാരത്തെ ചില സമയം ചെന്ന് കഴിഞ്ഞാൽ യേശുവിന്റെ പേര് പറഞ്ഞതിനൊക്കെ കൂടുതൽ ആരുടെ പേര് പറയും. അത് ആരും വിമർശിക്കല്ല, തുടങ്ങിയില്ല. അപ്പൊ ഞാൻ എഴുന്നേറ്റിട്ട് ചോദിച്ചു പ്രസംഗത്തിനാണ്. ഞാൻ അദ്ദേഹത്തെ വെട്ടിയൊന്നും പറഞ്ഞു, നിങ്ങൾ തെറ്റുകയും കയറി വന്നപ്പോ ഞാനല്ല കയറി വന്നത്. യഥാർത്ഥത്തിൽ ഒരു പട്ടണത്തിലൊരു സഭ ഉണ്ടെങ്കിൽ ആ ദേശത്തെ ഭരിക്കുന്ന ആരാ? നിങ്ങൾ ആരും മിണ്ടുന്നില്ലല്ലോ. ഒരു പട്ടണത്തിൽ ഒരു ചർച്ച ഉണ്ടെങ്കിൽ, ഒരു കൃപയുള്ള ചർച്ച എന്ന് പറഞ്ഞാൽ കൃപയുള്ള ആത്മശക്തിയുള്ള നിയോഗത്തിൽ നിൽക്കുന്ന ഒരു സഭ ഉണ്ടെങ്കിൽ ആ പട്ടണത്തിന്റെ മേഖലകളെ ഭരിക്കുന്നത് ആ സഭയാണ്. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഒരു സ്വതന്ത്രം പറയാം. അങ്ങനെയാണ് അത്ര ഈ പട്ടണത്തെ, ഹൂസ്റ്റൺ പട്ടണത്തെ ഭരിക്കുന്നത് ഇവിടുത്തെ ഒരു കുടിയിരിപ്പല്ല, ദൈവസഭ. കാരണം നിങ്ങൾക്ക് മനസ്സിലായ ക്രിസ്തു അല്ലേ, ക്രിസ്തു എന്താ ശരീരമായല്ലേ എന്ന് പറഞ്ഞാൽ നമ്മള് അല്ലെങ്കിൽ അത് അല്ലെങ്കിൽ കർത്താവ് പറഞ്ഞ അത് ശരീരമായി ചിത്രീകരിച്ച് പറഞ്ഞിരിക്കുന്ന സഭ. അങ്ങനെയാണ് ക്രിസ്തു തലയാണെങ്കിൽ, അതിന്റെ ശരീരമാണെങ്കിൽ പട്ടണത്തെ ഭരിക്കുന്നെങ്കിൽ ഉപവാസ പ്രാർത്ഥന നാളെ അല്ലെങ്കിൽ നമ്മുടെ യൂത്തിന്റെ മീറ്റിംഗ് അല്ലേ, ഇന്നുകൂടെ നമ്മുടെ ഈ പ്രാവശ്യം ഉപവാസ പ്രാർത്ഥന അല്ലെങ്കിൽ മലയാളം വർഷം തരിക. അങ്ങനെയാണ് ഈ പട്ടണത്തെ ഭരിക്കുന്നത് ദൈവസഭകള്. അതിന്റെ ഒരു അഭിഷേകം ആഗ്രഹിക്കുന്നവർ ദൈവാത്മാവ് അങ്ങനെ അല്ലെങ്കിൽ എന്നേക്കാൾ കൂടുതൽ ടെസ്റ്റിമണി പറയാൻ പറ്റുന്ന ദൈവദാസന്മാരിനകത്തിരിപ്പുണ്ട്. അല്ലെങ്കിൽ സാക്ഷ്യം പ്രാഗൽഭ്യത്തോടെ പറയാൻ പറ്റുന്നത് ഒരു പട്ടണത്തിൽ കർത്താവ് ചർച്ച തുടങ്ങിയെങ്കിൽ ആ പട്ടണത്തെ അടക്കി ഭരിക്കത്തക്കവണ്ണം സഭകളെ ദൈവം വളർത്തിയെങ്കിൽ ഒരു കരമുയർത്തി പറ, കർത്താവേ ഈ പട്ടണത്തിൽ അസാധാരണമായ ഒരു വളർച്ച വെളിപ്പെടും. അവിടെ 5 വെളിപ്പാടിനകത്ത് ഒരു വെളിപ്പാടാണ് ഞാൻ സഭ എന്ത് ചെയ്യുമെന്ന്. നമ്മൾ ആ വാക്ക് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോകുക. എന്താ സഭാപണി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് പറഞ്ഞ പണിയും എന്ന വാക്കിന് കിടക്കുന്നത് ഓയിക്കോ മെഡോസോ എന്നൊരു വാക്കാണ് ഗ്രീക്കിൽ കിടക്കുന്നത്, മൂലഭാഷ കിടക്കുന്ന വാക്കാണ്. അതിന്റെ അർത്ഥം ഇനിയാണ് അരമണിക്കൂർ പ്രസംഗിക്കാൻ നിർത്താൻ പോകും, പ്രാർത്ഥിക്കാൻ പോകുക. ഓയിക്കോ മെഡോസോ എന്നൊരു വാക്ക് കിടക്കുക. അതിന്റെ അർത്ഥം അറിയാമോ? ഓയിക്കോ മെഡോസോ എന്ന വാക്കിന് 3 അർത്ഥമാണ് കൊടുത്തിരിക്കുന്നത്. ഒന്ന് എൻലാർജ് ചെയ്യുക, ഉറക്കെ പറ എൻലാർജ് ചെയ്യുക. 2 എസ്റ്റാബ്ലിഷ് ചെയ്യുക. 3 എംബോൾഡൻ ചെയ്യുക. ഓയിക്കോ മെഡോസോ എന്ന വാക്കിന് 3 അർത്ഥമാണ്. അങ്ങനെയാണ് ഐ വിൽ ബിൽഡ് മൈ ചർച്ച് എന്ന് പറയുമ്പോൾ, ഞാൻ സഭയെ പണിയുമെന്ന് പറയുമ്പോൾ ഒന്നാമത്തത് ഞാൻ എൻലാർജ് ചെയ്യുമെന്നല്ലേ വാക്കിന്റെ അർത്ഥം. നിങ്ങൾ ആരും ഒരു സ്വന്തം പറഞ്ഞില്ല, ഉറക്കെ പറ എൻലാർജ് ചെയ്യുമെന്ന്. ഒരു റബ്ബർ ബാൻഡ് വലിച്ചു നീട്ടുന്നത് പോലെ ഞാൻ എന്റെ സഭയെ വലിച്ചു നീട്ടും, ഞാൻ എൻലാർജ് ചെയ്യും. 2 ഞാൻ എംബോൾഡൻ ചെയ്യും എന്ന് പറഞ്ഞ എന്റെ സഭയെ ഞാൻ ശക്തീകരിക്കാനിടയാകും. 3 കോട്ടയും കൊത്തളവും ഉറപ്പിച്ച് ഞാൻ പണിയാൻ വിളിക്കുന്ന കാര്യമാണ് എസ്റ്റാബ്ലിഷ് ചെയ്യും. അങ്ങനെയാണ് കൃപ പ്രാപിച്ചവർ പറ ഈ പട്ടണത്തിനകത്ത് കർത്താവ് സഭയെ ഒന്ന് എൻലാർജ് ചെയ്യണം. എത്ര പേർക്കൊന്ന് സ്വന്തം പറയാം, ഒന്ന് എൻലാർജ് ചെയ്യണം, ഒന്ന് ശക്തീകരിക്കണമെന്ന് വിശ്വസിച്ച് ഈ പട്ടണത്തിൽ ഇന്ന് രാവിലത്തെ സെഷൻ സഭയുടെ പണിയാണ്. സ്വന്തം പറ മുമ്പേ കർത്താവിന്റെ ദാസം പറഞ്ഞു, നമ്മുടെ വലിയ തലമുറയൊക്കെ കർത്താവ് മാറ്റിട്ടുണ്ട്, ഉത്തരവാദിത്തം കർത്താവിന്റെ, നമ്മുടെ ഉത്തരവാദിത്തം സഭാപണിയാണ്. അത് ഒരു 2 വാക്ക് പറയാം. അത് യഥാർത്ഥത്തിൽ നമ്മൾ ഒന്നാമത്തെ സഭ അല്ലേ, അല്ലെങ്കിൽ സഭയുടെ ഇനാഗുറേഷൻ മെസ്സേജ് തുടങ്ങിയപ്പോൾ 120 പേര്. എത്ര പേരുണ്ട്? ആശീർവാദം പറഞ്ഞ 10 പേരുണ്ട്. കേട്ടില്ലല്ലോ. ഈ അല്ലെങ്കിൽ പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പോൾ ഓപ്പണിംഗ് പ്രയറിന് എത്ര ഉണ്ടായിരുന്നു? പറ. ഓപ്പണിംഗ് പ്രയറിന് എത്ര ഉണ്ട്? 120ഓളം. ക്ലോസിംഗ് പ്രയറിന് ബെനഡിക്ഷൻ പറഞ്ഞ എത്ര ഉണ്ട്? അതാ തുടക്കം. ഞാൻ കർത്താവ് ചെയ്ത് രാത്രി ആ വേറെ വിഷയത്തിൽ അത് വരും. ഒന്ന് കരവിലെത്തി സ്വന്തം പറഞ്ഞാൽ ഇന്ന് രാത്രിയിലത്തെ ഒരു ദൂത് കർത്താവ് ഏൽപ്പിച്ചു പറയാൻ നിയമം കൊണ്ട് കഴിഞ്ഞ ഭാഗം വരും. അത് തുടങ്ങിയപ്പോൾ 120ഓളം, അവസാനിച്ച 3000. അത് തന്നെ. ഇപ്പോഴാണെങ്കിൽ തുടങ്ങിയപ്പോ 2020 തുടങ്ങിയപ്പോ 10, തീർന്നപ്പോ 8. ശ്രദ്ധിക്കണേ, അത് സമയമല്ല. പറ സഭയാണ് എല്ലാം ചെയ്യും. ധൈര്യത്തോടൊന്ന് സ്വന്തം പറയാൻ പറ്റും. ഞാൻ ഒരു ടെസ്റ്റ് മണി കൂടെ പറഞ്ഞ് നിർത്താം, പ്രാർത്ഥിക്കാം. നിങ്ങൾക്ക് പറയാം. ഈ കോവിഡിന്റെ സമയത്ത് ഞാൻ ആന്ധ്രയിലെ നിർമ്മൽ എന്ന് പറയുന്ന സ്ഥലത്ത്, അഡ്രസ്സും പേരും എല്ലാ സ്ഥലത്തും പറയാം, നിർമ്മൽ, ആന്ധ്രയില് നിർമ്മൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ദൈവദാസൻ അദ്ദേഹം പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് വിളിക്കുന്നില്ല. ഞങ്ങള് ഒരു ദിവസം ഇങ്ങനെ സൂമിനകത്ത് ഞങ്ങൾ ഇങ്ങനെ ചില ദൈവദാസന്മാർക്ക് പ്രാർത്ഥിച്ച് ഇങ്ങനെ ദൂതൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഞങ്ങൾ ആത്മാവ് നിൽക്കുമ്പോണ്ട് പെട്ടെന്ന് ഒരാൾ ഗമ്മം എന്ന് പറയുന്ന സ്ഥലത്ത്, അത് തെലുങ്കാനയിലെ ഗമ്മം എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് ഞങ്ങളുടെ പരിചയക്കാരൻ ഒരു തെലുങ്ക് ഭാഷ അദ്ദേഹം ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, ഒരാളിപ്പം ഈ സൂമി കയറും, ഈ പ്ലാറ്റ്ഫോമിൽ, അദ്ദേഹത്തിന് വേണ്ടി നിങ്ങളൊന്ന് പ്രാർത്ഥിക്കണം. ഗമ്മത്തെ ഭാഷ എനിക്കറിയാം, അദ്ദേഹം തെലുങ്ക് ഭാഷ. അപ്പൊ അദ്ദേഹം അത്ര പറഞ്ഞ അദ്ദേഹം ഒന്ന് പോയി, ഫോൺ നിർത്തിപ്പോയി. അല്പം കഴിഞ്ഞപ്പോൾ ഒരാള് സൂമിനകത്ത് കയറി, ഞങ്ങളുടെ ആ വെച്ച പ്ലാറ്റ്ഫോമിൽ കയറി. അപ്പൊ ഞങ്ങൾ പറയാൻ വിശ്വാസമാണ്. അപ്പൊ പെട്ടെന്ന് ഞാൻ മലയാളത്തിൽ പറയുന്നു, തെലുങ്ക് ഭാഷ അദ്ദേഹം മലയാളി ഭാഷ അദ്ദേഹം തെലുങ്കിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തു. അപ്പോ പെട്ടെന്ന് ഞാൻ ഈ കയറിയ ആളിന് 50 വയസ്സ് പ്രായമുണ്ട്.
50 വയസ്സ് വേണോ? ഞാൻ കയറി ആളോട് ചോദിച്ചു, പാഷ വരണ പാഷ ജയരാജ്, പാഷ ജയരാജ്. അപ്പൊ ഞാൻ ചോദിച്ചു, പാഷ എവിടെയാ സൂക്ഷിക്കുന്നത്? ഉടനെ പറഞ്ഞു, ഞാൻ നിർമ്മൽ എന്ന് പറഞ്ഞ സ്ഥലത്ത്. നിർമ്മൽ, അത് നിങ്ങൾ പിന്നെ ഗൂഗിളിനകത്ത് പോയിക്കണം, നിർമ്മൽ. അപ്പൊ ഞാൻ ചോദിച്ചു, പാഷ ഇപ്പൊ എവിടെ? ഞാൻ നോക്കിയപ്പോൾ ഒരു ഹോട്ടലിന്റെ റൂമായിട്ടായിരിക്കും, കോവിഡ് കഴിഞ്ഞ് വരുന്നതേ ഉള്ളൂ, ഹോട്ടൽ റൂം. ഞാൻ ചോദിച്ചു, പാഷ ഇപ്പൊ എവിടെയാണ്? അദ്ദേഹം അടുത്തൊന്നും പറയാൻ തയ്യാറല്ല. അദ്ദേഹം പറഞ്ഞു, ഞാനിപ്പോൾ ഒരു ഹോട്ടലിനകത്ത് ഒരു മീറ്റിംഗിലായിരുന്നു, അത് കഴിഞ്ഞിട്ട് ഇപ്പൊ രാത്രി 10 മണിക്ക് വന്ന് ഹോട്ടലിനകത്ത്. അത് കഴിഞ്ഞ് അദ്ദേഹം കണ്ണടച്ചു. അതിന്റെ അർത്ഥം ഇനി ഞാനൊന്നും എന്ത് ചെയ്തില്ല, ഒന്നും പറയത്തില്ല. അതാ കറക്റ്റ് വെളിപ്പാട്. ഞങ്ങൾ പ്രാർത്ഥിക്കായിരുന്നു, ദൈവാത്മാവ് ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് ഞാൻ മലയാളത്തിൽ ഇങ്ങനെ പറഞ്ഞു വരിക, പക്ഷേ ദൂത് പറഞ്ഞു വരുമ്പോ പെട്ടെന്ന് പരിശുദ്ധാത്മാവരോട് പറഞ്ഞു, ദൂതൊക്കെ പറയുന്ന കൊള്ളാം, ആളിറങ്ങുന്നതിന് മുമ്പ് നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിപ്പിച്ചിട്ടേ വിടാവുള്ളൂ. മനസ്സിലായോ? ദൂതൊക്കെ പറയുന്ന കൊള്ളാം, ഈ കേറിയ ആളിറങ്ങുന്നതിന് മുമ്പ് നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യണം? പെട്ടെന്ന് ഞാൻ നിർത്തിയിട്ട്, കാരണം ഇദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ആദ്യം കാണുക പാസ്റ്റർ ജയരാജ്. ഞാൻ പെട്ടെന്ന് നിർത്തിയിട്ട് ചോദിച്ചു, ആ വന്ന ഫ്ലോ നിർത്തിട്ട് ചോദിച്ചു, പാസ്റ്റർ നിങ്ങൾ ആരാ? എന്നോട് ചായ ചിരിച്ചോട്ട് ചായ അങ്ങനെ ചോദിച്ചേ. ഞാൻ പറഞ്ഞു, പരിശുദ്ധാത്മാവ് വല്ലാതെ പറയുന്നു, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ. അദ്ദേഹം ചിരിച്ചു പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കാം. ഉടനെ അദ്ദേഹം പിന്നെ കടച്ചു, ദൈവാത്മാവ് പറയേണ്ട എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, പാസ്റ്റർ ഇനി എന്തെങ്കിലും പ്രാർത്ഥിക്കാമെന്നോ? അദ്ദേഹം പറയും, ഞാൻ അഡ്രസ് പേര് സഹിതമാവും, നിങ്ങൾ പിന്നെ നോക്കണം. അദ്ദേഹം പറഞ്ഞു, പാസ്റ്റർ എനിക്കൊരു പ്രത്യേക വിഷയമുണ്ട്, ഞാൻ ചെല്ലാം. ഞാൻ ചർച്ച് വെച്ചു നിർമ്മലിൽ. ആ ചർച്ച് അതിന്റെ പേയ്മെന്റ് എല്ലാം കൊടുത്തു, ഇനാഗുറേഷൻ എല്ലാം കഴിഞ്ഞു, പേയ്മെന്റ് കൊടുത്തു. ഫൈനൽ പേയ്മെന്റ് ഇതൊരു ഒക്ടോബറിലാണ്, നവംബർ അവസാനത്തെ ആഴ്ചയിൽ എനിക്ക് ഫൈനൽ പേയ്മെന്റ് കൊടുക്കണം. ഞാൻ അവിടെ ചോദിച്ചു, പാസ്റ്റർ ചിരിച്ചോട്ടെ, ഞങ്ങൾ ദേവദാസന്മാർ ഓപ്പണായി സംസാരിക്കുന്നു, ഫൈനൽ പേയ്മെന്റ് കൊടുക്കണം, എന്റെ ഇതുവരെ ഒന്നും ആയില്ല, ഫൈനൽ പേയ്മെന്റ് വേണം, ഒന്ന് പ്രാർത്ഥിക്കണം, അതിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. ഞാൻ ചിരിച്ചോട് ചോദിച്ചു, പാസ്റ്റർ ഫൈനൽ പേയ്മെന്റ് 10 lakhs ആണെന്ന് ചോദിച്ചു. എന്നോട് ചിരിച്ചു, 10 lakhs 1 CR വേണമെന്ന്, 1 കോടി. ഞാൻ ഞെട്ടി ചോദിച്ചപ്പോ, പാസ്റ്റർ നിങ്ങൾ വെച്ച ചർച്ച എത്ര കോടിക്കാ? 12 കോടിക്ക്. നിങ്ങളാരും മിണ്ടുന്നില്ല. 12 കോടിക്ക്. പെട്ടെന്ന് ഞാൻ ചോദിച്ചു, പാസ്റ്റർ നിങ്ങളുടെ സഭയിൽ എത്ര വിശ്വാസിയുണ്ട്? 50,000. നിർമ്മൽ പാസ്റ്റർ ജയരാജ് നോക്കിയോ, 50,000, 50,000 വിശ്വാസികളുണ്ട്. ഞങ്ങൾ പ്രാർത്ഥിച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് കുറെ കാര്യങ്ങളൊക്കെ അദ്ദേഹം പോയി. പിറ്റേ ആഴ്ച ഞാൻ ഈ മനുഷ്യനെ കുറിച്ച്, ദൈവദാസനെ കുറിച്ച് കേട്ടത്. നമ്മുടെ കേരളത്തിലുള്ള ദൈവദാസൻ ഇദ്ദേഹത്തെ കുറിച്ച് ഒരു മീറ്റിംഗ് പ്രസംഗിക്കും പറഞ്ഞു. കോവിഡിന്റെ സമയത്ത് ആ ഗ്രാമത്തിൽ 8 or 10 വയസ്സുള്ള ഒരു പെൺകുഞ്ഞ്, അവർക്ക് കോവിഡ് വന്ന് മരിച്ചു. നിർമ്മലിൽ കോവിഡ് വന്നാൽ ഹൈ ഇതിരിക്കും, ഡെൽറ്റ വേരിയന്റ് ഇരിക്കുമ്പോൾ കോവിഡ് വന്ന് മരിച്ചു. അവർക്ക് ഇതുവരെ അറിയാം. അവർ ഈ കൊച്ചിനെ കൊണ്ട് നേരെ വാർഷെടുക്കൽ ജയരാജ വാർഷിലേക്ക് കൊണ്ടുവന്നു. ആ ഭക്തൻ കൈവച്ചു പ്രാർത്ഥിച്ചു. ഓൺ ദ സ്പോട്ടിൽ കൊച്ചി ചാടി എഴുന്നേറ്റു. ഇത് ഇദ്ദേഹം പറഞ്ഞല്ല, ഒരു മലയാളി ഭാഷ ടെസ്റ്റിമണി പറഞ്ഞ ചാടി എഴുന്നേറ്റു. അന്ന് വൈകിട്ട് ആ ഡെൽറ്റ കൂടി നിൽക്കുമ്പോ 500 പേര് സ്നാനപ്പെട്ടാണ്ട്. അന്ന് 500 പേര് ആ ഗ്രാമത്തിന്റെ ഒരു ഭാഗം മൊത്തം ദൈവം. നിങ്ങൾക്കൊരു സന്തോഷമുള്ള എല്ലാവർക്കും എന്ന വാക്കിന്റെ അർത്ഥമാ പറഞ്ഞത്. അങ്ങനെയാണ് കർത്താവേ, ഞങ്ങളൊന്നും ആയിട്ടില്ല, ഞങ്ങളൊന്നും എത്തിയിട്ടില്ല. അല്ല, നീ പണിയാൻ തുടങ്ങിയാൽ അസാധാരണമായ ചില പണികൾ ചെയ്യുമെന്ന് അല്പസമയത്തോട് ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ പോകുക. അസാധാരണമായ 1000ങ്ങളുടെ പണികൾ, 10,000ങ്ങളുടെ പണികൾ. ഒന്ന് കരമുയർത്തി സ്വന്തം പറയാൻ പറ്റുമോ? സ്വന്തം അല്ലെങ്കിൽ അല്പസമയം നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഞാൻ എന്റെ സഭയെ പണിയാൻ നോക്കുമെന്നല്ല, ഞാൻ എന്റെ സഭയെ പണിമെന്ന വാക്കിന്റെ അർത്ഥം ഞാൻ എല്ലാം ചെയ്യുമെന്ന, ഞാൻ എംബോൾഡ് ചെയ്യുമെന്ന, ഞാൻ അല്ല മൂന്നാമത്തത് എസ്റ്റാബ്ലിഷ് ചെയ്യുമെന്ന. ഒന്ന് ദൈവസഭ എഴുന്നേറ്റ് നിൽക്കാമോ? മുമ്പ് ദൈവദാസന്മാർ വ്യക്തിപരമായിട്ടൊക്കെ പ്രാർത്ഥിച്ചത്. ഇത് നമ്മൾ 2 കാര്യത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. ഒന്നൊരു വെളിപ്പാടിന്റെ കലവറ തുറക്കപ്പെടണം. എത്ര പേർക്കൊന്ന് ശ്വാസം പറഞ്ഞാട്ട് ഒരു വെളിപ്പാടിന്റെ കലവറ തുറക്കപ്പെടണം. ഇന്ന് വരെ പ്രാർത്ഥിച്ചതുപോലല്ല, ഇന്ന് വരെ നിന്നതുപോലല്ല, അസാധാരണമായ ഒരു വെളിപ്പാടോട് ആത്മാവിൽ കയറി നിൽക്കാൻ. ഞാനൊരു വാക്ക് ചോദിക്കാൻ ദൈവാത്മാവിനെ നിർബന്ധിക്കുന്നു. ഇന്നലെ രാത്രി ആവശ്യമാണ്. നമ്മളൊക്കെ നിത്യത ചെല്ലുമ്പോൾ അവിടെ നമുക്ക് എന്തുണ്ട്? എല്ലാവരോടും ദൈവസന്നിധി നെടുമ്പാടുകളാ ചോദിക്കും, ഞാൻ ഉൾപ്പെടെ. ദൈവമക്കളെ നമ്മൾ നിത്യത ചെല്ലും, നമ്മൾ പോകുമല്ലോ അല്ലേ? ഇവിടെ സ്ഥിരമായിട്ട് നിൽക്കുന്ന ആരുമില്ലല്ലോ. ഇന്നല്ലേ നാളെ ഭീമ ഓഫ് ക്രൈസ്റ്റ് നിൽക്കേണ്ടവരല്ലോ. അവിടെ ചെല്ലുമ്പോൾ നമുക്ക് എന്തുണ്ട്? നമുക്കൊന്ന് പറയാം, കർത്താവേ അവിടെ എനിക്ക് ചിലത് വേണം. അതിലൊരു വെളിപ്പാടിന്റെ മേഖലയിലേക്ക് ഒന്ന് കയറി നിൽക്കുക. ആഗ്രഹിക്കുന്നവരൊക്കെ ഒന്ന് കരം ഉയർത്തിക്കാണ് ദൈവസന്നിധിയിൽ. അപ്പോൾ തന്നെ പറ, കർത്താവേ ഞങ്ങൾ ദിവസങ്ങളില് ഒരു ചർച്ച
ചർച്ചിന്റെ ഫാസ്റ്റിംഗ് അല്ല, ഇത് ഒരു ലോക്കൽ ചർച്ചിന്റെ ഫാസ്റ്റിംഗ് അല്ല, ഇതൊരു ഡിനോമിനേഷൻ മേഖലകളൊന്നുമില്ലാതെ കാഴ്ചപ്പാടുള്ള ഒരു കൂട്ടം ഭക്തന്മാരുടെ അങ്ങനെങ്കിൽ സഭകൾ പണിയപ്പെടണം. ഒന്ന് ശ്രോത പറയട്ടെ, ഈ പട്ടണത്തിനകത്ത്, ഈ ഒരു സ്റ്റേറ്റിനകത്ത്, ഈ ഒരു രാജ്യത്തല്ല, നമ്മുടെ മാതൃരാജ്യങ്ങളിൽ സഭകൾ പണിയപ്പെടണമെന്ന് ആഗ്രഹിച്ച ആത്മാവിനൊന്ന് ശക്തിയോടെ അല്പസമയത്ത് കരമടിച്ചുള്ള ശ്രോത പറയാമോ? അല്പസമയം ദൈവമഹത്വം വെളിപ്പെടട്ടെ. അത് തന്റെ ആത്മാവിൽ ഏർപ്പെടുമ്പോ പോരാ 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 ഉടമന സത്യനാദര ഉടമനാദര നിരാദരാദര അൽഹദന അവശങ്കടക അരകൽ പടാരകടകൾ ചില ദൈവപ്രവർത്തനങ്ങൾ സംഭവിക്കട്ടെ. അസാധാരണമായ ആഴമേറിയ ചില വിടുതലുകൾ എന്റെ ദൈവത്തിന്റെ ആത്മാവ് ചെയ്തെടുക്കുക. ഒന്ന് പ്രാർത്ഥിച്ചിട്ട് 2 സ്റ്റാൻസുകൾ പാടി ആരാധിക്കാൻ പോവാം. അതിനും ഒരു വാക്ക് പറയാം. ഞാൻ ഈ പലപ്പോഴും